ആർസാമിസിന്റെ നേതൃത്വത്തിൽ പൾപിറ്റ് ഒരുക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച കോർ കോച്ചിങ് 6 മാസം കൊണ്ട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്നു. ഓരോ ഓക്സിനും തീം, സിംബൽസ്, കമ്പാരിസൺ, ക്യാരക്ടർ അനാലിസിസ് തുടങ്ങി 3 to 4 hours ഡീറ്റെയിൽഡ് ക്ലാസ്സസ്, 1-to-1 പേഴ്സണൽ ഡിസ്ക്രിപ്റ്റീവ് മെന്റർ സപ്പോർട്ട്. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന മെന്ററിന്റെ അണ്ടറിൽ വീക്ക്ലി 3 hours ലൈവ് റൈറ്റിംഗ് സെഷൻ, ഗ്രാമർ മിസ്റ്റേക്സ് ടു അനലിറ്റിക്കൽ സ്കിൽ ഡെവലപ്മെന്റ് ഉൾപ്പെടെ. എക്സാമിന് ചോദിക്കുമെന്ന് ഉറപ്പുള്ള 1000 പൊട്ടൻഷ്യൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ബാങ്ക് വിത്ത് ആൻസേഴ്സ്. ഓൺലൈൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇനി വീട്ടിൽ നിന്ന് നേരെ കോളേജിലേക്ക്. കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിൽ ഇനി ഇംഗ്ലീഷ് അധ്യാപകരാകാം. യെസ്, കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ് നോട്ടിഫിക്കേഷനോടെ ആർസാമിസിന്റെ നേതൃത്വത്തിൽ പൾപിറ്റ് ഒരുക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച കോർ കോച്ചിങ് 6 മാസം കൊണ്ട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്നു. ഓരോ ഓക്സിനും തീം, സിംബൽസ്, കമ്പാരിസൺ, ക്യാരക്ടർ അനാലിസിസ് തുടങ്ങി 3 to 4 hours ഡീറ്റെയിൽഡ് ക്ലാസ്സസ്, 1-to-1 പേഴ്സണൽ ഡിസ്ക്രിപ്റ്റീവ് മെന്റർ സപ്പോർട്ട്. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന മെന്ററിന്റെ അണ്ടറിൽ വീക്ക്ലി 3 hours ലൈവ് റൈറ്റിംഗ് സെഷൻ, ഗ്രാമർ മിസ്റ്റേക്സ് ടു അനലിറ്റിക്കൽ സ്കിൽ ഡെവലപ്മെന്റ് ഉൾപ്പെടെ. എക്സാമിന് ചോദിക്കുമെന്ന് ഉറപ്പുള്ള 1000 പൊട്ടൻഷ്യൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ബാങ്ക് വിത്ത് ആൻസേഴ്സ്. ഓൺലൈൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇനി വീട്ടിൽ നിന്ന് നേരെ കോളേജിലേക്ക്. കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിൽ ഇനി ഇംഗ്ലീഷ് അധ്യാപകരാകാം. യെസ്, കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ് നോട്ടിഫിക്കേഷനോടെ ആർസാമിസിന്റെ നേതൃത്വത്തിൽ പൾപിറ്റ് ഒരുക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച കോർ കോച്ചിങ് 6 മാസം കൊണ്ട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്നു. ഓരോ ഓക്സിനും തീം, സിംബൽസ്, കമ്പാരിസൺ, ക്യാരക്ടർ അനാലിസിസ് തുടങ്ങി 3 to 4 hours ഡീറ്റെയിൽഡ് ക്ലാസ്സസ്, 1-to-1 പേഴ്സണൽ ഡിസ്ക്രിപ്റ്റീവ് മെന്റർ സപ്പോർട്ട്. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന മെന്ററിന്റെ അണ്ടറിൽ വീക്ക്ലി 3 hours ലൈവ് റൈറ്റിംഗ് സെഷൻ, ഗ്രാമർ മിസ്റ്റേക്സ് ടു അനലിറ്റിക്കൽ സ്കിൽ ഡെവലപ്മെന്റ് ഉൾപ്പെടെ. എക്സാമിന് ചോദിക്കുമെന്ന് ഉറപ്പുള്ള 1000 പൊട്ടൻഷ്യൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ബാങ്ക് വിത്ത് ആൻസേഴ്സ്. ഓൺലൈൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇനി വീട്ടിൽ നിന്ന് നേരെ കോളേജിലേക്ക്. കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിൽ ഇനി ഇംഗ്ലീഷ് അധ്യാപകരാകാം. യെസ്, കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ് നോട്ടിഫിക്കേഷനോടെ ആർസാമിസിന്റെ നേതൃത്വത്തിൽ പൾപിറ്റ് ഒരുക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച കോർ കോച്ചിങ് 6 മാസം കൊണ്ട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്നു. ഓരോ ഓക്സിനും തീം, സിംബൽസ്, കമ്പാരിസൺ, ക്യാരക്ടർ അനാലിസിസ് തുടങ്ങി 3 to 4 hours ഡീറ്റെയിൽഡ് ക്ലാസ്സസ്, 1-to-1 പേഴ്സണൽ ഡിസ്ക്രിപ്റ്റീവ് മെന്റർ സപ്പോർട്ട്. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന മെന്ററിന്റെ അണ്ടറിൽ വീക്ക്ലി 3 hours ലൈവ് റൈറ്റിംഗ് സെഷൻ, ഗ്രാമർ മിസ്റ്റേക്സ് ടു അനലിറ്റിക്കൽ സ്കിൽ ഡെവലപ്മെന്റ് ഉൾപ്പെടെ. എക്സാമിന് ചോദിക്കുമെന്ന് ഉറപ്പുള്ള 1000 പൊട്ടൻഷ്യൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ബാങ്ക് വിത്ത് ആൻസേഴ്സ്. ഓൺലൈൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇനി വീട്ടിൽ നിന്ന് നേരെ കോളേജിലേക്ക്. കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിൽ ഇനി ഇംഗ്ലീഷ് അധ്യാപകരാകാം. യെസ്, കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ് നോട്ടിഫിക്കേഷനോടെ ആർസാമിസിന്റെ നേതൃത്വത്തിൽ പൾപിറ്റ് ഒരുക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച കോർ കോച്ചിങ് 6 മാസം കൊണ്ട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്നു. ഓരോ ഓക്സിനും തീം, സിംബൽസ്, കമ്പാരിസൺ, ക്യാരക്ടർ അനാലിസിസ് തുടങ്ങി 3 to 4 hours ഡീറ്റെയിൽഡ് ക്ലാസ്സസ്, 1-to-1 പേഴ്സണൽ ഡിസ്ക്രിപ്റ്റീവ് മെന്റർ സപ്പോർട്ട്. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന മെന്ററിന്റെ അണ്ടറിൽ വീക്ക്ലി 3 hours ലൈവ് റൈറ്റിംഗ് സെഷൻ, ഗ്രാമർ മിസ്റ്റേക്സ് ടു അനലിറ്റിക്കൽ സ്കിൽ ഡെവലപ്മെന്റ് ഉൾപ്പെടെ. എക്സാമിന് ചോദിക്കുമെന്ന് ഉറപ്പുള്ള 1000 പൊട്ടൻഷ്യൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ബാങ്ക് വിത്ത് ആൻസേഴ്സ്. ഹലോ എവ്രിവൺ, am I audible to you? കേൾക്കാമോ എന്നൊന്ന് പറയണേ. കേൾക്കാമോ, എന്നെ കാണാമോ, എന്തെങ്കിലും ഗ്ലിച്ചസ് ഉണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് പറയണേ. സോ പ്ലീസ് ലെറ്റ് മീ നോ. കേൾക്കാൻ പറ്റുന്നുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ക്ലാസ് കാണുന്നതിലോ കേൾക്കുന്നതിലോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. സോ ഒന്ന് ചാറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ക്ലാസ് തുടങ്ങാൻ പറ്റും. സോ പ്ലീസ് ലെറ്റ് മീ നോ വെദർ ഐ എം ഓഡിബിൾ ടു യു. കേൾക്കാമോ, കാണാമോ, ഓക്കെ ആണോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഓഡിബിൾ ആണോ എന്ന് പറയണേ. ഓക്കെ, സോ താങ്ക് യു. വിസ്മയ ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ് ബിഗിൻ ചെയ്യാം. ഓക്കെ, സോ ഇന്ന് ബിഫോർ വി ബിഗിൻ നിങ്ങളെല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. വെൽക്കം ടു പൾപിറ്റ്. ഇന്ന് Day 3 ആണ്.
കേരള PSCയുടെ ഏറ്റവും അധികം എല്ലാവരും ഇങ്ങനെ വളരെ ആൻഷ്യസ് ആയിട്ട് ഈഗർ ആയിട്ടൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന എക്സാമാണ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൗണ്ട് വർക്ക്, ഒരു പ്രിപ്പറേഷൻ ആണ് നമ്മൾ ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, സോ അതിനു വേണ്ടി പൾപിറ്റിന്റെ ക്ലാസ്സുകൾ ഒരു 5 ദിവസത്തേക്ക് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് വരുന്ന സ്കോളർഷിപ്പ് എക്സാം, അതിൽ ഏറ്റവും നന്നായി മാർക്സ് സ്കോർ ചെയ്യുന്ന ആദ്യം വരുന്ന ആളിന് ഈ ഒരു എൻറ്റയർ കോഴ്സ് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെ ആ ഒരു പ്രോമിസോട് കൂടിയാണ് നമ്മൾ ഈ ലൈവ് സെഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇന്ന് ഡേ 3 ആണ്. ഓക്കെ, എൻ്റെ പേര് അരുന്ധതി എന്നാണ്. നമ്മൾ എന്ത് ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് ലിംഗ്വിസ്റ്റിക്സിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ബിഫോർ വി ബിഗിൻ ഐ വുഡ് ലൈക്ക് ടു ടെൽ യു എന്താണ് ഈ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്ന പേപ്പറിന്റെ ഇമ്പോർട്ടൻസ്. നിങ്ങളിപ്പോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാകും, ലിംഗ്വിസ്റ്റിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ മുമ്പ് HSSTയുടെ ക്ലാസ്സസ് എടുക്കുന്ന സമയത്തും നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ്, ലിംഗ്വിസ്റ്റിക്സിന്റെ മാർക്സ് എന്ന് പറയുന്ന അഷ്വർഡ് മാർക്സ് ആണ്. ഓക്കെ, ബാക്കി പലതും ചിലപ്പോൾ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കാം, വേരിയസ് ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ടായിരിക്കും, വേറെ ഒരുപാട് ആൻസറിന് പോസിബിലിറ്റീസ് ഉണ്ടായിരിക്കാം. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷെ ലിംഗ്വിസ്റ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സയൻസ് പേപ്പർ പോലെയാണ്. നമ്മൾ 2+2 4 എന്ന് എഴുതുന്നു, നമുക്ക് മാർക്സ് കിട്ടുന്നു, അത്രേ ഉള്ളൂ. അത് തന്നെയാണ് ലിംഗ്വിസ്റ്റിക്സിന്റെയും ഒരു ഫോർമുല എന്ന് പറയുന്നത്. ഇഫ് യു റൈറ്റ് ദി റൈറ്റ് ആൻസർ, നമുക്ക് അവിടെ മാർക്സ് അതൊരു അഷ്വർഡ് മാർക്സ് ആണ്, നിങ്ങൾക്ക് ബാങ്ക് ചെയ്യാൻ പറ്റുന്ന മാർക്സ് ആണ്. ഒരു മാർക്ക് പോലും പുറത്തു പോകാതെ കംപ്ലീറ്റ് ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ലിംഗ്വിസ്റ്റിക്സിലെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇൻഫാക്ട് കഴിഞ്ഞ തവണയും ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ളൊരു ഏരിയ ആണ് നമ്മൾ ഇന്ന് ബിഗിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലിംഗ്വിസ്റ്റിക്സിന്റെ കാര്യത്തിൽ അതൊരു സർട്ടനിറ്റി ആണ്. ചോദിക്കുന്നുണ്ടെങ്കിൽ ആൻസർ പ്രോപ്പറായിട്ട് എഴുതാമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് അത്രയും മാർക്സ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ അവിടെ ഈ പറയുന്ന പോലെ ഒരു ഇന്റർപ്രിട്ടേഷന് പ്രോബ്ലം വരുന്നില്ല. ഇപ്പം വാട്ട് ഈസ് നേസൽ സൗണ്ട് എന്ന് ചോദിക്കുമ്പം അതിനൊരു ആൻസർ പ്രോപ്പറായിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മാർക്സ് പ്രോപ്പറായിട്ട് വീണോളും. ഓക്കെ, സോ വി ഡോണ്ട് ഹാവ് ടു തിങ്ക് അബൌട്ട് എനിത്തിങ് എൽസ്. ഓക്കെ, അതാണ് ലിംഗ്വിസ്റ്റിക്സിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കൂടുതൽ ഒരു എന്താ പറയാ, വിത്തൗട്ട് മച്ച് introduction, let us go to the class. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന topic is actually the growth of vocabulary. Okay, growth of vocabulary. See, growth of vocabulary, കഴിഞ്ഞ തവണയും ഞാൻ പറഞ്ഞില്ലേ, വാട്ട് ഇസ് ബ്ലെൻഡിങ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഗ്രോത്ത് ഓഫ് വൊക്കാബുലറി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഇത് വളരെ സിമ്പിൾ ആണ്. നമുക്ക് അധികം താമസിക്കാതെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് ഒന്ന് പോവാം. ഓക്കെ, സോ പഠിക്കാമോ? ആർ യു ഓൾ റെഡി? നമുക്ക് പഠിക്കാമോ? ഗ്രോത്ത് ഓഫ് വൊക്കാബുലറി എന്താണെന്നൊന്ന് നോക്കാമോ? പഠിച്ചാലോ? ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് the very first way of growth of vocabulary. Okay, so ഇതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എന്താണ് ഈ ഗ്രോത്ത് ഓഫ് വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ, നോക്കിയേ, നമ്മുടെ ഇംഗ്ലീഷ് ഉൾപ്പെടെ എല്ലാ ലാംഗ്വേജസിലും ഒരുപാട് വേർഡ്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന തന്നെ വേർഡ്സ് ഉപയോഗിച്ചിട്ടല്ലേ. എങ്ങനെയാണ് ഈ വേർഡ്സ് ഉണ്ടാവുന്നത്? That is what we deal in growth of vocabulary. Okay, ഒരാളിന്റെ vocabulary നല്ലതാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ what do we mean by that? ഒരാളിന് നല്ലൊരു വേർഡ് കളക്ഷൻ, അല്ലെങ്കിൽ അയാൾ ചൂസ് ചെയ്യുന്ന വേർഡ്സ് നല്ലതാണ്, he got a good collection of words, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഓരോ ഭാഷയ്ക്കും വേർഡ്സ് ഉണ്ടാവുന്നത്? സിൻസ് വി ആർ ടോക്കിംഗ് അബൌട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എങ്ങനെയാണ് വേർഡ്സ് ഫോം ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, പക്ഷേ ഓരോ കാര്യങ്ങളും ക്വസ്റ്റ്യൻ ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പോർഷൻ ഒരു വെയിറ്റേജ് ഉള്ളത്. ഓക്കെ, സി, നമ്മൾ ഇപ്പൊ നിങ്ങൾക്ക് യു മൈറ്റ് നോ, ഡോക്ടർ ജോൺസൺ ഡിക്ഷണറി കമ്പോസ് ചെയ്യുന്നത്
1755 ഓക്കെ. ഡോക്ടർ ജോൺസൺ ഡിക്ഷണറി കമ്പോസ് ചെയ്യുമ്പോൾ അന്ന് അദ്ദേഹം ലിസ്റ്റ് ചെയ്തത് ജസ്റ്റ് ഒരു 48,000 വേർഡ്സ് ഒക്കെ അന്ന് അദ്ദേഹം ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നിങ്ങളിപ്പം ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് മോർ ദാൻ 6 lakh വേർഡ്സ് ഉണ്ട്. ഓക്കെ, എങ്ങനെയാ അപ്പൊ ഈ വേർഡ്സ് ഫോം ചെയ്യുന്നേ? ഒന്ന് ആലോചിച്ച് നോക്കേ. ഇറ്റ്സ് എൻ ഇനോർമസ് ഗ്രോത്ത്. 1755 48,000 വേർഡ്സ് മാത്രമേ ഡോക്ടർ ജോൺസൺ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. പുള്ളി പിന്നെ കുറച്ച് ബയസ്ഡും കൂടിയാണ്. ഇഷ്ടമുള്ള വേർഡ്സ് ഒക്കെ ചേർക്കുള്ളൂ. ലോ ആണ് എന്ന് തോന്നുന്ന വേർഡ്സ് ഒന്നും ചേർക്കൂല. അങ്ങനെ ഒരു ബയസും കൂടി ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇനി അദ്ദേഹം അവോയ്ഡ് ചെയ്ത വേർഡ്സിന്റെ കൗണ്ട് എടുത്താലും ഇറ്റ് ഈസ് ജസ്റ്റ് ലെസ് ദാൻ 1 lakh. അപ്പോ എങ്ങനെയാണ് ഇപ്പൊ അതൊരു 6 lakh പ്ലസ് വേർഡ്സിലേക്ക് പോകുന്നേ? വാട്ട് ആർ ദ പ്രോസസ്സസ് ബിഹൈൻഡ് ഇറ്റ്? ഓക്കെ, ഓരോ വാക്കുകളും എങ്ങനെയാ ഉണ്ടാവുന്നേ, എന്താ അതിന് പിന്നിലുള്ള പ്രോസസ് എന്ന് പറയുന്നത്? ഓക്കെ, സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ. So the very first one that we have to deal with is called as onomatopoeia. Okay, so ആർക്കെങ്കിലും കമന്റ് ചെയ്യാമോ എന്താണ് ഈ onomatopoeia എന്നുള്ള വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്? Onomatopoeia. See, onomatopoeia is often considered as a source of language as well. ഓക്കെ, സോ നമ്മള് ലാംഗ്വേജിന്റെ ഒരു സോഴ്സ് ആയിട്ട് കൂടി കണക്കാക്കുന്ന ഒരു കാര്യമാണ് ഓണോമാറ്റോപിയ എന്ന് പറയുന്നത്. ഓക്കെ, സി നമ്മളിപ്പോ ലാംഗ്വേജ് എങ്ങനെ ഒറിജിനേറ്റ് ചെയ്തു എന്ന് പലരും ചോദിക്കുമ്പോൾ അതിൽ പറയുന്ന ഒരു തിയറിയാണ് ഓണോമാറ്റോപിയ. എന്താ ഈ ഓണോമാറ്റോപിയ എന്ന് പറഞ്ഞാൽ, സി ലെറ്റ്സ് ഗോ ബാക്ക് ടു some years back, million years back. അന്ന് നമ്മുടെ ഈ ആൻസെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ സിവിലൈസേഷൻ വരുന്നതിന് ഒരുപാട് മുന്നേ എങ്ങനെയായിരിക്കും ഈ ഭാഷ ഒറിജിനേറ്റ് ചെയ്തിട്ടുണ്ടാവുക? അന്ന് അവരുടെ ഏക സോഴ്സ് എന്ന് പറയുന്നത് നേച്ചറാണ് അല്ലെ. നേച്ചറിൽ കേൾക്കുന്ന ശബ്ദങ്ങളൊക്കെ അവർ ഇമിറ്റേറ്റ് ചെയ്യും. അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്താണ് എന്തുണ്ടാവുന്നത്? വേർഡ്സ് ഉണ്ടായതെന്നാണ് ഒരു തിയറി പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ ഈ onomatopoeia എന്ന് പറഞ്ഞാൽ? ഇമിറ്റേഷൻ ഓഫ് നാച്ചുറൽ സൗണ്ട്സ്. ഓക്കെ, സോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇമിറ്റേഷൻ ഓഫ് നാച്ചുറൽ സൗണ്ട്സ്. അതിനെയാണ് onomatopoeia എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഈ കാര്യം പറഞ്ഞത് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് കുഞ്ഞുങ്ങൾ എങ്ങനെയാ ലാംഗ്വേജ് പഠിക്കുന്നതെന്നൊന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, സി നമ്മൾ അവർക്ക് എങ്ങനെയാ ഒരു ഡോഗിനെ പരിചയപ്പെടുത്തി കൊടുക്കുക? ബൗ 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 അങ്ങനെ പറയുന്ന ഡോഗാന്ന് പറയും. ഓക്കെ, മിയാവ് എന്ന് വിളിക്കുന്ന ക്യാറ്റ് ആണെന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, സി നമ്മളപ്പോ അവിടെ എന്താ ചെയ്യണേ? ഒരു ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ നേച്ചറുമായിട്ട് ബിലോങ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ശബ്ദത്തിനെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത് പതിയെ അത് എന്തായിട്ട് മാറും? ഒരു വേർഡായിട്ട് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾക്ക് ഒരുപക്ഷെ കൂടുതൽ ഈ ശബ്ദം കേൾക്കാൻ പറ്റുമായിരിക്കും. കുക്കു. ഓക്കെ, വൈ ഡു വി കോൾ ഹർ അ കുക്കു? എന്തുകൊണ്ടാണ് നമ്മൾ അവളെ കുക്കു എന്ന് വിളിക്കുന്നത്? ഇറ്റ്സ് ബേസിക്കലി ബിക്കോസ് അത് കൂ കൂ എന്ന ശബ്ദം ഉണ്ടാക്കുന്ന കൊണ്ടാണ് നമ്മൾ അതിനെ കുക്കു എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പൊ onomatopoeiaയുടെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് കുക്കു എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് onomatopoeia then? ഇമിറ്റേഷൻ ഓഫ് നാച്ചുറൽ സൗണ്ട്സ്. നമുക്ക് ചുറ്റുമുള്ള നേച്ചറിന്റെ പല തരത്തിലുള്ള സൗണ്ട്സിനെ മനുഷ്യൻ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് വേർഡ്സ് ഒറിജിനേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് കോൾഡ് onomatopoeia. ഓക്കെ, സോ ഇംഗ്ലീഷ് ലാംഗ്വേജില് ഏറെക്കുറെ വേർഡ്സ് എല്ലാം ഒറിജിനേറ്റ് ചെയ്തതിന് പിന്നിലെ പ്രോസസ് എന്ന് പറയുന്നത് onomatopoeia ആണ്. ഓക്കെ, സോ ദിസ് ഈസ് വൺ ഓഫ് ദി ക്രൂഡസ്റ്റ് മെത്തേഡ്, മേ ബി ആൻ ഓൾഡസ്റ്റ് മെത്തേഡ്. ഏറ്റവും പഴയ മെത്തേഡ് എന്ന് വിളിക്കാം, നമുക്ക് ക്രൂഡസ്റ്റ് മെത്തേഡ് എന്ന് വിളിക്കാം. പക്ഷെ ഒരുപാട് വേർഡ്സ് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു സംഗതിയാണ് onomatopoeia എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈസ് ദാറ്റ് ക്ലിയർ ടു യു? കേൾക്കാമോ? മനസ്സിലാകുന്നുണ്ടോ? ഇസ് ഇറ്റ് ഓക്കെ? ഒന്ന് കോമെന്റ് സെക്ഷനിൽ പറയണേ. ഇസ് ഇറ്റ് ഓക്കെ? ക്ലിയർ ആവുന്നുണ്ടോ? പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ, സോ onomatopoeia is one of the oldest way in which the words are formed. Okay, we imitate the natural sounds. അങ്ങനെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്ത് കുറെ അധികം വേർഡ്സ് എവിടെ വന്നിട്ടുണ്ട്? ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇൻഫാക്ട് ഇൻ ഓൾ ദി ലാംഗ്വേജസ് ഓഫ് ദി വേൾഡ്. ഓക്കെ, സോ ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ചെയ്യണേ. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് അപ് ടു ഹിയർ? ഓക്കെ ആണ്? ഓക്കെ, ഇനി നമുക്ക്
ഈ ഒനോമാറ്റോപോയിക്കകത്ത് ഒരു പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കാത്ത കുറച്ച് കാര്യങ്ങളും കൂടി ഞാനൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പം സേ ഫോർ എക്സാമ്പിൾ നോക്കിയേ, ലാറ്റിൻ വേർഡ് ബാർബാരസ്. ഓക്കെ, ഈ വേർഡ് വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ. ഹാവ് യു എവർ ഹേർഡ് സംതിങ് റിലേറ്റഡ് വിത്ത് ബാർബാരസ്? ഇംഗ്ലീഷിലൊരു വാക്കില്ലേ ബാർബാരസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത്? ഏതാ വേർഡ്? ഒന്ന് കമന്റ് ചെയ്തേ. ബാർബാരസ്, ബാർബാരസ്. Where do we use that word? നമ്മൾ എങ്ങനെ പറയുമ്പോഴാണ് ഈ ബാർബാരസ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. Where do we use that? ബാർബാരസ് എവിടെയാ പറയുന്നത് ബാർബാരസ് എന്ന്? ഓക്കെ, so you might have heard ഇംഗ്ലീഷിൽ we often say barbarian. ഓക്കെ, സോ നമ്മള് ബാർബേറിയൻ എന്നൊരു വേർഡ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ബാർബേറിയൻ. സോ ഇതെങ്ങനെയാ വന്നതെന്നറിയോ? ഇതിന് പിന്നില് ഒരു കഥയുണ്ട്. ഓക്കെ, നൗ ബൈ ദ വേ, ബാർബേറിയൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? ബാർബേറിയൻ is someone whom we often call as uncivilized, അല്ലെ? കൾച്ചർ അങ്ങനെ ഇല്ലാത്ത അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള അൺകൗട്ട് ആയിട്ടുള്ള ആൾക്കാരെ ഒക്കെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? ഹീസ് എ ബാർബേറിയൻ. ഓക്കെ, വിച്ച് മീൻസ് ഹീസ് വെരി അൺസിവിലൈസ്ഡ്, നന്നായിട്ട് പെരുമാറാൻ അറിയില്ല, ഹീസ് എ ബാർബേറിയൻ എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, സോ ഇത് എങ്ങനെയാ വന്നതെന്നറിയാമോ? ഇത് ആക്ച്വലി റോമൻ പീപ്പിൾ അല്ലേ, റോമൻസ് ഇവര് ഇങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ദേ കം അക്രോസ് എ നമ്പർ ഓഫ് ഫോറിൻ ട്രൈബ്സ്. ഓക്കെ, ഈ ഫോറിൻ ട്രൈബ്സിന്റെ ലാംഗ്വേജ് ഉണ്ടോ റോമൻസിന് മനസ്സിലാകുന്നു? ദേ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ദിയർ ലാംഗ്വേജ്. അപ്പം അവരുടെ ഈ നമ്മള് ബാഹുബലിയില് വില്ലന്റെ ഭാഷയെ പറയത്തില്ലേ, കിലികിലി ഭാഷ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. എക്സാക്ട്ലി അങ്ങനെയല്ല, ബട്ട് സ്റ്റിൽ നമ്മൾ ബാഹുബലിയിൽ ഈ പറയുന്ന വില്ലൻ സംസാരിക്കുന്ന ഭാഷയുടെ ഒരു ടങ് ഇല്ലേ, അത് നമുക്ക് മനസ്സിലാവത്തില്ല. വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മച്ച്. പക്ഷെ അത് അവർക്ക് കമ്മ്യൂണിക്കേഷന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഭാഷയാണ് താനും. ഓക്കെ, സോ അങ്ങനെ റോമൻസ് ഇങ്ങനെ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ദേ കം അക്രോസ് എ നമ്പർ ഓഫ് ഫോറിൻ ട്രൈബ്സ്. ഇവര് സംസാരിക്കുന്ന ഭാഷ അവർക്ക് മനസ്സിലാവില്ല. So they often refer to those languages as barbarous, barbarous. Okay, it's a barbarous tongue. അവർക്ക് മനസ്സിലാകാത്തോണ്ട് അത് ബാർബാരസ് ആണ്. മനസ്സിലായോ? സോ ഇങ്ങനെ ഫോറിൻ ട്രൈബ്സിന്റെ ഭാഷ മനസ്സിലാകാണ്ട് പോയ റോമൻസ് ആണ് ബാർബാരസ് എന്ന് പറയുന്ന ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓവർ എ പീരീഡ് ഓഫ് ടൈം എന്ത് സംഭവിച്ചു? ബാർബാരസ് എന്ന് പറയുന്ന വേർഡ് ബാർബേറിയൻ ആയിട്ട് മാറി. ഓക്കെ, സോ നൗ വി അസോസിയേറ്റ് ദാറ്റ് വിത്ത് അൺകൗട്ട്, അൺസിവിലൈസ്ഡ്, എ പേഴ്സൺ ഹു ഇസ് നോട്ട് വെൽ പോളിഷ്ഡ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ബാർബേറിയൻ എന്ന് പറയാറുണ്ട്. ഓക്കെ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് അപ് ടു ഹിയർ? ഓക്കെ ആണോ? ഓക്കെ, so please let me know, did you understand how the word barbarian came into being? എങ്ങനെയാണെന്ന് മനസ്സിലായോ? അവര് ഇപ്പം വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ, ഇപ്പം ഫോറിൻ ലാംഗ്വേജിന് റോമൻസിന് മനസ്സിലാവാത്ത ഫോറിൻ ട്രൈബ് നമ്മുടെ തിലകൻ സ്ഫടികത്തിൽ പറയുന്ന പോലെ ബബ്ബ. ഓക്കെ, സോ ബബ്ബ ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവരതിനെ ബാർബാരസ് എന്ന് വിളിച്ചത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഹൗ ബാർബേറിയൻ കെയിം ഇൻ ടു ബീയിങ്. ഇസ് ദാറ്റ് ക്ലിയർ? മനസ്സിലായോ? ബാർബേറിയൻ എങ്ങനെ വന്നു എന്ന് മനസ്സിലായോ? അതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കില്ല. പക്ഷെ എങ്ങനെയാണ് ഒരു ഇമിറ്റേഷൻ ഓഫ് സൗണ്ട് ഒരു വേർഡിനെ ഒറിജിനേറ്റ് ചെയ്യുന്നത് എന്ന് കാണിക്കാനാണ് ആ എക്സാമ്പിൾ പറഞ്ഞത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കാത്ത മറ്റൊരു കാര്യം ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടായിരിക്കാം. ഓക്കെ, സി there are like words which are starting with FL. Okay, FL എന്ന് പറയുന്നതിനേക്കാളും we can say that words which are starting with the consonants f and l. Okay, so f and l എന്ന് പറയുന്ന കോൺസണൻസ് ഉണ്ടല്ലോ, f, l. Okay, സി നിങ്ങൾ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാല് ഈ ഫ ആൻഡ് ല വെച്ച് തുടങ്ങുന്ന കുറേ വേർഡ്സ് ഇറ്റ് ഈസ് സ്റ്റേറ്റിംഗ് സം കൈൻഡ് ഓഫ് എ ഹറി. ഓക്കെ, ഒരു ധൃതിയിൽ പോകുന്ന കുറെ കാര്യങ്ങൾ, ഹറി, പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ നമ്മൾ FL വെച്ച് നമ്മൾ അതിനെ പറയാറുണ്ട്. ഓക്കെ, സോ ദിസ് ക്യാൻ ബി ഓൾസോ എ റീസൺ ഫോർ ഓണോമാറ്റോപോയിയ. ഓക്കെ, അങ്ങനെ ഞാൻ കുറച്ച് വേർഡ്സ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, സി FL വെച്ച് നമ്മൾ പറയുന്നതാണ് ഫ്ലൈ, ഫ്ലൈ. ഓക്കെ,
The bird is flying. എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ fly? Because it's something that is happening very quickly. ഭയങ്കര പെട്ടെന്ന് സംഭവിക്കുന്നതല്ലേ? Fly. Okay. The candle is flickering. Flickering. പെട്ടെന്ന് ഇങ്ങനെ ആണെന്നും ചിമ്മിയൊക്കെ നിൽക്കുക. Flickering. Okay. So we say flicker. Now പെട്ടെന്ന് ഒരു ഇടിയും മിന്നലും വന്നു. There was a flash of lightning. Flash of lightning. Okay. അപ്പൊ അവിടെ എന്ത് വന്നു? ഫ്ലാഷ് വന്നു. കണ്ടോ? അപ്പോ FL എന്ന് പറയുന്ന കോൺസണൻസ് ചേർന്ന് വരുന്ന പല വേർഡ്സും they show something in a state of hurry. ഇമിറ്റേഷൻ ആയിരിക്കാം, പെട്ടെന്ന് സംഭവിക്കുന്നത് അവർ ആ ഒരു സൗണ്ട് പാറ്റേൺ വെച്ച് റിക്കഗ്നൈസ് ചെയ്തുകൊണ്ടായിരിക്കാം. ക്ലിയർ ആവുന്നുണ്ടോ? സോ ദാറ്റ് ഇസ് ഫ്ലാറ്റർ. ടാനിയ പറയുന്നുണ്ട് ഫ്ലാറ്റർ, fly, flicker, flash of lightning, etc. Okay. So അങ്ങനെയാണ് FL വരുന്നത്. ഇനി ആലോചിച്ച് നോക്കിയേ, മറ്റൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാമേ. We have some other words like ST വെച്ച് തുടങ്ങുന്ന കുറച്ച് വേർഡ്സ് എനിക്ക് പറഞ്ഞു തന്നെ. സംതിങ് ദാറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ST വെച്ച് തുടങ്ങുന്ന കുറച്ച് വേർഡ്സ് പറഞ്ഞു തന്നെ. നിങ്ങൾ നോക്കുവാണെങ്കിൽ ST വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പല വേർഡ്സും സ്റ്റെബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ST, okay? So the words which are starting with ST normally communicate something called a stability. Okay? പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ ഞാൻ കുറച്ച് വേർഡ്സ് പറഞ്ഞുതരാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്റ്റാഗ്നന്റ്. ഓക്കെ, നമ്മൾ എന്തിനാ സ്റ്റാഗ്നന്റ് എന്ന് പറയുന്നത്? കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനെയാണ് സ്റ്റാഗ്നന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എനിത്തിങ് ദാറ്റ് ഇസ് നോട്ട് ഇൻ എ മോഷൻ, അങ്ങനെ കിടക്കും. ദ വാട്ടർ ഇസ് സ്റ്റാഗ്നന്റ്. വാട്ട് ഡസ് ദാറ്റ് മീൻ? അത് മൂവ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ST വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കുറേ വേർഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് തന്നെ പറയാം. രജനി പറയുന്നുണ്ട് സ്റ്റാൻഡ്, സ്റ്റേജ്, സ്റ്റേബിൾ, സ്റ്റാഗ്നന്റ്, ഓക്കെ, സ്റ്റെഡ്ഫാസ്റ്റ്. അപ്പോ മൂവ്മെന്റ് ഇല്ലാതെ ഉറച്ചു നിൽക്കുന്ന പല വേർഡ്സും നമ്മൾ എന്തുകൊണ്ടാ ബിഗിൻ ചെയ്തിരിക്കുന്നത്? ST കൊണ്ടാണ് ബിഗിൻ ചെയ്തിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ സ്റ്റെബിലിറ്റി കാണിക്കാൻ സ്റ്റേജ് ഉണ്ട്, സ്റ്റാഗ്നന്റ് ഉണ്ട്, സ്റ്റാൻഡ് ഉണ്ട്, ഓക്കെ, സ്റ്റെഡ്ഫാസ്റ്റ് ഉണ്ട്. സോ ഇങ്ങനെ തുടങ്ങുന്ന പല വേർഡ്സും. വെരി ഗുഡ്. സ്റ്റാച്യു, സ്റ്റേച്ചർ, ഓക്കെ. സോ ഇതെല്ലാം എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? STയുമായിട്ട് റിലേറ്റഡ് ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലായോ? പിടികിട്ടിയോ? സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് പ്രോസസ് ഓഫ് എന്താണ്? ഓണോമാറ്റോപ്പിയ. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് പ്രോസസ് ഓഫ് ഗ്രോത്ത് ഓഫ് വൊക്കാബുലറി. ക്ലിയർ ആണോ? ഫസ്റ്റ് പ്രോസസ് ഓക്കെ ആണോ? നമ്മൾ ഇത്രേ പറഞ്ഞുള്ളൂ, ഇത്രയും മാത്രമേ പറഞ്ഞുള്ളൂ. എന്താ പറഞ്ഞത്? വി said that അതെ അഭിരാമി സ്റ്റെപ്പ് പറയുന്നുണ്ട്, സ്റ്റക്ക് പറയുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, സോ എന്താ അപ്പം നമ്മൾ ഇത്രേ പറഞ്ഞുള്ളൂ. ദ വെരി ഫസ്റ്റ് പ്രോസസ് വിച്ച് ഇസ് ദ സോഴ്സ് ഓഫ് ലാംഗ്വേജ് വേർഡ് ഫോർമേഷൻ ഈസ് ഓണോമാറ്റോപ്പിയ, where you imitate the natural sound. ഇനി കുറച്ച് ഓണോമാറ്റോപിക് വേർഡ്സ് പറഞ്ഞേ. ബസിംഗ്, ഹിസിംഗ്, cuckoo. Okay, so these are all examples for onomatopoeia. Clear ആണോ ഇത്രയും? Shall we move to the next slide? Okay ആണോ? Onomatopoeia okay ആണോ? Done? Okay? Yeah? Okay, so let's go to the next slide. ഇത് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. Now, let's look at the second step in growth of vocabulary, and that is ചേഞ്ച് ഓഫ് മീനിങ്. ഓക്കെ, ഇനി ഒരു ലാംഗ്വേജില് വേർഡ്സ് ഫോം ചെയ്യുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പ്രോസസ് ആണ് ചേഞ്ച് ഓഫ് മീനിങ്. ഓക്കെ, എന്താണ് ഈ ചേഞ്ച് ഓഫ് മീനിങ് എന്ന് പറഞ്ഞാൽ? അങ്ങനെയൊക്കെ സംഭവിക്കോ? അതായത് ഒരു വാക്കിന് പണ്ട് 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 വേറൊരു അർത്ഥമായിരുന്നു, പക്ഷെ ഇപ്പൊ അതിന്റെ മീനിങ് മാറിപ്പോയി. അങ്ങനെ സംഭവിക്കോ? ഇസ് ദാറ്റ് എ സോഴ്സ് ഫോർ ദി ഗ്രോത്ത് ഓഫ് വൊക്കാബുലറി? അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ടോ? സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ നമ്മുടെ ഒരു ലാംഗ്വേജില് വേർഡ്സ് ഗ്രോ ചെയ്യുന്നതിന്റെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ആണ് ചേഞ്ച് ഓഫ് മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വേർഡിന്റെ മീനിങ് മാറുമ്പോ അത് മറ്റൊരു വേർഡായിട്ട് മാറുമല്ലേ ചെയ്യുന്നത്? അപ്പോൾ there occurs a change of meaning, there occurs a growth in the vocabulary. ഓക്കെ, സോ നമുക്ക് അതിനെ കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ? താങ്ക് യു ടാനിയ, താങ്ക് യു. ഓക്കെ, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം.
See, in Shakespeare's time, there was a word called as pedant. Okay, ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ഷേക്സ്പിയറിന്റെ ടൈമില് there was a word called as pedant. Okay, pedant എന്നുള്ള വേർഡിന് അന്ന് അർത്ഥം സ്കൂൾ മാസ്റ്റർ എന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, so what is he doing? He is a pedant. Okay, നിങ്ങൾ ഷേക്സ്പിയറിനോട് ചോദിക്കുകയാണ് what is Chacomash? Okay, what is Chacomash doing? He would have answered that Chacomash is a pedant. Okay, pedant എന്നുള്ള വാക്കിന് അന്നത്തെ അർത്ഥം സ്കൂൾ മാസ്റ്റർ എന്നേ ഉണ്ടായിരുന്നുള്ളൂ. Okay, it just meant school master. Okay, സ്കൂൾ മാസ്റ്റർ എന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നെ എന്ത് സംഭവിച്ചു എന്നറിയോ? ഓവർ എ പീരീഡ് ഓഫ് ടൈം ഈ പെഡന്റ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം മാറി വന്നു. ഓക്കെ, അതിന്റെ അർത്ഥം ഇങ്ങനെ മാറി വന്നു. ടഫ് കുക്കി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇല്ല, ഇത് രണ്ടും രണ്ടാണ്. സെമാൻറ്റിക് ഷിഫ്റ്റ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സെമാൻറ്റിക് ഷിഫ്റ്റ് ആണ്, മീനിങ്ങിൽ വന്ന ചേഞ്ച് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ചെറിയ വ്യത്യാസമുണ്ട് രണ്ടും തമ്മിൽ. ഓക്കെ, സോ പെഡന്റ് വൺസ് മെന്റ് സ്കൂൾ മാസ്റ്റർ. പക്ഷെ നമ്മളിപ്പം പെഡന്റ് എന്നുള്ള വാക്ക് എവിടെയാ യൂസ് ചെയ്യുന്നത്? ഓ, ഹീ ഈസ് എ പെഡന്റ്. അപ്പൊ അത്ര പോസിറ്റീവ് ടേം അല്ല. എന്താ ഇപ്പോഴത്തെ പെഡന്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം? someone who is showing off his knowledge. Okay, എന്തിനെ കുറിച്ചെങ്കിലും അറിവുണ്ടെങ്കിൽ ആ നോളജിനെ ഭയങ്കരമായിട്ട് ഷോ ഓഫ് ചെയ്യുന്ന ഒരാളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? pedant എന്ന് വിളിക്കാം. Okay, oh, he is a pedant. Okay, he is very pedantic. What does that mean? It means that he is excessively showing off his knowledge. Okay, he is excessively displaying his possession of knowledge. Clear ആവുന്നുണ്ടോ? സി, എങ്ങനെ മീനിങ് മാറിയെന്ന്? ആദ്യം ഒരു സ്കൂൾ മാസ്റ്റർ എന്ന് മാത്രമേ അർത്ഥം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഓവർ ആ പീരീഡ് ഓഫ് ടൈം പെഡന്റ് എന്നുള്ള വേർഡിന്റെ അർത്ഥം എന്തായിട്ട് മാറി? എ പേഴ്സൺ ഷോയിങ് ഓഫ് നോളജ് എന്നായിട്ട് മാറി. ഓക്കെ, എന്തിനെ കുറിച്ചെങ്കിലും നോളജ് ഉണ്ടാവുക, അതിനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് എക്സിബിറ്റ് ചെയ്യുക, അങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇപ്പോ പെഡന്റ് എന്ന് വിളിക്കാം. ഓക്കെ, സോ മേ ബി പണ്ടത്തെ സ്കൂൾ മാസ്റ്റേഴ്സ് ഒക്കെ ഇച്ചിരി ഷോയിങ് ഓഫ് ആയിരുന്നിരിക്കും. ഓക്കെ, അവിടെ നിന്നായിരിക്കും ഈ ചേഞ്ച് സംഭവിച്ചിട്ട് എന്തായിട്ട് മാറിയിട്ടുണ്ടാവുക? പെഡാന്റിക് എന്നുള്ളൊരു വേർഡ് പെഡന്റ് എന്നുള്ളൊരു വേർഡിലേക്കൊക്കെ മാറിയിട്ടുണ്ടാവുക. ഓക്കെ, സോ ഇസ് ദാറ്റ് ക്ലിയർ? മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ ആണോ? പെഡന്റ് എന്താന്ന് മനസ്സിലായോ? പ്രോസസ് ഓക്കെ ആണോ? ചേഞ്ച് ഓഫ് മീനിങ് ക്ലിയർ ആയോ? ഇസ് ദാറ്റ് ഓൾ റൈറ്റ്? ഗുഡ് ടു ഗോ? ഒന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ ആണോ? ഇസ് ദാറ്റ് ഫൈൻ? ഓക്കെ, യാ. ഇനി നമുക്ക് മറ്റൊരു വേർഡ് നോക്കാം. മാനുഫാക്ചർ. മാനുഫാക്ചർ. ഓക്കെ, സോ നമ്മൾ എന്തിനാ ഇപ്പം മാനുഫാക്ചർ എന്ന് വിളിക്കുന്നത്? Where do we say this manufacture? നമ്മൾ മാനുഫാക്ചർ എന്ന് പറയുന്നത് ഇപ്പോ we say that it's a manufactured one. ഇപ്പോ മാനുഫാക്ചറിന്റെ അർത്ഥം എന്താ? മെഷീൻ മെയ്ഡ് എന്നാണ് അർത്ഥം. ഓക്കെ, ഇറ്റ്സ് എ മാനുഫാക്ചറിങ് ഹബ്, ഇറ്റ്സ് എ മാനുഫാക്ചേർഡ് വൺ. അങ്ങനെ പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ദാറ്റ് ഇസ് സംതിങ് വിച്ച് ഇസ് മെയ്ഡ് ഔട്ട് ഓഫ് എ മെഷീൻ. മെഷീൻ മെയ്ഡ് ആണെന്നാണ് അർത്ഥം. ഓക്കെ, പക്ഷേ പണ്ട് മാനുഫാക്ചർ എന്നുള്ള വാക്കിന്റെ അർത്ഥം സംതിങ് ദാറ്റ് ഇസ് മെയ്ഡ് ബൈ ഹാൻഡ് എന്നായിരുന്നു. നോക്കിയേ എങ്ങനെ മീനിങ് വ്യത്യാസപ്പെട്ടു എന്ന് നോക്കൂ. എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ട് മാറിയല്ലേ? പണ്ട് the word manufacture meant something that you make by hand. ഓക്കെ, കൈകൊണ്ട് ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ മാനുഫാക്ചർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ മാനുഫാക്ചർ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്തായിട്ട് മാറി? We often associate that with industry. We associate that with machines. ഓക്കെ, ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പോപ്പുലർ വേർഡ് ഇല്ലേ? അത് ഞാൻ പറഞ്ഞു തരട്ടെ. We often say villain. വില്ലൻ. ഓക്കെ, വില്ലൻ ഇത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ? പണ്ട് വില്ലൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് സിംപ്ലി മെന്റ് എ സിംപിൾട്ടൺ, മേ ബി എ പെസന്റ്. ഓക്കെ, സോ ഒരു പാവപ്പെട്ട ഒരാള് പെസന്റ് എന്നോ അല്ലെങ്കിൽ ഒരു സിമ്പിൾ മാൻ എന്നോ ഒക്കെ പറയുന്ന രീതിയിലാണ് നമ്മൾ വില്ലൻ എന്നുള്ള വേർഡ് യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, ബട്ട് വാട്ട് ഇസ് മെന്റ് ബൈ എ വില്ലൻ നൗ? ഇപ്പൊ നമ്മൾ വില്ലൻ എന്ന് ആലോചിക്കുമ്പോ ആരാ?
ആന്റഗോണിസ്റ്റ് ഓഫ് എ ഫിലിം, ആന്റഗോണിസ്റ്റ് ഓഫ് എ നോവൽ. ഓക്കെ, ഒരു കൊടൂര വില്ലൻ എന്നൊക്കെയാണ് നമ്മളിപ്പോ പറയാ അല്ലെ. സോ വൈ അങ്ങനെ എന്തിനാ നമ്മൾ പറയുന്നത്? ബിക്കോസ് ദ മീനിങ് ഹാസ് ചേഞ്ച്ഡ്. ഓക്കെ, സോ പണ്ടൊരു സിംപിൾട്ടൺ, മേ ബി ഒരു പെസന്റ് എന്നൊക്കെ മീനിങ്ങിൽ യൂസ് ചെയ്തിരുന്ന വേർഡ് ഇന്നൊരു ആന്റഗോണിസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റോറിയിലെയോ ഫിലിമിലെയോ അല്ലെങ്കിൽ എന്റെ ലൈഫിലെ വില്ലൻ അവനാണ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. സോ ദ മീനിങ് ഹാസ് ചേഞ്ച്ഡ് എ ലോട്ട്. ഓക്കെ, അപ്പൊ ഇതിന് നമ്മളിപ്പോ 3 എക്സാമ്പിൾസ് പറഞ്ഞു. പെഡന്റ് പറഞ്ഞു, വി ടോക്ഡ് അബൌട്ട് മാനുഫാക്ചർ, വി ടോക്ഡ് അബൌട്ട് വില്ലൻ ആസ് വെൽ. ഓക്കെ, ഒരു വേർഡും കൂടി പറഞ്ഞു തരാം ഞാൻ. ഓക്കെ, ഐ വിൽ ടെൽ യു അബൌട്ട് വൺ മോർ വേർഡ് ആൻഡ് ദാറ്റ് ഈസ് റാഡിക്കൽ. ഓക്കെ, എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്താണ് ഈ റാഡിക്കൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്ന്? ക്യാൻ someone tell me what is the meaning of radical? That's a radical ideology. He's a radical philosopher. ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലടാ. എന്താണ് ഈ റാഡിക്കൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് റാഡിക്കൽ? ഒന്ന് പറഞ്ഞു തന്നെ എനിക്ക്. റാഡിക്കൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? കോമന്റ് ചെയ്യൂ, ഞാനൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ ഇങ്ങനെ വെയിറ്റ് പண்றேன். ഓക്കെ, നോക്കിയിട്ട് പറയൂ എന്താണ് റാഡിക്കൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്ന് പറയൂ. വാട്ട്സ് ദ മീനിങ് ഓഫ് റാഡിക്കൽ? പറഞ്ഞേ, കോമന്റ് ചെയ്തേ റാഡിക്കൽ എന്താണ്? വാട്ട് ഈസ് റാഡിക്കൽ? ഒന്ന് പറഞ്ഞേ. ടാനിയ പറയുന്നുണ്ട് റാഡിക്കൽ എക്സ്ട്രീമിസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ വാട്ട് ഇസ് റാഡിക്കൽ? എന്താ ഈ റാഡിക്കൽ എന്ന് പറഞ്ഞാ? ഓക്കെ, സീ someone who is different from the conventional ideas അല്ലെ. ഇപ്പൊ നമ്മൾ റിബൽ എന്നൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്. എന്ന് വെച്ചാൽ ഒരു എക്സിസ്റ്റിംഗ് ട്രഡീഷനിൽ നിന്ന് മാറി നടക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ റാഡിക്കൽ എന്ന് വിളിക്കുക. ഓക്കെ, സോ സം പീപ്പിൾ സേ ദാറ്റ് ഹി ഈസ് എ റാഡിക്കൽ ഫിലോസഫർ. എന്ന് വെച്ചാൽ അതുവരെ അക്സെപ്റ്റഡ് ആയിട്ടുണ്ടായിരുന്ന ഫിലോസഫിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരാളിനെയാണ് റാഡിക്കൽ എന്ന് വിളിക്കുക. ഓക്കെ, ചിന്തിച്ചു നോക്കൂ, പണ്ട് നമുക്ക് ചിലപ്പോൾ സതിയൊക്കെ ആക്സെപ്റ്റബിൾ ആയിരുന്നിരിക്കും. ഓക്കെ, സോ ഇൻഫാക്ട് രാജാറാം മോഹൻ റോയ് ഒക്കെ സതീനെ എതിർത്തപ്പോ അദ്ദേഹത്തിന് ചിലപ്പം കുറെ ആൾക്കാര് ഹീസ് എ റാഡിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, സോ someone who is deviating from the conventional path, അതിനെയാണ് നമ്മൾ റാഡിക്കൽ എന്ന് വിളിക്കുക. ഓക്കെ, പക്ഷെ ശരിക്കും ഈ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോടാ? പണ്ട് റാഡിക്കൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം റൂട്ട് എന്നായിരുന്നു. ഓക്കെ, സോ റാഡിക്കൽ മെന്റ് റൂട്ട്, ബേസ് ഓഫ് സംതിങ്, thorough, അങ്ങനെ പല മീനിങ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ earlier the word radical meant root of something, base of something, a thorough study of something. Okay, അങ്ങനെയുള്ളതിനെയാണ് Tanya is giving a beautiful example. Kamala Das was a radical writer. Of course, she was iconoclast എന്ന് പറയാം, നമുക്ക് revolutionary എന്ന് പറയാം. See why Kamala Das was a radical? അത് പറയാൻ പോയാൽ എൻ്റെ ഒരു സെഷൻ അതിന്റെ പിന്നാലെ പോവും. പക്ഷെ നമുക്ക് തൽക്കാലത്തേക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് വരിക. So what is the meaning of radical? Radical എന്നുള്ള വാക്കിന്റെ ശരിക്കുള്ള മീനിങ് റൂട്ട് എന്നായിരുന്നു. ഓക്കെ, എന്ന് വെച്ചാൽ the root of something, the very basic thing of something. പിന്നെ എപ്പോഴാണ് ഈ മീനിങ് ചേഞ്ച് സംഭവിച്ചെന്നറിയോ? ഒരു സമയമായപ്പോ ചർച്ചിന്റെ ചില കാര്യങ്ങളോട് പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായി. ഓക്കെ, പണ്ടത്തെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇംഗ്ലണ്ടിലൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ റെഫർമേഷൻ ഒക്കെ അറിയാമായിരിക്കുമല്ലോ. അപ്പൊ ഒരു സമയത്ത് ചർച്ചിന്റെ പല ആക്ഷൻസിനോടും ഒത്തുപോകാൻ പറ്റാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായി. ഓക്കെ, അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ they made a thorough study of Bible. ഓക്കെ, ബൈബിൾ ആണല്ലോ റിപ്പോസിറ്ററി ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത്. സോ അവര് ബൈബിളിനെ നന്നായിട്ട് വായിക്കാൻ തുടങ്ങി. എന്നിട്ട് ചർച്ചിന്റെ ഈ പ്രാക്ടീസസിനെ ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെ ചർച്ചിന്റെ ഈ പ്രാക്ടീസസിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയ ആൾക്കാരെ പതിയെ റാഡിക്കൽസ് എന്ന് വിളിക്കാൻ തുടങ്ങി. ഓക്കെ, സോ ദാറ്റ് ഇസ് ഹൗ റെവല്യൂഷണറി എന്നുള്ള വേർഡിലേക്ക് നമ്മൾ വരുന്നത്. അങ്ങനെയാണ്, മനസ്സിലാവുന്നുണ്ടോ? സോ മേ ബി അതിൻ്റെ ഒരു കണക്ഷൻ എങ്ങനെയായിരിക്കും? ബൈബിളിന്റെ റൂട്ട് വരെ പോയി നന്നായി പഠിച്ച ആൾക്കാര്, അങ്ങനെ പഠിച്ചിട്ടാണ് അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അല്ലെ.
അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോ പതിയെ പതിയെ അവർക്ക് എന്ത് വിളിക്കാൻ തുടങ്ങി? റാഡിക്കൽ എന്ന് വിളിക്കാൻ തുടങ്ങി. മനസ്സിലായോ? സോ ദാറ്റ് ഇസ് ഹൗ ദ വേർഡ് കെയിം ടു ഹാവ് ദ ന്യൂ മീനിങ്. ക്ലിയർ ആണോ ഇത്? ചേഞ്ച് ഓഫ് മീനിങ് മനസ്സിലായോ? പെഡന്റ് ഓക്കെ ആണോ? വി ഡിസ്കസ്ഡ് അബൌട്ട് മാനുഫാക്ചർ, വില്ലൻ, റാഡിക്കൽ എക്സെട്ര. ഓക്കെ ആണോ ഇതുവരെ? ഒന്ന് പറയണേ, താഴെ കോമെന്റിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ. പ്ലീസ് ടെൽ മീ വെദർ ഇറ്റ് ഇസ് ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഇസ് ദിസ് ക്ലിയർ? ഇതുവരെ ഓക്കെ ആണോ? ഇസ് ദാറ്റ് ഓക്കെ? ക്ലിയർ ആണോ ഇതുവരെ? ഓൾ ഗുഡ്? Rajni says fine. What about others? Okay ആണോ? Shall we go to the next one? Okay, so ഇതുവരെ ഇപ്പൊ നമ്മൾ എത്ര മെത്തേഡ്സ് പഠിച്ചു? We talked about onomatopoeia. We talked about the change of meaning. ഇനി നമുക്ക് മൂന്നാമത്തതിലേക്ക് പോവാം. Okay? Come on, നമുക്ക് മൂന്നാമത്തതിലേക്ക് പോവാം. ഈസിയസ്റ്റ് വൺ, ഡെറിവേഷൻ. ഓക്കെ, ഇംഗ്ലീഷ് ലാംഗ്വേജില് ഏറ്റവും അധികം വേർഡ്സ് ഫോം ചെയ്ത മെത്തേഡാണ് ഡെറിവേഷൻ ഓർ affixation. ഓക്കെ, എന്താണ് ഈ ഡെറിവേഷൻ? വാട്ട് ഇസ് ഇറ്റ് മെന്റ് ബൈ ഡെറിവേഷൻ? affixation. എന്താ ഈ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ, see, this process has contributed to a number of words in English language. Okay, നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന വേർഡ്സിൽ പകുതിയും കോൺട്രിബ്യൂട്ട് ചെയ്തത് ഈ പറയുന്ന പ്രോസസ് ആണ്, which is called derivation. Okay, see, എന്താ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും വേണ്ട, അതിനകത്ത് തന്നെ ഉണ്ട് ഡെറിവേഷൻ എന്താണെന്ന്. ഓക്കെ, ഡെറിവേഷൻ മീൻസ് ടു ഡിറൈവ്. ഓക്കെ, ടു ഡിറൈവ്. ഓക്കെ, ടു ഡിറൈവ് വേർഡ്സ് എന്നർത്ഥം. ഓക്കെ, affixation എന്നും വിളിക്കാറുണ്ട് നമ്മളെ. ഓക്കെ, സോ നമ്മളെയല്ല, ആ പ്രോസസ്സിനെ affixation എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, സോ കാണാതെ പഠിക്കേണ്ട യാതൊരുവിധ ആവശ്യം അവിടെ വരുന്നില്ല. ബിക്കോസ് ഡെറിവേഷൻ സിംപ്ലി മീൻസ് ടു ഡിറൈവ് വേർഡ്സ്. അങ്ങനെ ഡിറൈവ് ചെയ്താൽ പോരല്ലോ, എവിടുന്ന് ഡിറൈവ് ചെയ്യും? ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഡിറൈവ് വേർഡ്സ്. പക്ഷെ എവിടുന്ന് ഡിറൈവ് ചെയ്യും? ടു ഡിറൈവ് ഫ്രം ദി എക്സിസ്റ്റിംഗ് വേർഡ്സ്. ഓക്കെ, ഏത് വേർഡ്സ് ആണോ എക്സിസ്റ്റ് ചെയ്യുന്നത് അതിലൊന്ന് ഡിറൈവ് ചെയ്തെടുക്കാം. ഓക്കെ, സോ ഐ വിൽ ഷോ യു ആൻ എക്സാമ്പിൾ. നോക്കിക്കേ, ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് ദ വേർഡ് ഹാപ്പി. ഓക്കെ, കോമൺ എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. ഹാപ്പി ഉണ്ട്, നോക്കിക്കേ, ഹാപ്പി. ഓക്കെ, നൗ ഈ ഹാപ്പിയുടെ ഫ്രണ്ടിലേക്ക് ഐ എം ആഡിങ് എ പ്രിഫിക്സ് UN എന്ന് പറയുന്ന ഒരു പ്രിഫിക്സിനെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, നൗ ഹാപ്പി വാസ് ദ വേർഡ്. ആ ഹാപ്പിയുടെ ഫ്രണ്ടിലേക്ക് ഞാൻ UN എന്ന് പറയുന്ന ഒരു പ്രിഫിക്സ് ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇപ്പൊ വേർഡ് എന്തായി പോയി? ഇറ്റ് ഹാസ് ബിക്കം അൺഹാപ്പി. എത്ര പെട്ടെന്ന് സന്തോഷത്തോടെ ഇരുന്ന ഒരു വാക്കിനെ ഞാൻ പിടിച്ച് സങ്കടത്തിലൊക്കെ ആക്കിയെ നോക്കിക്കേ. ദിസ് പ്രോസസ് ഇസ് കോൾഡ് ഇസ് ഡെറിവേഷൻ. ക്ലിയർ ആയോ? ഇതിനെയാണ് നമ്മൾ ഡെറിവേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒരു എക്സിസ്റ്റിംഗ് വേർഡിന്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ ബാക്കിലോ ഒരു പ്രിഫിക്സോ സഫിക്സോ ആഡ് ചെയ്ത് നമ്മൾ ഒരു പുതിയ വേർഡിനെ ഡിറൈവ് ചെയ്ത് എടുക്കുന്നതിനെയാണ് ഡെറിവേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇതേ ഹാപ്പിയിലേക്ക് ഞാൻ NESS എന്ന് പറയുന്ന മറ്റൊരു സഫിക്സ് ആഡ് ചെയ്ത് കൊടുത്തു. ഇത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ഫ്രണ്ടിൽ വരുന്ന ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രിഫിക്സ് എന്ന് വിളിക്കുക. ഓക്കെ, ആൻഡ് ഇൻഫ്ലെക്ഷൻസ് വിച്ച് വി ആഡ് ടു ദി എൻഡ് ഓഫ് എ വേർഡ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സഫിക്സ് എന്ന് വിളിക്കുക. ഓക്കെ, നൗ അപ്പൊ എന്ത് പറ്റി? ഹാപ്പിയുടെ കൂടെ വെൻ ഐ ആഡഡ് NESS അതെന്തായി മാറി? ഹാപ്പിനെസ് ആയിട്ട് മാറി. ഓക്കെ, സോ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഐ എം റൈറ്റിംഗ് ചൈൽഡ്. ഓക്കെ, നൗ ഐ ആഡ് HOOD to it. എന്തായി? ചൈൽഡ്ഹുഡ് ആയി. ഓക്കെ, നൗ ഐ റൈറ്റ് ചൈൽഡിന്റെ കൂടെ ഐ എം ആഡിങ് ISH. ചൈൽഡിഷ് ആയി പോയി. മനസ്സിലാവുന്നുണ്ടോ? നൗ I add REN to it. It became children. Okay, so happy unhappy ആക്കാൻ നമുക്ക് ചൈൽഡ്ഹുഡിനെ ചൈൽഡിഷ് ആക്കി മാറ്റാം, ചിൽഡ്രൻ ആക്കി മാറ്റാം. There are endless possibilities. Okay, so ഈ പറയുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡെറിവേഷൻ എന്ന് വിളിക്കുന്നത്. Okay, to derive new words from the existing words. എക്സിസ്റ്റ് ചെയ്യുന്ന വേർഡ്സിൽ നിന്ന്
പുതിയ വേർഡ്സ് ഡിറൈവ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡെറിവേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, വൈ അതിനെ നമ്മൾ എന്തിനാ അഫിക്സേഷൻ എന്ന് വിളിക്കുന്നത്? ഒന്നെങ്കിൽ വി ഹാവ് ടു ആഡ് എ പ്രിഫിക്സ്, അല്ലെങ്കിൽ വി ഹാവ് ടു ആഡ് എ സഫിക്സ്. ഓക്കെ, ഒരു പ്രിഫിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സഫിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ വി ഗെറ്റ് എ നമ്പർ ഓഫ് വേർഡ്സ്. ഓക്കെ, അതിനൊരു നല്ല എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരട്ടെ. സി, there was a morpheme called word. ഓക്കെ, ലാറ്റിനില് വേർട്ട് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട്. ഓക്കെ, എന്താണ് ഈ വേർട്ടിന്റെ മീനിങ് എന്ന് അറിയാമോ? വേർട്ട് മീൻസ് ടേൺ ഇൻ ലാറ്റിൻ. ഓക്കെ, ലാറ്റിനില് വേർട്ട് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ടേൺ എന്നാണ്. ഓക്കെ, ഈ പറയുന്ന വേർഡിൽ നിന്ന് എത്ര വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്നറിയോ? കമന്റ് ചെയ്തേ ഒന്ന്. വേർഡ് സഫിക്സ് ആക്കി വെച്ചിട്ട് എത്ര വേർഡ്സ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും എന്നൊന്ന് കമന്റ് ചെയ്തേ. പ്ലീസ് ടെൽ മീ, എന്തൊക്കെ വേർഡ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? വേർഡിൽ നിന്ന് എന്തൊക്കെ വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റും? വേർഡ് ഒരു സഫിക്സ് ആക്കി വെച്ചിട്ട് how many words can be formed? Okay, so word is the Latin word which means turn. Okay, word എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡ് ആണ്, and it means turn. Okay, so എത്ര വേർഡ്സ് ഫോം ചെയ്യാൻ പറ്റും നമുക്ക്? ദേ രജനി പറഞ്ഞു introvert. Very good. Introvert. We can say revert. We can say extrovert. Ambivert. We can say pervert. Pervert എന്ന് പറയാറുണ്ട് നമ്മള്. കൺവേർട്ട് ഉണ്ട്. ഓക്കെ, സിലുക്ക് നമ്മള് ആ ഒരു സിനിമയിൽ ആ ചേട്ടൻ പറയുന്ന പോലെ പെർവേർട്ട് ഉണ്ട്, കൺവേർട്ട് ഉണ്ട്, ഇൻട്രോവേർട്ട് ഉണ്ട്, എന്താണ് എക്സ്ട്രോവേർട്ട് ഉണ്ട്, ആംബിവേർട്ട് ഉണ്ട്, റിവേർട്ട് ഉണ്ട്. ഒരുപാട് വേർഡ്സ് നമുക്ക് അങ്ങനെ ഫോം ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, ആകെപ്പാട് നമുക്കൊരു സഫിക്സേ ഉള്ളൂ. ആ ഒരു സഫിക്സ് വെച്ച് വി ആർ ഡിറൈവിംഗ് ഇന്യൂമറബിൾ വേർഡ്സ് ഫ്രം ഹിയർ. ക്ലിയർ ആയോടാ? അപ്പം ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡെറിവേഷൻ എന്ന് വിളിക്കുക. ദേ രജനി സബ് വേർഡ് പറയുന്നുണ്ട്. വെരി ഗുഡ്. ടാനിയൻ പറയുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, സോ ഈ പറയുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡെറിവേഷൻ, അഫിക്സേഷൻ എന്നൊക്കെ വിളിക്കുക. ക്ലിയർ ആണോ? ഇസ് ദിസ് ഓക്കെ? ഇതുവരെ ഓക്കെ ആണോ? മനസ്സിലായോ? ഡെറിവേഷൻ എന്താണെന്ന് പിടികിട്ടിയോ? ഇസ് ദാറ്റ് ഓക്കെ? ക്ലിയർ ആണോ? ഓക്കെ, ഒരു കാര്യം കൂടി ഡെറിവേഷനെ കുറിച്ച് പറയാനുണ്ട്. എന്താണെന്നറിയോ? ഇപ്പം സേ ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഹാപ്പിനെ അൺഹാപ്പി ആക്കി മാറ്റിയപ്പോഴേ ഹാപ്പി വാസ് ചേഞ്ച് ടു അൺഹാപ്പി. ഓക്കെ, ഹാപ്പിയുടെ വേർഡ് ക്ലാസ് എന്താ? വാട്ട് ഇസ് ദി വേർഡ് ക്ലാസ് ഓഫ് ഹാപ്പി? ഹാപ്പിയുടെ വേർഡ് ക്ലാസ് എന്താ? വേർഡ് ക്ലാസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? പാർട്സ് ഓഫ് സ്പീച്ചിനെയാണ് വേർഡ് ക്ലാസ്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലേ? സോ ഹാപ്പി ഇസ് വാട്ട്? ഹാപ്പി ഒരു നൗൺ ആണോ, verb ആണോ, adjective ആണോ, adverb ആണോ? വാട്ട് ഇസ് ഹാപ്പി? ഹാപ്പി എന്താ? വാട്ട് ഇസ് ഹാപ്പി? ഹാപ്പി ഒരു adjective ആണോ അതോ verb ആണോ? വാട്ട് ഇസ് ഹാപ്പി? ഹി ഈസ് എ ഹാപ്പി മാൻ. ഓക്കെ, സോ വാട്ട് ഇസ് ഹാപ്പി ദേർ? ഹാപ്പി എന്തായിട്ട് ആക്ട് ചെയ്യുന്നേ? adjective ആണേ. നൗ ഞാനിവിടെ UN ചേർത്തത് കൊണ്ട് അത് അൺഹാപ്പി ആയിട്ട് മാറി. ഓക്കെ, ഇനി അൺഹാപ്പി എന്ന് പറയുന്നത് ഒരു adjective ആണല്ലോ. ഓക്കെ, അപ്പം ഹാപ്പിയും ഒരു adjective ആണ്. UN ചേർക്കുമ്പോൾ അത് എന്തായിട്ട് മാറി? അൺഹാപ്പി ആയിട്ട് മാറി, which is again an adjective. ഓക്കെ, അപ്പൊ അവിടെ എന്ത് സംഭവിച്ചില്ല? വേർഡ് ക്ലാസ് മാറിയില്ല. ഒരു adjective അടുത്തൊരു adjective ആയിട്ട് തന്നെ മാറി. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, ഹാപ്പി എന്ന് പറയുന്ന വേർഡിനെ ഞാൻ ഹാപ്പിനെസ് ആക്കി മാറ്റുമ്പോ എന്ത് സംഭവിക്കും? അതിലും എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, ഇപ്പം സേ ഫോർ എക്സാമ്പിൾ വർക്കർ എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ വർക്ക് എന്ന് പറയുന്ന വേർഡ്. ഓക്കെ, സോ വർക്ക് ഇസ് എ വെർബ് അല്ലെ? വർക്ക് എന്ന് പറയുന്നത് ഒരു വെർബ് ആണ്. ഓക്കെ, ഈ വർക്ക് എന്ന് പറയുന്ന വെർബിൽ നിന്ന് ഞാൻ ER എന്ന് പറയുന്ന സഫിക്സ് ആഡ് ചെയ്ത് ഐ ഫോംഡ് എ വേർഡ് വർക്കർ. ഓക്കെ, സോ വർക്ക് എന്ന് പറയുന്ന വേർഡിന്റെ ER എന്ന് പറയുന്ന സഫിക്സ് ആഡ് ചെയ്ത് ഐ ഫൗണ്ട് വാട്ട് ഇസ് കോൾഡ് വർക്കർ. ഓക്കെ, രണ്ടിന്റെയും വേർഡ് ക്ലാസ് സിമിലർ ആണോടാ? വർക്ക് ഒരു verb ആണ്.
വർക്കർ ഒരു നൗൺ അല്ലേ? ആലോചിച്ച് നോക്കിയേ. വർക്ക് ഒരു verb ആണ്. വർക്കിനെ നമുക്ക് നൗൺ ആയിട്ടും പ്രസന്റ് ചെയ്യാം. ബട്ട് ഇഫ് ഐ സേ ദാറ്റ് ഹി ഈസ് ഗോയിങ് ടു വർക്ക്, ഓക്കെ, അദ്ദേഹം വർക്ക് ചെയ്യാൻ പോവാണ്, ഹി ഈസ് ഗോയിങ് ടു വർക്ക്, അങ്ങനെ പറയുമ്പോൾ വർക്ക് ഒരു verb ആണ്. ഓക്കെ, ആ വെർബിന്റെ കൂടെ ER ചേർക്കുമ്പോൾ എന്തായിട്ട് മാറി? വർക്കർ ആയിട്ട് മാറി, വിച്ച് became a noun. ഓക്കെ, അപ്പോ ഡെറിവേഷണൽ അഫിക്സസിന് രണ്ട് രീതിയിൽ മാറ്റം സംഭവിപ്പിക്കാം. എന്താ? ഒന്ന്, they maintain the class. adjective ആയിട്ട് തന്നെ നിൽക്കും, noun ആയിട്ട് തന്നെ നിൽക്കും, verb ആയിട്ട് തന്നെ നിൽക്കും. അല്ലെങ്കിൽ they can change the class as well. ഓക്കെ, അവർക്ക് വേർഡിന്റെ ക്ലാസ്സിനെ ചേഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഉണ്ട്. ഓക്കെ, സോ ക്ലിയർ ആണോ ഇതുവരെ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് അപ് ടു ഹിയർ? ഇതുവരെ ഓക്കെ ആണോ? ഒന്ന് കമന്റ് ചെയ്യണേ. 3 എണ്ണം കഴിഞ്ഞു ഇപ്പൊ നമ്മൾ മെൻഷൻ ചെയ്തിട്ട്. വി ഡിസ്കസ് 3. ഒന്ന് ഏതാണ്? Onomatopoeia, which is the imitation of natural sounds. We talked about the changes in meaning, and then we talked about the process called as derivation, which is contributing to a humongous growth of vocabulary. Like കുറേ അധികം വേർഡ്സ് എവിടെ നിന്ന് ഫോം ചെയ്യുന്നുണ്ട്? ഡെറിവേഷനിൽ നിന്ന് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്തതിലേക്ക് പോയാലോ? ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പ്രിഫിക്സസ്, അഫിക്സസ്, കൺവേർഷൻ, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഇതുവരെ പഠിച്ചതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് കൺവേർഷൻ. ഓക്കെ, ഇതൊരു ഐറണിയാണ്. സത്യത്തിൽ ഐറണി അല്ല, ആക്ച്വലി നമുക്കത് ഐറണി ആയിട്ട് തോന്നുന്നതാണ്. ഓക്കെ, see, conversion is also called zero derivation. അതെന്താടാ zero derivation? കൺവേർഷൻ, സീറോ ഡെറിവേഷൻ. എന്താ അതിന്റെ അർത്ഥം? അത് ഡെറിവേഷണൽ അഫിക്സസിന് ഒരു പ്രിഫിക്സിനെ കൊടുത്താലേ പുതിയൊരു വേർഡ് ആക്കി മാറ്റാൻ പറ്റും, അല്ലെ? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. വെൻ വി ഡിസ്കസ്ഡ് ദ പ്രോസസ് ഓഫ് ഡെറിവേഷൻ, ഡെറിവേഷൻ എന്താ ചെയ്യുന്നേ? ഒരു പ്രിഫിക്സിനെ സ്പോൺസർ ചെയ്യും. ആ പ്രിഫിക്സ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പുതിയൊരു വേർഡ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എന്നാൽ പ്രിഫിക്സും സഫിക്സും ഒന്നും കൊടുക്കാതെ പുതിയ വേർഡ് ഫോം ചെയ്യാൻ പറ്റുമോ? സക്കീർ ഭായിക്ക് പറ്റും. അങ്ങനെ ഒരാളുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് കൺവേർഷൻ ടെക്നിക്. ഓക്കെ, ഒരു പ്രിഫിക്സും വേണ്ട, ഒരു സഫിക്സും വേണ്ട, കറക്റ്റ് ആയിട്ട് മറ്റൊരു വേർഡ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്നെന്ന് തോന്നിക്കുന്ന, രണ്ടെന്ന് തോന്നിക്കുന്ന ഒരാൾ. ഓക്കെ, ഞാൻ പറയുമ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, now listen to me. Okay, he gave me a present. Okay, he gave me a present. I am presenting a novel today. I am presenting a novel today. Okay, I am presenting a novel today. Okay, അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? നോക്കിയേ, ഇവിടെ എന്താ സംഭവിച്ചത്? He gave me a present. ഫസ്റ്റ് സെന്റൻസില് പ്രസന്റ് എന്ന് പറയുന്നത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നേ? നൗൺ ആയിട്ടല്ലേ ആക്ട് ചെയ്യുന്നേ? ഹി ഗേവ് മീ അ പ്രസന്റ്, അല്ലെ? ഹി ഗേവ് മീ അ പ്രസന്റ് എന്നാണ് പറയുന്നത്. സോ ഇവിടെ പ്രസന്റ് ഇസ് ആക്ടിങ് ആസ് എ നൗൺ. ഓക്കെ, അവൻ എനിക്കൊരു പ്രസന്റ് തന്നു. ഓക്കെ, സോ ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എ നൗൺ ഹിയർ. രണ്ടാമത്തെ സെന്റൻസ് നോക്കിയടാ. I am presenting a novel today. I am presenting a novel today. അപ്പൊ ഇവിടെ എന്തായി പോയി? ഇതേ വേർഡ് ഇവിടെ verb ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു verb ആയിട്ടാണ് ആരിവിടെ ആക്ട് ചെയ്യുന്നത്? പ്രസന്റ് ആക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? പിടികിട്ടിയോ? അപ്പൊ എന്ത് സംഭവിച്ചു? സെയിം വേർഡ് ഡിഫറെന്റ് മീനിങ്ങും അല്ല, അതെ, സെയിം വേർഡ് ഡിഫറെന്റ് മീനിങ്ങും ആണ്. സെയിം വേർഡ് തന്നെ രണ്ട് വേർഡ് ക്ലാസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുവാണ്. കണ്ടോ? ഡെറിവേഷനിൽ എന്താ ചെയ്യുന്നത്? നമ്മള് പ്രിഫിക്സോ സഫിക്സോ കൊടുത്തിട്ടാണ് നമ്മൾ വേർഡ്സിനെ മാറ്റുക. പക്ഷെ ഇവിടെ പ്രിഫിക്സും സഫിക്സും ഒന്നും ആഡ് ചെയ്യാതെ തന്നെ നമുക്കൊരു പുതിയ വേർഡ് ഫോം ചെയ്യാൻ പറ്റും. അതൊരു ചെറിയ ടെക്നിക്കാണ്. എന്താ സംഭവിച്ചേ? ഇവിടെ പ്രസന്റ് എന്ന് പറയുന്ന വേർഡിന് ഇറ്റ് ക്യാൻ ആക്ട് ആസ് എ നൗൺ, ഇറ്റ് ക്യാൻ ആക്ട് ആസ് എ വേർബ് ആസ് വെൽ. ഓക്കെ, വേർബ് ആയിട്ടും ആക്ട് ചെയ്യാൻ പറ്റും, നൗൺ ആയിട്ടും ആക്ട് ചെയ്യാൻ പറ്റും. മറ്റൊരു വാക്ക് നമുക്ക് പറഞ്ഞു നോക്കാം. ലെറ്റ്സ് സേ എ ഡിഫറെന്റ് വേർഡ്.
മറ്റൊരു വാക്ക് പറയാം. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ അത് പറയുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും അത്. ഓക്കെ, സോ ലിസൺ ടു മീ. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ദർ ഇസ് എ വേർഡ് കോൾഡ് പാർക്ക്. പാർക്ക് എന്നൊരു വേർഡ് ഇല്ലേ? വാട്ട് ആർ ദ പോസിബിൾ മീനിങ്സ് ഫോർ പാർക്ക്? പാർക്ക് എന്ന് പറയുന്ന വേർഡിന്റെ പോസിബിൾ മീനിങ്സ് എന്തൊക്കെയാണെന്നൊന്ന് കമന്റ് ചെയ്തേ. പ്ലീസ് ലെറ്റ് മീ നോ വാട്ട് ആർ ദ പോസിബിൾ മീനിങ്സ് ഓഫ് ദ വേർഡ് പാർക്ക്. പാർക്കിന്റെ പോസിബിൾ മീനിങ്സ് എന്താ? ഒന്ന് കമന്റ് ചെയ്തേ. പ്ലീസ് ലെറ്റ് മീ നോ വാട്ട് ആർ ദ പോസിബിൾ മീനിങ്സ് ഓഫ് പാർക്ക്. ഓക്കെ, പാർക്ക് എന്നുള്ള വാക്കിന്റെ മീനിങ്സ് ഒന്ന് പറഞ്ഞേ. പ്ലീസ് ഒന്ന് പറയൂ. പാർക്ക് എന്തൊക്കെ പോസിബിൾ മീനിങ്സ് ഉണ്ട്? നമ്മൾ എവിടെയൊക്കെയാ പാർക്ക് എന്ന് പറയാ? വാട്ട് ആർ ദ പോസിബിൾ മീനിങ്സ് ഓഫ് പാർക്ക്? എക്സാക്ട്ലി. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ഹി വെന്റ് ടു ദ പാർക്ക്. ഓക്കെ, ഹി വെന്റ് ടു ദ പാർക്ക്. ഇവിടെ പാർക്ക് എന്തായിട്ട് ആക്ട് ചെയ്യുന്നടാ? Park is acting as a noun here. Okay, he went to the park, maybe a children's park, maybe an amusement park, etc. Right? അപ്പൊ ഇവിടെ he went to the park എന്ന് പറയുമ്പോൾ it is acting as a noun. Okay, now രണ്ടാമത് ഞാൻ പറയാണ് he parked the car. Okay, he parked the car. അപ്പൊ എന്താ സംഭവിച്ചു? നേരത്തെ പറഞ്ഞ നൗൺ എന്ന് പറയുന്ന വേർഡ് ഇവിടെ എന്തായിട്ടാ ആക്ട് ചെയ്യുന്നേ? വേർബ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പിടികിട്ടിയോ? അപ്പൊ ഇവിടെ എന്താ? ഇക്കോണമി വൈസ് ഭയങ്കര നല്ലതാ, ഒരു ചെലവുമില്ല. ഒരേ വേർഡ് തന്നെ വേർബ് ആയിട്ടും നൗൺ ആയിട്ടും ഒക്കെ എന്ത് ചെയ്യും? ആക്ട് ചെയ്തു എന്ന് വരും. ക്ലിയർ ആവുന്നുണ്ടോ? സോ ദിസ് ഈസ് കോൾഡ് ആസ് കൺവേർഷൻ. സീറോ ഡെറിവേഷൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതായത് സ്ട്രക്ചറൽ ചേഞ്ചസ് ഒന്നും തന്നെ സംഭവിക്കാതെ, വേർഡിന് ഒരു മാറ്റവും വരാതെ ഒരു വേർഡിനെ തന്നെ രണ്ടെണ്ണമായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് as conversion. Okay, so we have a number of examples. Object, object, object. Okay, so please move that object away. അവിടെ object ഒരു noun ആണ്. I object your honor. കോടതിയിൽ പറയുന്ന കേട്ടിട്ടില്ലേ? അവിടെ object എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? verb ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. Okay, so subject. I love this subject. I subject you to punishment. Okay, അപ്പൊ എന്താ? ഒരു noun ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്, verb ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. എന്നാ വേർഡിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഒരു ചേഞ്ചും ഇല്ലതാനും. ഓക്കെ, സോ ദാറ്റ് ഇസ് വൈ വി കോൾ ദിസ് ആസ് സീറോ ഡെറിവേഷൻ അല്ലെങ്കിൽ കൺവേർഷൻ. ക്ലിയർ ആയോ എന്ന് പറയണേ. ക്ലിയർ ആണെങ്കിലേ ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോകുന്നുള്ളൂ. ഇഫ് യു വോണ്ട് മീ ടു റിപ്പീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനും ഞാൻ റെഡിയാണ്. സോ ഇതിൽ സ്ട്രെസ് ഡിഫറൻസ് വരും, അതിപ്പോൾ തൽക്കാലം നോക്കണ്ട, നമ്മൾ സ്ട്രെസ് പഠിക്കുന്ന സമയത്ത് നമുക്കത് നോക്കാം. ഓക്കെ, അതായത് ഒരു വേർഡ് വേർബായിട്ട് ആക്ട് ചെയ്യുമ്പോഴും നൗൺ ആയിട്ട് ആക്ട് ചെയ്യുമ്പോഴും രണ്ട് രീതിയിലാണ് സ്ട്രെസ് വീഴുക. ഓക്കെ, സോ അത് നമുക്ക് വഴിയെ പഠിക്കാം, ഇപ്പൊ അത് നോക്കണ്ട. ഓക്കെ, ഇത് ക്ലിയർ ആണോ? അപ്പോൾ കൺവേർഷൻ മനസ്സിലായോ? ഒന്ന് കമന്റ് ചെയ്യണേ, എന്നാൽ മാത്രമേ ഞാൻ അടുത്തതിലേക്ക് പോകുന്നുള്ളൂ. ഓക്കെ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് അപ് ടു ഹിയർ? കൺവേർഷൻ ഓക്കെ ആണോ? ഡൗട്ട്സ് ഉണ്ടോ? കൺവേർഷൻ ക്ലിയർ ആണോ? ഓൾ ഗുഡ്? യാ, ഓക്കെ, ഫൈൻ. നൗ ലെറ്റ്സ് ഗോ ടു ദി നെക്സ്റ്റ് വൺ. അടുത്തത് നോക്കാം. ഇതും കൂടി നോക്കാം കേട്ടോ. ബോഡി പാർട്സ് ആസ് വേർബ്സ്. ഇതും എക്സാമ്പിൾ ആണ്. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ നമ്മള് യു ഫൂട്ട് മീ ലൈക്ക് എ സ്ട്രേഞ്ച് കർ. ഇങ്ങനെ ഒരു വരിയുണ്ട് ഒരു വർക്കില്, ഓർമ്മയുണ്ടോ? വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? യു ഫൂട്ട് മീ ലൈക്ക് എ സ്ട്രേഞ്ചർ കർ. ഓക്കെ, യു ഫൂട്ട് മീ ലൈക്ക് എ സ്ട്രേഞ്ചർ കർ. ഇത് ഷേക്സ്പിയറിന്റെ ING എൻഡ് വരുമ്പോൾ ഡെറിവേഷൻ അല്ലേ? അല്ല, അത് വേർഡ് ഫോർമേഷനിൽ വരുന്നതല്ല. ING നമ്മളൊരു വേർബിന്റെ കൂടെ ആഡ് ചെയ്ത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ING വരുമ്പോൾ വേർഡ് ഫോർമേഷൻ അല്ല കേട്ടോ, ING അതിൽ വരുന്നതല്ലേ കേട്ടോ. ഓക്കെ, യു ഫൂട്ട് മീ a stranger cur. യു ഫൂട്ട് മീ. ഓക്കെ, ഫൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? കാല്. യു ഫൂട്ട് മീ ലൈക്ക് എ സ്ട്രേഞ്ചർ cur. ഇത് ഷേക്സ്പിയറിന്റെ ഒരു ഫേമസ് ക്യാരക്ടർ പറയുന്നതാ. ഓക്കെ, ഷൈലോക്ക്. ഷൈലോക്ക് ഏതിലാ അപ്പിയർ ചെയ്യുന്നത്? ഇൻ വിച്ച് വർക്ക്? ഷൈലോക്ക് ഏത് ക്യാരക്ടറിലാ വരുന്നേ? ഏത് ഡ്രാമയിലാ ഷൈലോക്ക് അപ്പിയർ ചെയ്യുന്നേ? യു ഫൂട്ട് മീ ലൈക്ക് എ സ്ട്രേഞ്ചർ cur. ഓക്കെ, cur മീൻസ് ഡോഗ്.
ഏതിലാ വരുന്നേ? ഇൻ വിച്ച് വർക്ക് ഡു ഷൈലോക്ക് അപ്പിയർ? ഷൈലോക്ക് എവിടെയാണ് അപ്പിയർ ചെയ്യുന്നത്? ഏത് വർക്കിലാ? മർച്ചന്റ് ഓഫ് വെനസിലാണ് അല്ലെ. ഷൈലോക്ക് മർച്ചന്റ് ഓഫ് വെനസിൽ പറയുന്ന ഒരു ഫേമസ് ഡയലോഗ് ആണിത്. ഓക്കെ, എന്ന് വെച്ചാൽ ചവിട്ടി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫൂട്ട് ഇസ് എ നൗൺ. ഓക്കെ, സോ ഫൂട്ട് ഒരു നൗൺ ആണ്, പക്ഷെ ഇവിടെ അത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? വേർബ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ബോഡി പാർട്സ് ആക്ടിങ് ആസ് വേർബ്, അതാണ് ടു ഫൂട്ട്. ഓക്കെ, സോ ഹീസ് ഹെഡിങ് ദ ഫംഗ്ഷൻ. To head the function you must be efficient. Okay, നോക്കിയേ ഇതെല്ലാം nouns ആണ്. ഈ പറയുന്ന nouns ഒക്കെ എന്തായിട്ട് മാറുന്നുണ്ട്? verbs ആയിട്ട് മാറുന്നുണ്ട്. Okay, he elbowed his way. elbowed his way എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് തിരക്കുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെ നമ്മൾ ഞെരുങ്ങി തിരിങ്ങിയൊക്കെ പോകത്തില്ലേ, വഴി ഉണ്ടാക്കി പോകത്തില്ലേ, അതിനെയാണ് elbow എന്ന് പറയാം. Okay, so to elbow his way to the crowd, through the crowd എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. Okay, so ഇവിടെ noun എന്തായിട്ടാണ് മാറിയത്? verb ആയിട്ട് മാറി. പക്ഷെ there is no affix, there is no prefix, there is no suffix. Okay, economical in its most important sense. Okay, clear ആയോ? ഇതാണ് conversion. Okay, ഇനി yeah, conversion. This is very important. Syncopation. എന്താണ് ഈ syncopation എന്ന് പറഞ്ഞാൽ? What is syncopation? Okay, very important. പലപ്പോഴും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. വെരി ഇമ്പോർട്ടൻറ്റ്, സിൻകോപ്പേഷൻ. ഓക്കെ, എന്താണ് ഈ സിൻകോപ്പേഷൻ എന്ന് പറഞ്ഞാൽ? ശ്രദ്ധിച്ച് കേൾക്കണേ. സിൻകോപ്പേഷൻ, വാട്ട് ഇസ് സിൻകോപ്പേഷൻ? വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമ്മൾ ഒരു വേർഡില് സിലബിൾ എന്ന് വിളിക്കുന്നത് ആരെയാ? വവൽ സൗണ്ടിനെയാണ് അല്ലെ. ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ എങ്ങനെയാ സിലബിളിനെ മനസ്സിലാക്കുക? vowel sound ഏതാണോ അതിനെയാണ് നമ്മൾ syllable എന്ന് വിളിക്കുക. For the easiest technique. Okay, so for example, if I say for example doctor. Okay, so doctor എന്നൊരു വേർഡ് എടുക്കുകയാണെങ്കിൽ ഇവിടെ എത്ര syllables ഉണ്ട്? 2 syllables ഉണ്ട്. Why? Because we have 2 vowel sounds അല്ലെ. 2 vowel sounds ഉണ്ട്. ഒരു o ഉണ്ട്, പിന്നെ ഒരു വവൽ സൗണ്ടിന് ശേഷം ആര് വന്നു കഴിഞ്ഞാൽ വി ഡോണ്ട് പ്രൊനൗൺസ് ദാറ്റ്. അപ്പം ആ സൗണ്ടും ഉണ്ട് അല്ലെ. സോ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എവിടെയാ വരുന്നത്? സിലബിൾസിലാണ് വരുന്നത്. ഇനി സിലബിൾ എന്ന് പറഞ്ഞാൽ എന്താ? വവൽ സൗണ്ട്സിന്റെ സെഗ്മെന്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സിലബിൾസ് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി ഇവിടെ എന്തിനാണ് അത് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിൻകോപ്പേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ക്രൂരനായിട്ടുള്ളൊരു പ്രോസസ്സാണ്. Do you know why? Because syncopation എന്ത് ചെയ്യുമെന്ന് അറിയാമോ? vowel sounds അങ്ങ് കളയും. വെരി ക്രൂവൽ, റൈറ്റ്? അങ്ങനെ കളയാൻ പാടുമോ? ഓക്കെ, അപ്പൊ എന്താ? ഈ പറയുന്ന vowel soundsനെ അങ്ങ് കളയും. ഓക്കെ, എലീഡ് ചെയ്യും. എലൈഡ് ചെയ്യുക അല്ലെങ്കിൽ എലിഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ മാറ്റിക്കളയാന്നാണ് അർത്ഥം. ഓക്കെ, എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നേ? സീൻ കണക്റ്റഡ് സ്പീച്ച് നമ്മൾ ഒത്തിരി വേഗത്തിൽ സംസാരിച്ചു പോകുമ്പോഴേ ഇറ്റ് ഈസ് നാച്ചുറൽ ദാറ്റ് നമ്മൾ ചില സൗണ്ട്സ് വിട്ടുപോകും. ഓക്കെ, നമ്മൾ ചില സൗണ്ട്സ് വിട്ടുപോകും. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. അപ്പൊ സിൻകോപ്പേഷൻ വളരെ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഈ വാക്ക് നമ്മൾ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്? ഫാമിലി. ഓക്കെ, സോ ഈ വേർഡ് നമ്മൾ എങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് പറഞ്ഞു നോക്കേ. ഫാമിലി എത്ര സിലബിൾസ് ഉണ്ട്? ബൈ ദ വേ, എത്ര വവൽ സൗണ്ട്സ് ഉണ്ട് ഫാമിലിയിൽ? ഒന്ന് പറഞ്ഞേ. Tell me how many vowel sounds are there in family? ഫാമിലിയിൽ എത്ര vowel sounds ഉണ്ടെന്ന് പറഞ്ഞേ. Tell me how many syllables are there in family? ഫാമിലിയിൽ എത്ര vowel sounds ഉണ്ടെന്ന് പറഞ്ഞേ. എത്ര vowel sounds ഉണ്ട് ഫാമിലിയിൽ? Tell me. എത്ര syllables ഉണ്ടെന്ന് പറഞ്ഞേ. കോമന്റ് ചെയ്തേ. How many? എത്ര vowel sounds ഉണ്ട് പറഞ്ഞേ. ഐഡിയലി ചിന്തിക്കുവാണെങ്കിൽ 3 vowel sounds ഉണ്ട്. ഏതൊക്കെയാണ്? ആ സൗണ്ട് ഉണ്ട് അല്ലെ. ഫാമിലി, ആ സൗണ്ട് ഉണ്ട്. ഇവിടെ ഒരു vowel സൗണ്ട് ഉണ്ട്, ഇവിടെ ഒരു vowel സൗണ്ട് ഉണ്ട്. ഓക്കെ, സോ ഇതില് മൊത്തം എത്ര സിലബിൾസ് ഉണ്ട്? ഐഡിയലി 3 സിലബിൾസ് ഉണ്ട്. ഓക്കെ, ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മള് നോർമൽ കോൺവെർസേഷൻ ചെയ്യുമ്പോൾ how many of us say that I love my family? അങ്ങനെ പറയുന്ന എത്ര പേരുണ്ട്? We often say that I love my family. Okay, I love my family. Okay, ഇവിടെ എന്താ സംഭവിച്ചതടാ?
ഈ പറയുന്ന ഫാമിലിയില് ഫാമിലി, ഓക്കെ, ഇത് സിങ്കോപ്പേഷൻ ഒരു എക്സാമ്പിൾ ആണ്. എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാ ഈ കിടക്കുന്ന ഈ സൗണ്ടില്ലേ, ഇതിനെ നമ്മൾ അങ്ങ് കളയും. ആർക്ക് വേണം? അബാൻഡൻ ചെയ്യും. ഓക്കെ, നമ്മൾ വളരെ സ്പീഡിൽ സംസാരിക്കുമ്പോൾ ഈ പറയുന്ന ഈ സൗണ്ടിനെ നമ്മൾ അങ്ങ് ഡ്രോപ്പ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നേ? ദേ ഇവിടെ ഒരു കോൺസണന്റ് സൗണ്ട് കിടപ്പുണ്ട്, ഇവിടെ ഒരു കോൺസണന്റ് സൗണ്ട് കിടപ്പുണ്ട്. ഓക്കെ, സോ ദേ കം ടുഗെദർ. ഇത്രയേ ഉള്ളൂ സിങ്കോപ്പേഷൻ. ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ സിങ്കോപ്പേഷൻ. പേര് കേൾക്കുമ്പോൾ വളരെയധികം എന്തോ വലിയൊരു സംഗതിയാണെന്നൊക്കെ തോന്നും. ആള് വളരെ സിമ്പിൾ ആണ്, ഹമ്പിൾ ആണ്. ജാവയുടെ കാര്യം സാറ് പറഞ്ഞ പോലെ ഇത് വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ എന്താ സംഭവിച്ചേ? ഇവിടെ ഒരു വൗവൽ സൗണ്ട് ഉണ്ട്, വിച്ച് ഇസ് ദി ഇ സൗണ്ട്. ഈ ഈനെ നമ്മൾ എന്ത് ചെയ്യും? ഡ്രോപ്പ് ചെയ്യും. ഓക്കെ, സ്പീഡിൽ സംസാരിക്കുമ്പോൾ കണക്റ്റഡ് സ്പീച്ചിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ സൗണ്ടിനെ എന്ത് ചെയ്യും? ഡ്രോപ്പ് ചെയ്യും. ഓക്കെ, വിത്ത് ദി ഇഫക്റ്റ് ദാറ്റ് രണ്ട് കോൺസണന്റ് സൗണ്ട്സ് അടുത്തടുത്ത് വരും, വിച്ച് ആർ മ ആൻഡ് ല. ക്ലിയർ ആയോ? അപ്പൊ പ്രൊനൗൺസിയേഷൻ വരുമ്പോ എങ്ങനെയാ വരിക? ഫാമിലി എന്നായിരിക്കും. ട്രാൻസ്ക്രിപ്ഷൻ അല്ല ഞാൻ എഴുതുന്നത്, മനസ്സിലാകാൻ വേണ്ടിയാ എഴുതുന്നത്. പ്രൊനൗൺസിയേഷൻ വരുമ്പോ ഫാമിലി എന്നായിരിക്കും പ്രൊനൗൺസിയേഷൻ വരുന്നുണ്ടാവുക. ഓക്കെ, സോ ദിസ് ഇസ് അനദർ പ്രോസസ് ഓഫ് ഗ്രോത്ത് ഓഫ് വൊക്കാബുലറി. ആ പ്രോസസ് മനസ്സിലായോ? സിങ്കോപ്പേഷൻ എന്താന്ന് ക്ലിയർ ആയോ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് സിങ്കോപ്പേഷൻ? സിങ്കോപ്പേഷൻ എങ്ങനെ സംഭവിക്കുന്നതെന്ന് മനസ്സിലായോ? ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിലിട്ടെ. പ്ലീസ് ടെൽ മീ വെദർ ദാറ്റ്സ് ക്ലിയർ ടു യു. സിങ്കോപ്പേഷൻ ക്ലിയർ ആയോ എന്നൊന്ന് പറഞ്ഞേ. പ്ലീസ് ടെൽ മീ ഇൻ ദി ചാറ്റ് ബോക്സ്. സിങ്കോപ്പേഷൻ ഓക്കെ ആണോ നോക്കിയേ, ഒന്ന് പറയണേ. Please tell me whether that's fine. Syncopation clear ആയോ? So എന്താ syncopation? The vowel sound in the middle is often elided, like often deleted, with the effect that the two consonants are brought together. Okay? Vowel soundനെ കളഞ്ഞിട്ട് രണ്ട് കോൺസണൻസ് അടുത്തടുത്ത് വരുന്ന പ്രോസസ്സിനെയാണ് syncopation എന്ന് വിളിക്കുന്നത്. Okay? So please tell me whether that's clear. All good? Okay ആണോ അത്? Okay. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് പഴയ എക്സാമ്പിൾസ് പറഞ്ഞു തരാമേ. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ഈ വേർഡ് വൺസ്, വൺസ്. ഓക്കെ, ദിസ് ഇസ് എ വെരി ഓൾഡ് വേർഡ് വൺസ്. പക്ഷെ ഈ വേർഡ് നമ്മളിന്ന് യൂസ് ചെയ്യുന്നുണ്ട് വേറൊരു രീതിയിൽ. ഏത് വാക്കാന്ന് പറയാമോ? ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. വൺസ്, വൺസ്. ഓക്കെ, ONES, വൺസ്. ഈ വൺസിനെ നമ്മളിന്ന് വേറൊരു രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഏതാന്ന് പറയാമോ? Can you tell me what is that word? ഏതാന്ന് പറയാമോ? വൺസിനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും, ബട്ട് ഇൻ എ ഡിഫറെന്റ് സ്പെല്ലിംഗ്. ഏതാന്ന് പറയാമോ? Can you tell me? ഏതാന്ന് പറയാമോ? ഏതാ വേർഡ്? പറയൂ. We do use that word now. എങ്ങനെയാ? Exactly. ദേ രജനി പറഞ്ഞു once. ഓക്കെ, ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നോക്കിയേ. ചിലപ്പോൾ എക്സാമിന് സിങ്കോപ്പേഷൻ നിങ്ങൾക്ക് എക്സാമ്പിൾസ് ഒക്കെ എഴുതേണ്ടി വരും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. വാട്ട് ഹാപ്പൻഡ് ഹിയർ? ഈ പറയുന്ന വവൽ സൗണ്ട് ഇല്ലേ, ഇതിനെ നമ്മൾ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ആൻഡ് വിത്ത് ദി ഇഫക്റ്റ് ദാറ്റ് ന എന്ന് പറയുന്ന കോൺസണന്റ് സൗണ്ടും സ എന്ന് പറയുന്ന കോൺസണന്റ് സൗണ്ടും ദേ കെയിം ടുഗെദർ, ഗിവിംഗ് എ ന്യൂ വേർഡ് ആൻഡ് ദാറ്റ് ഇസ് വൺസ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഈ വൺസ് എന്ന് പറയുന്ന പുതിയ വേർഡ് കിട്ടിയത്. ഓക്കെ, നമുക്ക് അങ്ങനെ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട് കേട്ടോ. നോക്കിയേ, ഹെൻസ്, ഹെൻസ്, ഹെൻസ്. ഹെൻസ് ഇപ്പൊ എങ്ങനെയായി എന്നറിയാമോ? ഹെൻസ് ഹാസ് നൗ ബിക്കം HENCE, ഹെൻസ്, HENCE, ഹെൻസ്. ഓക്കെ, ഇവിടെ എന്ത് സംഭവിച്ചു? ഈ വവൽ സൗണ്ടിനെ ഡ്രോപ്പ് ചെയ്തു. വിത്ത് ദി ഇഫക്ട് ദാറ്റ് ന ആൻഡ് സ കെയിം ടുഗെദർ, പുതിയൊരു വേർഡ് ഫോം ചെയ്തു, ആൻഡ് ദാറ്റ് ഇസ് ഹെൻസ്. ക്ലിയർ ആണോ സിങ്കോപ്പേഷൻ? ക്ലിയർ ആണോ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് അപ് ടു ഹിയർ? ഓക്കെ ആണോടാ? കുറച്ചുകൂടെ വേർഡ്സ് നമുക്ക് പോകാനുണ്ട് വേർഡ് ഫോർമേഷനിൽ. ക്ലിയർ ആണോ ഇതുവരെ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് അപ് ടു ഹിയർ? ഓക്കെ ആണോ? എൽസ് ഉണ്ട് കേട്ടോ, എൽസും ഉണ്ട്. സോ ഫോർ എക്സാമ്പിൾ ദിസ് വാസ് ദ സ്പെല്ലിംഗ് ഓഫ് എൽസ്. പണ്ട് എൽസിന്റെ സ്പെല്ലിംഗ് ഇതായിരുന്നു. ഓക്കെ, ദെൻ അവർ ഈ സൗണ്ടിനെ ഡ്രോപ്പ് ചെയ്തു with the effect that we have a new word that is else. Okay, so appo ini syncopation endanu choicha enda paraya? The syllable is dropped in the middle syllable is dropped with the effect that the two consonants come together, syncopate, they come together. Clear ayo?
That is how syncopation works. Okay? No, see, historical changes ആയിട്ട് നമുക്ക് പറയാനില്ലടാ. സി ഓൾഡ് ഇംഗ്ലീഷിലൊക്കെ ഒരുപാട് സിലബിൾസ് ഇങ്ങനെ ലോസ് ആയി പോയിട്ടുണ്ട്. ഓക്കെ, അവര് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ okay, just a second, please wait. There is a technical glitch. Okay, that's a technical glitch, I'm sorry. Okay, so വവൽ ഷിഫ്റ്റ് ഒരു റീസൺ ആയിട്ട് പറയാം. മാത്രമല്ല സിലബിൾസ് ഇങ്ങനെ മാറിയിട്ടുണ്ട് ഒരുപാട്. അനാവശ്യമായിട്ടുള്ള സിംബൽസ് ഒക്കെ കൊഴിഞ്ഞുപോയി ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഇപ്പോ ഫോർ എക്സാമ്പിൾ ബോറൻ എന്നൊക്കെ പറയുന്ന വേർഡ്സ് ഉണ്ട്. ബോറൻ സിങ്കോപ്പേഷൻ എക്സാമ്പിൾ ആണ്. ഇത് കണക്റ്റഡ് സ്പീച്ചിൽ വന്നപ്പോ ഈ പറയുന്ന സിലബിളിനെ അവരങ്ങ് കളഞ്ഞു. ഓക്കെ, സോ അത് ഈ വവൽ ഷിഫ്റ്റ് ഒരു റീസൺ ആണ്. മാത്രമല്ല ഓൾഡ് ഇംഗ്ലീഷ് ഹൈലി ഇൻഫ്ലെക്റ്റഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിരുന്നില്ലേ? ഒത്തിരി സിലബിൾസ് ഇങ്ങനെ കൊത്തി നിറച്ച വേർഡ്സ് ഉണ്ടായിരുന്നു. ഓവർ എ പീരീഡ് ഓഫ് ടൈം ഫോർ ദ ഈസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇതിൽ പല സിലബിൾസും അവർ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ ആയിരിക്കണം ഈ കാണുന്ന പുതിയ ഫോമിലേക്ക് വേർഡ്സ് വന്നിട്ടുണ്ടാവുക. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ ആണോ? ക്ലിയർ? ഓക്കെ ആണോ? ഇസ് ദാറ്റ് ക്ലിയർ? വവൽ ഷിഫ്റ്റ് ഒരു റീസൺ ആണ്. ഹിസ്റ്റോറിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. സ്പീച്ചിലേക്ക് വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഈസിനെസ്സിന് വേണ്ടി പല സിലബിൾസും അവർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇൻഫ്ലെക്ഷൻസ് ഒക്കെ കുറെ പോയപ്പോൾ വേർഡ്സ് ഒക്കെ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് മാറി. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? ഈ പറയുന്ന വേർഡ് ഇല്ലേ ബോറൻ, ഇതിൽ നിന്നാണ് വി ഹാവ് ബോർ, ബോൺ എക്സെട്ര. ഓക്കെ, ക്ലിയർ ആണോ? ഇത് ഓക്കെ ആണോ? ടാനിയ, ടഫ് കുക്കി, ക്ലിയർ ആണോ? ഡൗട്ട്സ് ഓക്കെ ആണോ? ഫൈൻ, ഇസ് ദാറ്റ് ഓക്കെ? ഓക്കെ ആണോ? പറയണേ ഓക്കെ ആണെങ്കിൽ. ഓക്കെ, നമുക്കത് പഠിക്കാം കേട്ടോ. ഓൾഡ് ഇംഗ്ലീഷ്, മിഡിൽ ഇംഗ്ലീഷ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് ഈ വവൽ ഷിഫ്റ്റും ഗ്രഡേഷനും അബ്ലോട്ട് എന്ന് പറയില്ലേ, ഗ്രഡേഷൻ ഒക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഇസ് ദാറ്റ് ഓക്കെ ടാനിയ, ടഫ് കുക്കി? ഓക്കെ ആണോ? ഓക്കെ, ദീസ് ആർ ഓൾ എക്സാമ്പിൾ. നോക്കിക്കേ, കോളറ എന്ന് പറയുന്ന വേർഡില്ലേ, നൗ വി പ്രൊനൗൺസ് ദാറ്റ് as കോൾറ. എവിടെ പോയി സൗണ്ട്? കളഞ്ഞു. സിങ്കോപ്പേഷൻ. ക്യാമറ എന്ന് എപ്പോഴാ പറയാ? ഇപ്പം അങ്ങനെയൊന്നും പറയാറില്ല നമ്മള്. ഹി ബോട്ട് എ ക്യാമറ. ഓക്കെ, സോ ദീസ് ആർ ഓൾ എക്സാമ്പിൾസ്. ലബോറട്ടറി, ക്യാമറ, വെജിറ്റബിൾ, മെഡിസിൻ, കോളറ. ദീസ് ആർ ഓൾ എക്സാമ്പിൾസ് ഫോർ സിങ്കോപ്പേഷൻ. ഓക്കെ, നൗ അടുത്ത് നോക്കാലോ നമുക്ക്. ഇത് വേണ്ട നമുക്ക്, അത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്ന. ഓക്കെ, സോ ദിസ് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് പോർഷൻ കേട്ടോ. കോമ്പൗണ്ടിങ്. ഓക്കെ, കോമ്പൗണ്ടിങ് ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, നമ്മൾ എന്തിനാ ഈ മിക്സ്ചർ കോമ്പൗണ്ട് എന്നൊക്കെ പറയാ? വേർ ഡു വി യൂസ് ദിസ് ടേം കോമ്പൗണ്ട്? കോമ്പൗണ്ട് എന്ന് നമ്മൾ എവിടെയാ പറയാ? കോമ്പൗണ്ട്, മിക്സ്ചർ, കെമിസ്ട്രിയിൽ കേട്ടിട്ടില്ലേ? കോമ്പൗണ്ട്, മിക്സ്ചർ. വേർ ഡു വി സേ ദാറ്റ്? എവിടെയാ നമ്മൾ ഈ കോമ്പൗണ്ട് എന്ന് പറയുന്ന കാര്യം മെൻഷൻ ചെയ്യുക? ഒന്നോ രണ്ടോ സാധനങ്ങൾ ചേർന്ന് ഫോം ചെയ്യുന്ന ഒന്നിനെയാണ് കോമ്പൗണ്ട് എന്ന് പറയാം കേട്ടോ. സോ കെമിസ്ട്രിക്കാർക്ക് ചിലപ്പോൾ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ കാണും. ആസ് ഫാർ എസ് ഐ നോ, ബിക്കോസ് കെമിസ്ട്രിയിലൊക്കെ ഇച്ചിരി വീക്കാണ്, പോട്ടെ. സോ അതുകൊണ്ട് ആസ് ഫാർ എസ് ഐ നോ, ലൈക്ക് ഒന്നോ രണ്ടോ എലമെന്റ്സ് ജോയിൻ ചെയ്ത് വരുന്നതിനൊക്കെ നമ്മൾ കോമ്പൗണ്ട് എന്ന് വിളിക്കാറുണ്ട് അല്ലേ? സോ അമേരിക്കൻ, എക്സാക്ട്ലി. അതിന് റീസൺ ഉണ്ട് ടാനിയ. ബിക്കോസ് അമേരിക്കൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഫാസ്റ്റ് പേസ്ഡ് ആണ്. ഓക്കെ, ബ്രിട്ടീഷ് ഇംഗ്ലീഷ് കുറച്ചുകൂടെ റൂട്ടഡ് ആണ്. അമേരിക്കൻ ഇംഗ്ലീഷ് കുറച്ചുകൂടെ ഫാസ്റ്റ് പേസ്ഡ് ആണ്. അതുകൊണ്ടാണ് അവർ പലതും ഇങ്ങനെ കളയുന്നത്. ഓക്കെ, നൗ ലിസൺ. സോ കോമ്പൗണ്ടിങ് സിംപ്ലി മീൻസ് combining two different words. Okay, combining two different words. Easy അല്ലേ? എക്സാമ്പിൾ നോക്കിയാൽ തന്നെ മനസ്സിലാകും. Okay, so we have table plus cloth, table cloth. We have play plus ground, playground. We have blackboard. Okay, playground ഉണ്ട്, blackboard ഉണ്ട്, color blind ഉണ്ട്. Okay, so when two words come together, രണ്ട് വേർഡ്സും ഒരുമിച്ച് ജോയിൻ ചെയ്ത് പുതിയൊരു വേർഡ് ഫോം ചെയ്യുമ്പോൾ we call that as compounding. Okay, so ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോമ്പൗണ്ടിങ് എന്ന് വിളിക്കുക. ഓക്കെ, സോ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കണേ. ടേപ്പ് റെക്കോർഡർ, വെരി ഗുഡ്, ടേപ്പ് റെക്കോർഡർ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കണേടാ.
കെമിസ്ട്രിയില് ഇപ്പം H2 പ്ലസ് H2+O ഹൈഡ്രജൻ H2+O വാട്ടർ ഫോം ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും ഒക്കെ സ്വഭാവം വ്യത്യാസം കാണും വാട്ടറിൽ. ഓക്കെ, സോ വാട്ടറിന്റെ പ്രോപ്പർട്ടീസ് ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും പ്രോപ്പർട്ടീസ് ആയിരിക്കണം എന്നില്ല. ഓക്കെ, പക്ഷേ ഇംഗ്ലീഷിലെ കോമ്പൗണ്ടിങ് വരുന്ന സമയത്ത് ഈ രണ്ട് വേർഡ്സിനും ഒരു ചേഞ്ചും സംഭവിക്കുന്നില്ല. ഓക്കെ, സോ യു ഹാവ് ടു കീപ് ദിസ് ഇൻ മൈൻഡ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിൽ സൂക്ഷിക്കുക. അതിന്റെ റീസൺ നമ്മൾ കുറച്ച് കഴിഞ്ഞ് മറ്റൊരു പ്രോസസ്സ് പഠിക്കും, അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഓക്കെ, സോ അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ച് മനസ്സിൽ വെച്ചേക്കുക. കോമ്പൗണ്ടിങ് സംഭവിക്കുമ്പോ the words are joined together. നോക്കിയേ, ഒരു അക്ഷരം പോലും ഡ്രോപ്പ് ചെയ്തിട്ടില്ല. ടേബിളിന്റെ എല്ലാ ലെറ്റേഴ്സും ഉണ്ട്, ക്ലോത്തിന്റെ എല്ലാ ലെറ്റേഴ്സും ഉണ്ട്, കളർ ബ്ലൈൻഡ് കളറിന്റെ എല്ലാ ലെറ്റേഴ്സും ഉണ്ട്, ബ്ലൈൻഡിന്റെ എല്ലാ ലെറ്റേഴ്സും ഉണ്ട്. ഓക്കെ, സോ ഇവിടെ യു ഹാവ് ടു കീപ് ദാറ്റ് വെരി സ്പെസിഫിക്കലി ഇൻ യുവർ മൈൻഡ്. റൈറ്റിംഗ് ബോർഡ്, വെരി ഗുഡ്. വിസ്മയ പറയുന്നു റൈറ്റിംഗ് ബോർഡ്, വെരി ഗുഡ്. ഓക്കെ, സോ ഇതെല്ലാം കോമ്പൗണ്ടിങ്ങിന് എക്സാമ്പിൾസ് അല്ലേ. അപ്പൊ എന്താ, ഇതിൽ ഒരു സ്പെല്ലിംഗ് മാറുന്നില്ല, ഒരു വൗവൽ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നില്ല, ആ രണ്ട് വേർഡും അതേപടി വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ യു ഹാവ് ടു കീപ് ദിസ് ഇൻ മൈൻഡ്. അതാണ് കോമ്പൗണ്ടിങ്. ക്ലിയർ ആണോ? കോമ്പൗണ്ടിങ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് എൻ്റെ അടുത്ത് ഓക്കെ ആണെന്ന് പറയണേ. ഓക്കെ, ഓക്കെ ആണോ? ഒന്ന് പറയണേ എന്നോട്. കേട്ടെ? ഓക്കെ ഓക്കെ. ഇല്ല, ഹൈഫനേറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു എന്താ പറയാ, ഇപ്പം വെൽ നോൺ എന്ന് പറയുമ്പോൾ കോമ്പൗണ്ടിങ് തന്നെയാണ്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്, വി സെപ്പറേറ്റ് ദ ടു വേർഡ്സ് വിത്ത് എ ഹൈഫൻ. ഓക്കെ, നോൺ ഹൈഫനേറ്റഡ് വേർഡ്സ് ആകുമ്പോൾ ദേ ഇതുപോലെ ടേബിൾ, ക്ലോത്ത്, പ്ലേ ഗ്രൗണ്ട്, ബ്ലാക്ക് ബോർഡ് ഇങ്ങനെ എഴുതുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, അല്ലാണ്ട് അവിടെ പ്രോസസ്സിൽ വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ല. ഓക്കെ, ഇസ് ദാറ്റ് ഓക്കെ ടഫ് കുക്കി? ഓക്കെ, സോ ഹൈഫനേറ്റഡ് കോമ്പൗണ്ട്സ് എന്താ സംഭവിക്കുക, നമ്മൾ ഒരു ഹൈഫൺ വെച്ച് അതിനെ എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും. വി ഓഫൻ സ്പ്ലിറ്റ് ദാറ്റ് വിത്ത് എ ഹൈഫൻ. ഓക്കെ, ദാറ്റ് ഇസ് മോസ്റ്റ്ലി ടു ഷോ റിലേഷൻഷിപ്സ് ഒക്കെ കാണിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഹൈഫൻ വെച്ച് അതിനെ എന്ത് ചെയ്യാറുണ്ട്, മാറ്റാറുണ്ട്. അത്രയേ ഉള്ളൂ. ഓക്കെ, നൗ ഇനി നമുക്ക് types of compounding നോക്കണം. ഓക്കെ, സോ വി ഹാവ് ടു ലുക്ക് അറ്റ് ടൈപ്സ് ഓഫ് കോമ്പൗണ്ടിങ്. എന്താ ഈ ടൈപ്സ് ഓഫ് കോമ്പൗണ്ടിങ്? വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതിൽ ആദ്യത്തേത് എൻഡോസെൻട്രിക് കോമ്പൗണ്ട്സ് ആണ്. പേര് കേൾക്കുമ്പം അയ്യോ, എൻഡോസെൻട്രിക് സബ് കാറ്റഗറി ഉണ്ട് കോമ്പൗണ്ടിങ്, അതാണ് നമ്മൾ ഈ പറയുന്നത് കേട്ടോ. സോ എന്താണ് ഈ പറയുന്നത് എൻഡോസെൻട്രിക് കോമ്പൗണ്ട്സ്? അയ്യോ, കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമായിട്ട് തോന്നുന്നുണ്ടോ? ഒന്നുമില്ല, വളരെ എളുപ്പമാണ്. എൻഡോസെൻട്രിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇൻ ദീസ് കോമ്പൗണ്ട്സ് ദ മീനിങ് ഇസ് ദ ടൈപ്പ് ഓഫ് സംതിങ്. മീനിങ് ഇസ് ദ ടൈപ്പ് ഓഫ് സംതിങ് എന്ന് വെച്ചാൽ നോക്കിക്കേ, ബ്ലാക്ക് ബോർഡ്. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ടൈപ്പ് ഓഫ് എ ബോർഡ് ഇസ് ഇറ്റ്, അല്ലെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് എ ബോർഡ് ഇസ് ഇറ്റ്. ഓക്കെ, വാട്ട് കൈൻഡ് ഓഫ് എ ബോർഡ് ഇസ് ഇറ്റ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്ത് ബോർഡാ അത്? ഇറ്റ്സ് എ ബ്ലാക്ക് ബോർഡ്. അപ്പൊ ഇവിടെ എന്ത് തരത്തിലുള്ള ബോർഡാ? ഇറ്റ്സ് എ ബ്ലാക്ക് ബോർഡ്. ഓക്കെ, നൗ ലുക്ക് അറ്റ് ടീ കപ്പ്. വാട്ട് ടൈപ്പ് ഓഫ് എ കപ്പ് ഇസ് ഇറ്റ്? ടീ സെർവ് ചെയ്യുന്ന കപ്പാണ്, അപ്പം ടീ കപ്പാണ്. ഓക്കെ, സോ എൻഡോസെൻട്രിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ മീനിങ് ഉണ്ട്, അങ്ങനെ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, സോ എൻഡോസെൻട്രിക്കിന് കൂടെ എക്സോസെൻട്രിക് വരും. അതുകൊണ്ട് ടാനി അതേ കറക്റ്റ് ആയിട്ട് പറഞ്ഞു, എൻഡോ, ഇൻസൈഡ്, വെരി ഗുഡ്. ഓക്കെ, സോ അതിന്റെ അർത്ഥം ദ മീനിങ് ഇസ് പ്രസന്റ് ഇൻസൈഡ്, അങ്ങനെ ഓർത്താ മതി. ഓക്കെ, മീനിങ് ഇസ് പ്രസന്റ് ഇൻസൈഡ്. ഓക്കെ, അർത്ഥം എവിടെ തന്നെ ഉണ്ട്? അകത്ത് തന്നെ ഉണ്ട്. ഓക്കെ, ബ്ലാക്ക് ബോർഡ്, a board that is black in color. Teacup, a cup that is used for serving tea. Okay, so ഇവിടെ രണ്ട് വേർഡ്സ് ഒരുമിച്ച് ജോയിൻ ആവുന്നുണ്ട് and they have a meaning which you can find inside that itself. Clear ആയോ? Endocentric compounds clear ആണോ? Is that okay? Endocentric compounds okay ആണോ എന്നൊന്ന് കമന്റ് ചെയ്തേ. Endocentric compounds okay ആണോ എന്നൊന്ന് കമന്റ് ചെയ്തടാ. Endocentric compounds, you can find the meaning inside. അതിനകത്ത് തന്നെ അർത്ഥമുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും ടൈപ്പ് എന്നുള്ള രീതിയിലായിരിക്കും പറയാ. വൈറ്റ് ബോർഡ് എൻഡോസെൻട്രിക് കോമ്പൗണ്ടിങ് ആണ്. ഗ്രീൻ ബോർഡ് എൻഡോസെൻട്രിക് ആണ്.
ജ്യൂസ് ഗ്ലാസ് എൻഡോസെൻട്രിക് ആണ്. ഓക്കെ, സോ ഇസ് ദാറ്റ് ക്ലിയർ? എൻഡോ ഓക്കെ ആണോ? എൻഡോസെൻട്രിക് ഓക്കെ ആണോ? ഓക്കെ, now we have something called as exocentric compounds. എന്താണ് ഈ എക്സോസെൻട്രിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് എക്സോസെൻട്രിക് കോമ്പൗണ്ട്സ്? എക്സോസെൻട്രിക് കോമ്പൗണ്ട്സ് വളരെ എളുപ്പമാണ്. ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം ഇങ്ങനെ ഓർത്താൽ മതി, മീനിങ് എക്സിസ്റ്റ് ഔട്ട്സൈഡ്. ഓക്കെ, മീനിങ് എക്സിസ്റ്റ് ഔട്ട്സൈഡ് എന്ന് ഓർത്താൽ മതി. ഓക്കെ, സോ നേരത്തെ നമ്മള് ബ്ലാക്ക് ബോർഡ് എന്ന് പറഞ്ഞപ്പോൾ ദ മീനിങ് വാസ് എക്സിസ്റ്റിംഗ് ഇൻസൈഡ്. ഓക്കെ, ഇതില് മീനിങ് ഇസ് എക്സിസ്റ്റിംഗ് ഔട്ട്സൈഡ്. മീനിങ് പുറത്താ ഉള്ളത്. ഓക്കെ, ഇറ്റ്സ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ ടൈപ്പ് ഓഫ് സംതിങ്. ടൈപ്പിനെ കുറിച്ചല്ല പറയുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ലുക്ക് അറ്റ് ദി എക്സാമ്പിൾ. എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നോക്കിക്കേ, പിക്ക് പോക്കറ്റ്. പിക്ക് പോക്കറ്റ്. പിക്ക് പോക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് പോക്കറ്റ് എന്നാണോ അർത്ഥം? പിക്ക് പോക്കറ്റ്, പിക്ക് ചെയ്യാനുള്ള പോക്കറ്റ്, അങ്ങനെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? പിക്ക് പോക്കറ്റ് എന്ന് പറഞ്ഞാൽ a person who is stealing, അല്ലെ? മോഷ്ടിക്കുന്ന ഒരാളിനെയാണ് നമ്മൾ പിക്ക് പോക്കറ്റ് എന്ന് പറയാ. or is it referring to some kind of a pocket? ഓക്കെ, നമ്മള് പോക്കറ്റിന്റെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് പോക്കറ്റിനെ കുറിച്ചാണോ പറയുന്നത്? അല്ലേ അല്ല. ഓക്കെ, മോർ വേർഡ്സ് ലൈക്ക് സ്കെയർ ക്രോ. സ്കെയർ ക്രോ ഇല്ലേ, നമ്മൾ പാടത്ത് വെക്കുന്ന കോലം, സ്കെയർ ക്രോ. ഓക്കെ, സ്കെയർ ക്രോ. ഇസ് ദിറ്റ് റെഫറിംഗ് ടു സം കൈൻഡ് ഓഫ് എ ക്രോ? ക്രോ തന്നെ പേടിച്ചു, ഞാനോ സ്കെയർ ക്രോയോ, പോടാ ഇങ്ങനെ പറയും. ഓക്കെ, സോ വാട്ട് ഇസ് സ്കെയർ ക്രോ? സ്കെയർ ക്രോ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ക്രോയിനെ കുറിച്ചാണോ പറയുന്നത്? നോ, നമ്മൾ ഈ പാടത്തൊക്കെ വെക്കുന്ന ഫിഗറൻസ് ലൈക്ക് കോലങ്ങളെയൊക്കെയാണ് നമ്മൾ സ്കെയർ ക്രോ എന്ന് പറയാ, അല്ലെ? സോ ഇറ്റ് ഇസ് നോട്ട് മെൻഷനിങ് അബൌട്ട് എനി ടൈപ്പ് ഓഫ് ക്രോ. ഇതിന്റെ മീനിങ് എവിടെയാ എക്സിസ്റ്റ് ചെയ്യുന്നത്? ഇറ്റ് എക്സിസ്റ്റ് ഔട്ട്സൈഡ്. ക്ലിയർ ആയോ? മീനിങ് മസ്റ്റ് ബി ഔട്ട്സൈഡ്. ഓക്കെ, ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നോക്കിക്കേ, red handed. Okay, he was caught red handed. He was caught red handed. Red handed എന്ന് പറഞ്ഞാൽ ചുമന്ന കൈയുള്ള ആള് എന്നാണോ അർത്ഥം? അല്ല, ഒരാള് ഒരു ആക്ട് ചെയ്യുമ്പോൾ തന്നെ അയാളെ പിടിക്കുക. ഓക്കെ, the thief was caught red handed. അയാൾ ആ ക്രൈം അയാൾ ആ ക്രൈം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ എന്ത് ചെയ്യുക? അയാളെ പിടിക്കാന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെ? ഇപ്പൊ റെഡ് ഹാൻഡഡ് ഡസ് നോട്ട് റെഫർ ടു എനി ടൈപ്പ് ഓഫ് ഹാൻഡ്. ഇൻസ്റ്റെഡ് അതിന്റെ മീനിങ് പുറത്താണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? എക്സോസെൻട്രിക്കും എൻഡോസെൻട്രിക്കും മനസ്സിലായോ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? ക്ലിയർ ആണോ? എൻഡോസെൻട്രിക് ആൻഡ് എക്സോസെൻട്രിക്, ഇസ് ദാറ്റ് ക്ലിയർ? ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സ്കെയർ ക്രോ, റെഡ് ഹാൻഡഡ്, പിക്ക് പോക്കറ്റ്, ഇസ് ദാറ്റ് ക്ലിയർ? മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ക്ലിയർ ആയോ? Yeah? Now we have something called copulative compounds. Copulative compounds എന്താണ്? Copulative compounds എന്ന് പറഞ്ഞാൽ what is meant by copulative compounds? Copulative compounds means രണ്ട് വേർഡ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിരിക്കും. ഓക്കെ, സി ഇങ്ങനത്തെ കുറെ വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യാറില്ലേ? സോഷ്യോ ഇക്കോണമിക്, സോഷ്യോ പൊളിറ്റിക്കൽ, സോഷ്യോ കൾച്ചറൽ, ബിറ്റർ സ്വീറ്റ് എക്സ്പീരിയൻസ്. ഓക്കെ, സോ ഇവിടെ രണ്ട് വേർഡ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അങ്ങനത്തെ കോമ്പൗണ്ടിങ്ങിനെയാണ് നമ്മൾ കോപ്പുലേറ്റീവ് കോമ്പൗണ്ടിങ് എന്ന് വിളിക്കുക. ഓക്കെ, ക്ലിയർ ആണോ ഇത്രയും? എൻഡോസെൻട്രിക്കിന് എവിടെയാ മീനിങ് എക്സിസ്റ്റ് ചെയ്യുന്നത്? മീനിങ് എക്സിസ്റ്റ് ഇൻസൈഡ്. എക്സോസെൻട്രിക് മീനിങ് പുറത്താണ്. ഇനി ഇവിടെ കോപ്പുലേറ്റീവ് കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ ആ രണ്ട് വേർഡ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോഷ്യോ പൊളിറ്റിക്കൽ, സോഷ്യോ കൾച്ചറൽ, ഓക്കെ, സോഷ്യോ ഇക്കോണമിക്കൽ, അങ്ങനെയൊക്കെ പറയുമ്പോൾ രണ്ട് വേർഡ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ദേ ആർ കോൾഡ് കോപ്പുലേറ്റീവ് കോമ്പൗണ്ട്സ്. ഓക്കെ, അടുത്തതിലോട്ട് പോവാൻ നമുക്ക്. ടെലിസ്കോപ്പിംഗ്. കഴിഞ്ഞ പ്രാവശ്യം കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ബ്ലെൻഡിങ്, telescoping or something called as portmanteau words. കഴിഞ്ഞ പ്രാവശ്യം ലിംഗ്വിസ്റ്റിക്സിൽ നിന്ന് എടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഇസ് ബ്ലെൻഡിങ്, വാട്ട് ഇസ് portmanteau words, അല്ലെങ്കിൽ വാട്ട് ഇസ് മെന്റ് ബൈ ടെലിസ്കോപ്പിംഗ്, വാട്ട് ഇസ് ബ്ലെൻഡിങ് എന്നാണ് ചോദിച്ചത്. ഓക്കെ, ഞാനിത് കോമ്പൗണ്ടിങ്ങിന് ശേഷം തന്നെ കൊടുത്തത് മനഃപൂർവ്വമാണ്. ഓക്കെ, കാരണം പലർക്കും തിരിഞ്ഞു പോകുന്ന ഒന്നാണ് കേട്ടോ. ഇവിടെ telescoping also means combining two words.
ഓക്കെ, പറയുന്ന ശ്രദ്ധിച്ച് കേൾക്കണേ. ടെലിസ്കോപ്പിംഗും പ്രോസസ് എന്ത് തന്നെയാണ്? ഇറ്റ് ഈസ് ഓൾസോ അബൌട്ട് കമ്പൈനിങ് ടു വേർഡ്സ്. രണ്ട് വേർഡ്സ് കമ്പൈൻ ചെയ്യുവാണ് ചെയ്യുന്നത്. പക്ഷേ ദർ ഇസ് എ ഡിഫറൻസ്. അതില് രണ്ട് വേർഡ്സിനെ നമ്മൾ അതുപോലെ കമ്പൈൻ ചെയ്യുകയല്ല ചെയ്യുന്നത്, കട്ട് ചെയ്യും. എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ബ്രഞ്ച്. ബ്രഞ്ച്. Did you have your food? I had my brunch. Okay, ഒരു 11 മണി 12 മണി സമയത്തൊക്കെ എണീക്കുവാണെങ്കിൽ യു ആർ പ്രോബബ്ലി ഹാവിങ് യുവർ ബ്രഞ്ച്. വൈ? അത് ബ്രേക്ക്ഫാസ്റ്റും അല്ല ലഞ്ചും അല്ല. ഓക്കെ, സോ രണ്ടിനും ഇടയ്ക്ക് കഴിക്കുന്ന ഒരു ഫുഡിനെ നമ്മൾ പലപ്പോഴും ബ്രഞ്ച് എന്നാണ് റെഫർ ചെയ്യുക. ഓക്കെ, സോ ഇവിടെ എന്താ സംഭവിച്ചാടാ, ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന വേർഡും ലഞ്ച് എന്ന് പറയുന്ന വേർഡും വി കമ്പൈൻഡ് ടുഗെദർ. ഓക്കെ, പക്ഷേ കോമ്പൗണ്ടിങ്ങിൽ എന്താ സംഭവിച്ചേ? കോമ്പൗണ്ടിങ് ആയിരുന്നു ഇവിടെ സംഭവിച്ചിരുന്നെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് എന്ന് പറഞ്ഞേനെ അല്ലെ. കോമ്പൗണ്ടിങ് എന്താ, രണ്ട് വേർഡ്സിനെയും അതുപോലെ നമ്മൾ അങ്ങനെ പ്രസന്റ് ചെയ്യും എങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞേനെ? ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് എന്ന് പറഞ്ഞേനെ. ഓക്കെ, പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചേ? ബ്രേക്ക്ഫാസ്റ്റിന്റെ ബിയും ആരും ലഞ്ചിന്റെ NCH. ഓക്കെ, മറ്റേ CID മൂസ സിനിമയിലെ ഹരിശ്രീ അശോകന്റെ ക്യാരക്ടർ CID മൂസ എന്നുള്ള പേര് പറയാൻ കണ്ടിട്ടില്ലേ? മൂലംകുഴിയിൽ സഹദേവൻ, മൂസ, CID സാമു അങ്ങനെയൊക്കെ പറയില്ലേ? അതുപോലെ തന്നെ ആ ഒരു പ്രോസസ്സാണ് ബ്ലെൻഡിങ്. ഓക്കെ, ലൈക്ക് രണ്ടിന്റെയും അവിടെ നിന്നും ഇവിടെ നിന്നുള്ള കുറച്ച് സാധനങ്ങൾ എടുത്ത് ജോയിൻ ചെയ്യുക. ഓക്കെ, അത് തന്നെയാണ് ബ്ലെൻഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹരിശ്രീ അശോകൻ അതിന്റെ എളുപ്പത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, സോ അപ്പൊ എന്താ സംഭവിക്കണേ? So we take breakfast and lunch together, we have brunch. Spork പറയുന്നുണ്ട്. Very good. Okay, then motel. Motor plus hotel, motel. പിന്നെ ഉണ്ട് ഒരുപാട് വേർഡ്സ് ഉണ്ട്. Smog. Smog. Smog is a combination of smoke plus fog. Okay, smog is a combination of smoke plus fog. Smog. Okay, ഈ പറയുന്നതാണ് ബ്ലെൻഡിങ്. ഓക്കെ, സോ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണേ. ഹൗ ഇസ് ബ്ലെൻഡിങ് ഡിഫറെന്റ് ഫ്രം കോമ്പൗണ്ടിങ്? കോമ്പൗണ്ടിങ്ങില് അവിടെയും രണ്ട് വേർഡ്സ് ജോയിൻ ചെയ്യുവാണ് ചെയ്യുന്നത്, പക്ഷെ ആ വേർഡ്സിന് ഒരു ചേഞ്ചും സംഭവിക്കുന്നില്ല. ഇവിടെ എന്താ പറ്റുന്നേ? നമ്മൾ വേർഡ്സ് ജോയിൻ ചെയ്യും, പക്ഷെ എക്സിസ്റ്റിംഗ് വേർഡ്സിന്റെ രണ്ട് പാർട്സ് ആയിരിക്കും ജോയിൻ ചെയ്യുക. ക്ലിയർ ആവുന്നുണ്ടോ? ദാറ്റ് ഇസ് കോൾഡ് ആസ് ബ്ലെൻഡിങ്. ഓക്കെ, ഇങ്ങനെ ഫോം ചെയ്യുന്ന വേർഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോർട്ട്മെന്റോ വേർഡ്സ്. Okay, so if somebody is asking you what kind of a word is brunch, brunch is a portmanteau word. Okay, what is smog? Smog is a portmanteau word. Okay, fantastic um fabulous um kuda cherthu fantabulous portmanteau aanu. Clear ആവുന്നുണ്ടോ? So that is what is called portmanteau words. iPod plus broadcast ആണ് എന്താണ് മാറുന്നത്? പോഡ്കാസ്റ്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, സോ ബ്രഞ്ച്, സ്മോഗ് ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? ടെലിസ്കോപ്പിന് എക്സാമ്പിൾ ആണ്. ദേ താഴെ ഒരുപാട് ആൻസേഴ്സ് വരുന്നുണ്ട്. ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്, ഇൻഫർടൈൻമെന്റ്, ഇന്റർകോം. വെരി ഗുഡ്, വെരി ഗുഡ്. ക്ലിയർ ആവുന്നുണ്ടോ ഇത്? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് അപ് ടു ഹിയർ? ഓക്കെ ആണോടാ? ഓക്കെ ആണോ? You have to bear with me for some more time. കുറച്ചുകൂടെ പ്രോസസ്സ് പറയാനുണ്ട്. So up to here clear ആണോ? Did you understand up to here? Okay. So compounding എന്താ? കോമ്പൗണ്ടിങ്ങും ടെലിസ്കോപ്പിങ്ങും കോമ്പൈനിങ് ടു വേർഡ്സ് തന്നെയാണ്. കോമ്പൗണ്ടിങ്ങിൽ വേർഡ്സ് അതേപടി എക്സിസ്റ്റ് ചെയ്യും. ടെലിസ്കോപ്പിങ്ങിൽ എന്താ സംഭവിക്കുക? വേർഡ്സ് മാറും, പകുതി പകുതി എടുക്കും നമ്മൾ. മനസ്സിലാവുന്നുണ്ടോ? So telescoping is the earlier name for blending. Blending ന്റെ പഴയ വാക്കാണ് telescoping. Okay, so portmanteau എന്ന് പറഞ്ഞാൽ എന്താ? If blending is the process, okay, blending ആണ് പ്രോസസ് എങ്കിൽ അതിന്റെ റിസൾട്ടിനെ നമ്മൾ പറയുന്ന പേരാണ് portmanteau. Okay, so if blending is the process, അതിന്റെ റിസൾട്ടിനെ നമ്മൾ പറയുന്ന പേരാണ് portmanteau. Clear അല്ലേ? Did you understand up to here? ഓക്കെ ആണോടാ? ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ? ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ഏരിയ ആണ് കേട്ടോ. ക്ലിയർ ആണോ ഇതുവരെ? ഓക്കെ ആണോ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് അപ് ടു ഹിയർ? യാ, ഓക്കെ. സോ ഇഫ് ബ്ലെൻഡിങ് ഇസ് ദി പ്രോസസ്, പോർട്ട്മാന്റോ ഇസ് ദി റിസൾട്ട്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാനുള്ളത്
മെറ്റാനാലിസിസ് ആണ് കേട്ടോ. മെറ്റാനാലിസിസ് കുറച്ചൊക്കെ നമുക്ക് ഈസി ആയിട്ട് പറഞ്ഞു പോവാം. മെറ്റാനാലിസിസ് ആണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ഓക്കെ, മെറ്റാനാലിസിസ് എന്ന് പറഞ്ഞാൽ അഗൈൻ അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. മെറ്റാനാലിസിസ് ഈസ് ഓൾസോ കോൾഡ് എസ് റീ അനാലിസിസ്. ഓക്കെ, മെറ്റാനാലിസിസിനെ നമ്മൾ റീ അനാലിസിസ് എന്നോ ഡിഫറെന്റ് അനാലിസിസ് എന്നോ ഒക്കെ പറയാറുണ്ട്. ഓക്കെ, എന്താണ് ഈ മെറ്റാ അനാലിസിസ് അറിയാമോ? മെറ്റാനാലിസിസും സിൻകോപ്പേഷനും തമ്മിലാണ് ചിലപ്പോൾ തെറ്റിപ്പോവുക. ഓക്കെ, സിൻകോപ്പേഷൻ എന്താ? വവ്വല് കളഞ്ഞിട്ട് രണ്ട് കോൺസണൻസ് അടുത്ത് വരുന്നതിനെയാണ് നമ്മൾ സിൻകോപ്പേഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി ഇവിടെ മെറ്റാനാലിസിസ് എന്ന് പറഞ്ഞാൽ കോൺസണന്റ് അറ്റ് ദി എൻഡ് ഓഫ് എ വേർഡ്. ഓക്കെ, the consonant at the end of a word becomes attached to the vowel at the beginning of a word. Okay, consonant at the end of a word becomes attached to the vowel at the beginning of a word. Okay, ദാ ഇവിടെ നോക്കിക്കേ, ഫ്ലാഷിംഗ് ഐ എന്നൊരു ടേം ഉണ്ട്. ഫ്ലാഷിംഗ് ഐ. ഓക്കെ, എന്താ സംഭവിച്ചെന്നറിയാമോ? ഇവിടുത്തെ ഗ സൗണ്ട്, ഫ്ലാഷിംഗ് ng സൗണ്ട് ആണ് ആക്ച്വലി. ദാറ്റ്സ് എ കോൺസണന്റ്, റൈറ്റ്? ng സൗണ്ട്. ഈ ng സൗണ്ടും ഐയിലെ വവൽ സൗണ്ടും വിച്ച് ഇസ് ദ ഡിഫ്തോങ് ഐ. ഓക്കെ, സോ ng എന്ന് പറയുന്ന കോൺസണന്റ് സൗണ്ട്, ഐ എന്ന് പറയുന്ന വവൽ സൗണ്ട്. ഓക്കെ, സോ ഇവര് തമ്മിൽ എന്തായി പോവും? അറ്റാച്ച്ഡ് ആയി പോവും. ഓക്കെ, അങ്ങനെ അറ്റാച്ച്ഡ് ആകുമ്പോ എന്താ സംഭവിക്കുക? വി ഗെറ്റ് എ ന്യൂ വേർഡ് ദാറ്റ് ഇസ് കോൾഡ് എസ് ഫ്ലാഷിംഗ് ഗൈ. ഓക്കെ, ഫ്ലാഷിംഗ് ഗൈ. ക്ലിയർ ആവുന്നുണ്ടോ? സോ എന്താ ഇവിടെ സംഭവിക്കുന്നത്? The consonant at the end of a word becomes attached to the vowel at the beginning of the next. ഓർത്തു വെച്ചേക്കണേ, സിൻകോപ്പേഷനിൽ എന്താ സംഭവിക്കുന്നത്? വവൽസ് കളഞ്ഞിട്ട് രണ്ട് കോൺസണൻസ് ആണ് അടുത്തടുത്ത് വരുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? കോൺസണന്റ് അറ്റ് ദി എൻഡ് ഓഫ് എ വേർഡും vowel at the beginning of a word തമ്മിൽ ജോയിൻ ആയിട്ട് we get a new word and that is called as എന്താണ്? മെറ്റാ അനാലിസിസ്. ക്ലിയർ ആണോ? അത് ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്തേ. പ്ലീസ് ലെറ്റ് മീ നോ വെദർ ദാറ്റ്സ് ക്ലിയർ. മെറ്റാ അനാലിസിസ് ക്ലിയർ ആണോ എന്ന് പറഞ്ഞ് കൂടുതൽ എക്സാമ്പിൾസ് പറഞ്ഞു തരാം ഞാൻ. പ്രോസസ്സ് ക്ലിയർ ആയോ? കോൺസണന്റ് അറ്റ് ദി എൻഡ് ഓഫ് എ വേർഡ് ജോയിൻസ് വിത്ത് ദി വവൽ ഇൻ ദ ബിഗിനിങ് ഓഫ് ദ നെക്സ്റ്റ് വേർഡ്. ക്ലിയർ ആണോ? അത് പ്രോസസ്സ് ക്ലിയർ ആണോ? എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. പ്രോസസ്സ് ക്ലിയർ ആണോ എന്ന് മാത്രം എന്നോട് പറഞ്ഞാൽ മതി. ഇസ് ദാറ്റ് ക്ലിയർ? പ്രോസസ് ക്ലിയർ ആണോ എന്നൊന്ന് ചാറ്റ് ബോക്സിൽ ഇടാമോ? കെൻ യു ടെൽ മീ പ്ലീസ്? ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാമോ ക്ലിയർ ആണോ എന്ന്? ഇസ് ദാറ്റ് ക്ലിയർ? മെറ്റാ അനാലിസിസിന്റെ പ്രോസസ് ക്ലിയർ ആണോ എന്നൊന്ന് പറയാമോ? ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, ഐ വിൽ ടെൽ യു ആൻ എക്സാമ്പിൾ. സി, നമുക്ക് പലർക്കും ഇന്ന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം പക്ഷെ നമുക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് നിക് നെയിം. ഓക്കെ, നിക് നെയിം. ഓക്കെ, നമുക്ക് നിക് നെയിംസ് ഇല്ലാത്ത ആരുമില്ല. പക്ഷെ ചിലർക്കൊന്നും നിക് നെയിംസ് ദേ മൈ നോട്ട് ലൈക്ക് ഇറ്റ്. ഓക്കെ, സോ നിക് നെയിം പലർക്കും ഇഷ്ടമുള്ള ഒരു കാര്യം നിക് നെയിംസ് ആണ്. നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, സോ ഇതിന്റെ ഇവല്യൂഷനെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു തരാം. ഓക്കെ, സി, ശരിക്കും ഈ നിക് നെയിമിന്റെ പേര് ആൻ എക് നെയിം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ആൻ എക് നെയിം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, എന്താണ് ഈ എക് എന്നുള്ള വേർഡിന്റെ അർത്ഥം എന്ന് അറിയാമോടാ? എക് എന്ന് പറഞ്ഞാൽ ഓൾസോ എന്നാണ് അർത്ഥം. ഓക്കെ, എക് മീൻസ് ഓൾസോ. അപ്പം ഒരാളിന്റെ പേരിനോടൊപ്പം ഹി ഹാസ് അനദർ നെയിം ഓൾസോ. ആ ഓൾസോ ആണ് എക് എന്നുള്ള വേർഡിന്റെ അർത്ഥം. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ആൻ എക് നെയിം. ഓക്കെ, ആൻ എക് നെയിം. അപ്പോ ഈ എക് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഓൾസോ എന്നായിരുന്നു. ഓക്കെ, കാലക്രമത്തിൽ എന്ത് സംഭവിച്ചു എന്നറിയാമോ? ഈ കാണുന്ന എന്നില്ലേ, കോൺസണന്റ് ദി എൻഡ് ഓഫ് എ വേർഡ് എന്നില്ലേ, ഈ എൻ ഉണ്ടല്ലോ, ഈ പറയുന്ന വവൽ സൗണ്ടുമായിട്ട് ജോയിൻ ആയി പോയി. ഓക്കെ, വിത്ത് ദി ഇഫക്ട് ദാറ്റ് നമ്മൾ ഇന്ന് കാണുന്ന എ നിക് നെയിം എന്നുള്ളതിലേക്ക് അത് മാറി. ഓക്കെ, എന്താ സംഭവിച്ചേ? എക് ഇസ് എ വേർഡ് വിച്ച് മീൻസ് ഓൾസോ. ഓക്കെ, ആൻ എക് നെയിം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് കാലക്രമത്തിൽ എന്തായി മാറിപ്പോയി? ഈ എന്നുണ്ടല്ലോ, ഈ ഇയുമായിട്ട് ജോയിൻ ആയി. ഓക്കെ, സോ നൗ വി ഹാവ് ദ വേർഡ്
nickname. Clear ആയോ? Did you understand? Orange is an example. Very good. അതുപോലെ a nephron. Okay? ഇങ്ങനെ ഒരു വാക്കുണ്ടായിരുന്നേ, a nephron. ഇതിപ്പോ എന്തായി പോയെന്ന് പറയാമോ ആർക്കെങ്കിലും? ആ നെഫ്രോൺ എന്നൊരു വാക്കുണ്ടായിരുന്നു, അതെന്തായി പോയി എന്നറിയാമോ? പറഞ്ഞുതരാമോ? apron ആയിപ്പോയി. Okay, it became apron. Clear ആയോ അത്? So did you understand up to here? So nickname ന്റെ കാര്യം പറഞ്ഞു നമ്മള്. So nickname was originally an nickname എന്നായിരുന്നു. Okay, ആ ek എന്നുള്ള വേർഡിന്റെ മീനിങ് ഓൾസോ എന്നായിരുന്നു. And ആ ഓൾസോ പതിയെ പതിയെ എന്നുണ്ടല്ലോ ആയിട്ട് ജോയിൻ ചെയ്തിട്ട് now we have nickname. Clear ആയോ അത്? Exactly, an apron എന്നായിട്ടത് മാറി. Very good, very good. So did you understand up to here? Meta-analysis മനസ്സിലായോ? Clear ആയോ? Did you understand? Clear ആണോ? Okay ആണോ? Good to go? Okay? Okay ആണോടാ? Is that okay? Okay ആണോ? Meta-analysis clear ആയോ? എളുപ്പമല്ലേ? Okay, flashing guy, an orange, an apron എന്നുള്ളത് an apron എന്നുള്ളതാണ് പിന്നീട് an apron ആയിട്ട് മാറിയത്. Okay, so is that clear? Okay ആണോ? Okay ആണോ? Yeah. Mostly. See, ഇതെല്ലാം നമ്മൾ ഈ പറയുന്ന ഗ്രോത്ത് ഓഫ് വൊക്കാബുലറിയുമായിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം എന്തുകൊണ്ടാ ഫ്ലാഷിംഗ് ഗൈ ആയിട്ട് മാറിപ്പോകുന്നത്? ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ സ്പീഡ് ഓഫ് സ്പീച്ച്. ഓക്കെ, നമ്മൾ ഈസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ യൂറോപ്യൻ ലാംഗ്വേജസിൽ മോസ്റ്റ്ലി എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷെ ഇംഗ്ലീഷിൽ മോസ്റ്റ്ലി ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ ഈസ് ഓഫ് കമ്മ്യൂണിക്കേഷന് വേണ്ടി സാധനങ്ങൾ ഇങ്ങനെ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, സി ബ്രെഡ് ആൻഡ് ജാം, നമ്മൾ എത്ര പേര് ബ്രെഡ് ആൻഡ് ജാം എന്ന് പറയാറുണ്ട്? വി സേ ബ്രെഡ് ആൻഡ് ജാം. ഓക്കെ, അത് ഒന്നുകൂടെ ഷോർട്ടായി ബ്രെഡ് ആൻഡ് ജാം, സൗണ്ട് മാത്രമായി കേൾക്കുന്നുണ്ട്. വാട്ട് യു ഹാവ്? ബ്രെഡ് ആൻഡ് ജാം. ഓക്കെ, സോ ബ്രെഡ് ആൻഡ് ജാം പറയുന്ന വളരെ കുറവാണ്. സോ ഈസ് ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന പലതും സംഭവിച്ചിട്ടുണ്ടാവുന്നത്. ഓക്കെ, ഇനി അടുത്ത നോക്കാം നമുക്ക്. ആക്രോണമി ഓർ വേർഡ്സ് മാനുഫാക്ചേർഡ് ഫ്രം ഇനീഷ്യൽസ്. വെരി ഈസി, നിങ്ങൾക്ക് തന്നെ എക്സാമ്പിൾസ് പറയാവുന്നതേ ഉള്ളൂ. പറഞ്ഞേ വേഗം. ടെൽ മീ. എളുപ്പമല്ലേ? വളരെ ഈസിയാണ്. BBC. ഓക്കെ, what are you watching? Oh, I was watching BBC. Okay, so എന്താ അങ്ങനെ BBC എന്നൊരു സെപ്പറേറ്റ് വേർഡ് ആയിട്ട് മാറിയല്ലേ? ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ. What are you watching? I'm watching British Broadcasting Corporation's news. അങ്ങനെ പറയാറുണ്ടോ? No, we say BBC. Okay, so VIP, very important person. We say the UN, okay, the UN initiated peace talks. Okay, so അപ്പൊ എന്താ സംഭവിക്കുക? യുണൈറ്റഡ് നേഷൻസ് എന്നുള്ള വേർഡിനെ നമ്മൾ എന്ത് ആക്കി? ആക്രോണിം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അതിന്റെ ഇനിഷ്യൽ ലെറ്റേഴ്സ് മാത്രമാക്കി എടുക്കും. ഓക്കെ, സോ ചിലപ്പോഴൊക്കെ ഇതെന്തായി പോവാറുണ്ട്? നമ്മൾ ലെറ്റേഴ്സ് ആയിട്ട് തന്നെ പ്രൊനൗൺസ് ചെയ്യും UN. ഓക്കെ, ചിലപ്പോൾ നമ്മൾ അതിനെ ഒരു വേർഡ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്തു എന്ന് വരും. ഓക്കെ, സോ വി മേ സേ യുനെസ്കോ. അവിടെ നമ്മൾ UNESCO എന്നല്ല പറയാ, യുനെസ്കോ എന്ന് പറയും. ഓക്കെ, സോ ദിസ് പ്രോസസ് ഇസ് കോൾഡ് ഇസ് ആക്രോണമി. ഓക്കെ, വളരെ എളുപ്പമാണ്. അബ്രിവേഷൻ പറയാമേ. അബ്രിവേഷൻ നമുക്ക് കുറച്ചുകൂടെ വരാനുണ്ട്. അബ്രിവേഷനെ പറഞ്ഞുതരാം. സോ ഇവിടെ ആക്രോണമി എന്ന് പറയുമ്പോൾ വേർഡ്സ് മാനുഫാക്ചേർഡ് ഫ്രം ഇനീഷ്യൽസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പറയാം മേഡം, അബ്രിവേഷന്റെ കാര്യം പറയാം കേട്ടോ. ഐ ടെൽ യു അബൌട്ട് ദാറ്റ്. നമ്മൾ അതിലോട്ട് വരുന്നുണ്ട് അടുത്ത്. സോ ഈ പറയുന്ന പുതിയ വേർഡ്സിനെയാണ് നമ്മൾ എന്ത് റെഫർ ചെയ്യുക? ആക്രോണിംസ് എന്ന് റെഫർ ചെയ്യുക. ഓക്കെ, സോ ഇത് നമ്മൾ ചിലപ്പോൾ അതിനെ ലെറ്റേഴ്സ് ആയിട്ട് തന്നെ ആയിരിക്കും പ്രൊനൗൺസ് ചെയ്യുന്നുണ്ടാവുക. BBC, UNO, യുനെസ്കോ. ഓക്കെ, ചിലപ്പം വേർഡ് ആയിട്ട് പറയും. റെഡാർ ഇസ് ആക്ച്വലി എൻ എക്സ്പാൻഡഡ് വേർഡ്. പക്ഷെ അതിന്റെ എല്ലാ വേർഡ്സിന്റെയും ഇനീഷ്യൽ ലെറ്റേഴ്സ് എടുത്തിട്ടാണ് നമ്മളിപ്പോ അതിനെ റെഡാർ എന്ന് പറയുന്നത്. ഓക്കെ, സോ റെഡാർ ഇസ് ആക്ച്വലി എ ഷോർട്ടൻഡ് ഫോം. ക്ലിയർ ആവുന്നുണ്ടോ? സോ ലെറ്റേഴ്സ് എടുത്തിട്ട് പുതിയ ഒരു വേർഡ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആക്രോണമി എന്ന് വിളിക്കുക. ക്ലിയർ ആണോ ഇത്? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് അപ് ടു ഹിയർ? ആക്രോണമി ക്ലിയർ ആയോ?
അബ്രിവേഷൻ പറഞ്ഞു തരാം. ആക്രോണമി ക്ലിയർ ആണോ? ഈസ് ദാറ്റ് ക്ലിയർ? ഓക്കെ. ബോർഡ് മാസ്, വെരി ഗുഡ് ന്യൂര. ബോർഡ് ഓഫ് ഡിവിഷൻ കറക്റ്റ് ആണ്. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, ഓക്കെ, ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് സബ്ട്രാക്ഷൻ, ബോർഡ് മാസ് കറക്റ്റ് ആണ്. ഓക്കെ, സോ ക്ലിയർ ആണോ ഇത്രയും? ഓക്കെ ആണോ? ആക്രോണമി ഓക്കെ ആണോ? ഓക്കെ ആണോ? ആക്രോണമി ഓക്കെ ആണോ? സോ ആക്രോണിംസ് മീൻസ് ഒരു എക്സ്പാൻഡഡ് വേർഡിന്റെ ഇനീഷ്യൽ ലെറ്റേഴ്സ് മാത്രം എടുത്ത് പുതിയൊരു വേർഡ് ഫോം ചെയ്യുന്ന രീതിനെയാണ് ആക്രോണിംസ് എന്ന് വിളിക്കുക. ക്ലിയർ ആണോ ഇത്രയും? ഇനി അതിനു മുമ്പ് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു സംതിങ് കോൾഡ് abbreviation. Okay, abbreviation ഉണ്ട്, പക്ഷെ ഐ തിങ്ക് ഇറ്റ് ഈസ് in a different slide, വേറൊരു സ്ലൈഡിലാണെന്ന് തോന്നുന്നു. ഐ ഹാവ് acronomy. ഓക്കെ, സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ് ഫോർമേഷൻ മാത്രമേ നമ്മൾ ഇന്ന് നോക്കുന്നുള്ളൂ കേട്ടോ. ബാക്ക് ഫോർമേഷൻ പറയാം, അബ്രിവേഷന്റെ കാര്യം ഞാൻ പറയാം. ഓക്കെ, അബ്രിവേഷൻ പറഞ്ഞിട്ട് ഐ വിൽ ഗോ ടു ദ നെക്സ്റ്റ് വൺ. സി, അബ്രിവേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം ഫോർ എക്സാമ്പിൾ മാത്തമാറ്റിക്സ്, നമ്മൾ ആരെങ്കിലും വാട്ട് വാസ് ദി എക്സാം എന്ന് ചോദിക്കുമ്പോൾ ഐ ഹാഡ് ദ മാത്തമാറ്റിക്സ് എക്സാം എന്ന് പറയാറുണ്ടോ? വി സേ മാത്സ്. ഓക്കെ, മാത്സ്, നമ്മൾ മാത്സ് എന്നാണ് പറയാ. ഓക്കെ, എക്സാമിനേഷന്റെ ഷോർട്ടൻഡ് ഫോം നമ്മൾ എന്താ ഉപയോഗിക്കുക? എക്സാം എന്നാണ് പറയാ. ഓക്കെ, നൗ സൂ എന്ന് പറയുന്നത് എന്തിനാണെന്നറിയോ? സുവോളജിക്കൽ ഗാർഡൻ. ഓക്കെ, സുവോളജിക്കൽ ഗാർഡനെയാണ് നമ്മൾ സൂ എന്ന് വിളിക്കുക. ഇത് അബ്രിവേഷൻ ആണ്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിപ്പിംഗ് ആണ് സംഭവിക്കുന്നത് അവിടെ. അതായത് ഒറിജിനൽ വേർഡിനെ പകുതി വെച്ച് മുറിക്കുക ആൻഡ് ദെൻ ഫോം എ ന്യൂ വേർഡ്. ഇതാണ് അബ്രിവേഷൻ. ക്ലിയർ ആവുന്നുണ്ടോ? അത് നിങ്ങൾക്ക് പഠിക്കേണ്ട ഒരു പ്രോസസ്സ് തന്നെയാണ്. ഓർത്ത് വെച്ചാൽ മതി. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ ആക്രോണമി എന്ന് പറയുമ്പോൾ യു ടേക്ക് ദി ഇനീഷ്യൽ ലെറ്റേഴ്സ്. അബ്രിവേഷൻ എന്ന് പറയുമ്പോൾ എക്സിസ്റ്റിംഗ് വേർഡിനെ ഷോർട്ടൻ ചെയ്ത് ക്ലിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മാത്തമാറ്റിക്സ് ഇറ്റ്സ് മാത്സ്, എക്സാമിനേഷൻ എക്സാം, ലബോറട്ടറി ലാബ്, ഓക്കെ, സുവോളജിക്കൽ ഗാർഡൻ സൂ. ഇതെല്ലാം അബ്രിവേഷൻ എക്സാമ്പിൾസ് ആണ്. ക്ലിയർ ആണോ? അത് ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറയണേ ചാറ്റില്. ഓക്കെ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു? രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? സോ വി ഹാവ് രണ്ട് വേർഡ്സ് ഉണ്ട്, രണ്ട് തരമുണ്ട്. ഒന്ന് ആക്രോണിംസ് ആണ്, ഇനീഷ്യൽസ് മാത്രം. അബ്രിവേഷൻ എന്ന് പറഞ്ഞാൽ ക്ലിപ്പ് ചെയ്ത് ഷോർട്ടൻ ചെയ്യുവാണ് ചെയ്യുന്നത്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു? ഒന്ന് കമന്റ് ചെയ്യണേ, ബിക്കോസ് നിങ്ങൾ കമന്റ് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് എൻ്റെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. സോ ഇഫ് യു ഹാവ് ഡൗട്ട്സ് ഐ എം റെഡി ടു ക്ലിയർ ദാറ്റ് നോ മാറ്റർ ഹൗ മച്ച് ടൈം വി ടേക്ക്. ഓക്കെ, സോ ക്ലിയർ ആണോ? അത് അബ്രിവേഷനും ആക്രോണമിയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, ഒന്ന് കമന്റ് ചെയ്യണേ പ്ലീസ്. etc. Okay, VIP is an acronym, abbreviation അല്ല. Okay, UN is an acronym, abbreviation അല്ല. Okay, abbreviation എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് വേർഡിനെ ഷോർട്ടൻ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് abbreviation എന്ന് മെൻഷൻ ചെയ്യുന്നത്. Okay, acronym is considered with initial letters alone. Okay, now back formation വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഞാനിപ്പം ക്ലാസ് വിടാം, കുറച്ചു നേരം കൂടെ നിങ്ങളൊന്ന് എന്നോട് നിൽക്കണം. സോ ബാക്ക് ഫോർമേഷൻ വെരി ഈസി. ബാക്ക് ഫോർമേഷൻ എളുപ്പമാണ്. നോർമലി നമ്മൾ ചെയ്യുന്ന എങ്ങനെയാണെന്നറിയോ? ഒരു നൗണിനെ വേർബിൽ നിന്ന് ഫോം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ബാക്ക് ഫോർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. സോ നോർമലി we take or we form a word from the verb. Example പറയുമ്പോൾ മനസ്സിലാവും. നോക്കിക്കേ, see, dance ആണ് ആദ്യം ഉണ്ടായിരുന്നത്. ഓക്കെ, dance was the word that existed. ഓക്കെ, ഡാൻസ് ചെയ്യുന്ന ആളിനെ നമ്മൾ എന്ത് വിളിച്ചു? ഡാൻസർ എന്ന് വിളിച്ചു. ഓക്കെ, സോ വാട്ട് ഹാപ്പൻഡ് ഹിയർ? നമ്മൾ വേർബിൽ നിന്ന് എന്ത് ഫോം ചെയ്തു? നൗൺ ഫോം ചെയ്തു. ഓക്കെ, നൗ sing was the verb that existed. Sing ചെയ്യുന്ന ആളിനെ നമ്മൾ എന്ത് വിളിച്ചു? സിംഗർ എന്ന് വിളിച്ചു. ഓക്കെ, സോ ഡാൻസ്
വാസ് ദ വേർഡ്. ആ ഡാൻസ് ചെയ്യുന്ന ആളിനെ നമ്മൾ ഡാൻസർ എന്ന് വിളിച്ചു. ഓക്കെ, സിംഗ് ചെയ്യുന്ന ആളിനെ നമ്മൾ സിംഗർ എന്ന് വിളിച്ചു. ഓക്കെ, സോ നോർമലി വേർഡ് ഫോർമേഷൻ എങ്ങനെയാ സംഭവിക്കുക? എക്സിസ്റ്റ് ചെയ്യുന്ന വേർബിൽ നിന്ന് നൗൺ ഫോം ചെയ്യാറാണ് പതിവ്. ഓക്കെ, പക്ഷേ ചിലപ്പോഴൊക്കെ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? തിരിച്ചു സംഭവിക്കും. അതായത് വേർബിൽ നിന്നല്ല, നൗണിൽ നിന്ന് നമ്മൾ വേർബിനെ ഫോം ചെയ്തെടുക്കും. ക്ലിയർ ആവുന്നുണ്ടോ? ഇതിനെയാണ് ബാക്ക് ഫോർമേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ദിസ് ഇസ് കോൾഡ് എസ് ബാക്ക് ഫോർമേഷൻ. ഓക്കെ, നോർമലി നമ്മൾ എങ്ങനെയാ ചെയ്യുക? ഒരു വേർബ് കാണും, ആ വേർബിൽ നിന്ന് നമ്മളൊരു നൗണിനെ ഫോം ചെയ്തെടുക്കും. ഓക്കെ, പക്ഷേ ബാക്ക് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റ് ചെയ്യുന്ന നൗണിൽ നിന്ന് നമ്മൾ വേർബിനെ ട്രേസ് ചെയ്യും. ക്ലിയർ ആയോ? നൗണിൽ നിന്നായിരിക്കും നമ്മൾ വേർബിലേക്ക് തിരിച്ചു പോവാ. ക്ലിയർ ആവുന്നുണ്ടോ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്? കോൺസെപ്റ്റ് ക്ലിയർ ആയോ എന്നൊന്ന് പറയണേ എന്നോട്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? കോൺസെപ്റ്റ് ക്ലിയർ ആയോ എന്നൊന്ന് പറയണേ എന്നോട്. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, സോ യൂഷ്വലി വേർബ് ആക്ഷൻ ചെയ്യുമ്പോൾ ആ ആക്ഷൻ ചെയ്യുന്ന ആളെ നമ്മൾ നൗൺ വെച്ച് ഡിനോട്ട് ചെയ്യും. പക്ഷേ ബാക്ക് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റ് ചെയ്യുന്ന നൗണിൽ നിന്ന് നമ്മൾ വേർബിനെ ട്രേസ് ചെയ്യും. ക്ലിയർ ആണോ? അത് ക്ലിയർ ആണെങ്കിൽ ഒന്ന് കോമെന്റ് ഡ്രോപ്പ് ചെയ്യണേ. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? ക്ലിയർ ആയോ? ബാക്ക് ഫോർമേഷൻ എന്താന്ന് മനസ്സിലായോ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, അതിനെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എഡിറ്റർ എന്നുള്ള വേർഡ് ആണ് ആദ്യം ഉണ്ടായിരുന്നത്. ഓക്കെ, എഡിറ്റർ ചെയ്യുന്ന ആക്ടിനെ അവർ എഡിറ്റ് എന്ന് വിളിച്ചു. ക്ലിയർ ആയോ? തിരിച്ചാണ് ഇവിടെ സംഭവിച്ചത്. എഡിറ്റർ എന്ന് പറയുന്ന നൗൺ ആണ് ഉണ്ടായിരുന്നത്, എഡിറ്റർ ചെയ്യുന്ന ആക്ടിനെ എഡിറ്റ് എന്ന് വിളിച്ചു. ഓക്കെ, നൗ beggar was the word that existed. ഓക്കെ, beggar എന്ന് പറയുന്ന നൗൺ അല്ലേ? അപ്പോ എക്സിസ്റ്റ് ചെയ്യുന്ന നൗണില് beggar ചെയ്യുന്ന ആക്ട് എന്താണോ അതിനെ അവര് verb ആക്കി, beg എന്നാക്കി മാറ്റി. ഓക്കെ, സോ ദിസ് പ്രോസസ് കോൾഡ് എന്താണ്? ഇതിനെയാണ് നമ്മൾ ബാക്ക് ഫോർമേഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? ദിസ് ഇസ് കോൾഡ് ബാക്ക് ഫോർമേഷൻ. ക്ലിയർ ആണോ? അപ്പൊ എന്താ? ബെഗർ ഉണ്ട്, ബെഗർ ഒരു എക്സിസ്റ്റിംഗ് നൗൺ ആയിരുന്നു, ആ നൗണിൽ നിന്ന് നമ്മൾ തിരിച്ച് ട്രേസ് ചെയ്തു ബെഗ്. ഓക്കെ, സോ എഡിറ്റർ വാസ് ദ നൗൺ ദാറ്റ് എക്സിസ്റ്റഡ്. ആ എഡിറ്ററിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? എഡിറ്റ് എന്ന് പറയുന്ന വേർബിലേക്ക് പോയി. ക്ലിയർ ആണോ ഇത്രയും? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് അപ് ടു ഹിയർ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? യാ, ഇങ്ങനെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് അപ് ടു ഹിയർ? ക്ലിയർ ആണോ? യാ, ഡൊണേഷൻ. ഡൊണേഷൻ എന്ന് പറയുന്ന നൗൺ ആണ് ഉണ്ടായിരുന്നത്. ഡൊണേഷനിൽ നിന്ന് നമ്മൾ ഡൊണേറ്റ് എന്നുള്ള വേർബ് കണ്ടുപിടിച്ചു. ഓക്കെ, നൗ ഗ്രീഡി എന്നുള്ള വേർഡ് ആണ് ഉണ്ടായിരുന്നത്. ഗ്രീഡിയിൽ നിന്ന് നമ്മൾ ഗ്രീഡ് എന്നുള്ള വേർഡ് കണ്ടുപിടിച്ചു. ഓക്കെ, സോ ഇതാണ് ബാക്ക് ഫോർമേഷൻ. നൗണിൽ നിന്ന് വേർബിലേക്ക് പോവുക, നൗണിൽ നിന്ന് അഡ്ജക്റ്റീവിലേക്ക് പോവുക. സോ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബാക്ക് ഫോർമേഷൻ എന്ന് വിളിക്കുക. ക്ലിയർ ആണോ? ഇസ് ദാറ്റ് ഓക്കെ? അല്ല, ബാറ്ററും ബാറ്റും രണ്ട് വേർഡ്സ് അല്ലേ, രണ്ട് മീനിങ്സ് അല്ലേ, റിലേറ്റഡ് അല്ലല്ലോ ബാറ്റർ ആൻഡ് ബാറ്റ്. നോ, നോട്ട് ഇൻ ദാറ്റ് കേസ്. ഓക്കെ, ക്ലിയർ ആണോ? ഇത് ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, സോ ദിസ് ഇസ് കോൾഡ് ഇറ്റ് ബാക്ക് ഫോർമേഷൻ. ഓക്കെ, ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് ഐ വിൽ ബി എൻഡിങ് ദിസ്. ഞാൻ ഇതും കൂടെ പറഞ്ഞിട്ട് ഐ വിൽ ബി എൻഡിങ് ദിസ് സെഷൻ. ഇതിൽ ബാക്കി കുറച്ച് ടേംസും കൂടി നമുക്ക് ബാക്കിയുള്ളൂ. ആ ടേംസും കൂടെ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആക്കി നിങ്ങൾക്ക് തരാം. ഓക്കെ, സോ ബിഫോർ ദി എക്സാം ഞാൻ എന്ത് ചെയ്തോളാം? അതൊരു ഷോർട്ട് വീഡിയോ ആക്കി നിങ്ങൾക്ക് തരാം. ഓക്കെ, സോ കുറച്ച് ടേംസും കൂടി 1.5 hour സെഷൻ ആയിരുന്നു, ഇച്ചിരി നീണ്ടുപോയി. ഐ എം സോറി ഫോർ ദാറ്റ്. സോ അപ്പോൾ അത് ഒരു ഷോർട്ട് വീഡിയോ ആക്കി എക്സാമിന് മുന്നേ ഐ വിൽ ഗിവ് യു. ഓക്കെ, സോ ഇതൊരെണ്ണം കൂടി ഒന്ന് കേട്ടിട്ട് വി ക്യാൻ എൻഡ് ദിസ് സെഷൻ. കുറച്ച് ടേംസും കൂടിയേ ബാക്കിയുള്ളൂ, അതും കൂടി ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആവും. ഓക്കെ, സോ നൗ ലിസൺ ടു മീ. സോ കറപ്ഷൻ, മിസ്അണ്ടർസ്റ്റാൻഡിങ്. എന്താ കറപ്ഷൻ ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ആ വേർഡിൽ തന്നെ ഉണ്ട്. ഓക്കെ, സോ ഇത് സംഭവിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പണ്ട് ഈ വേൾഡ് വാർ ഒക്കെ നടക്കുന്ന സമയത്തെ സോൾജേഴ്സ് എല്ലാവരും പല സ്ഥലങ്ങളിൽ പോവും. ഓക്കെ, സോ അവര് ദേ വിൽ ബി എക്സ്പോസ് ടു എ നമ്പർ ഓഫ് ലാംഗ്വേജസ്. ഇതിൽ പലതിലും അവർക്ക് ഇപ്പം ഇംഗ്ലീഷ് സോൾജേഴ്സ് ഫ്രാൻസിൽ പോയി ഫൈറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഫ്രഞ്ച് ടേംസ് ഒന്നും ക്ലിയർ ആവണം എന്നില്ല.
സോ അവരൊന്ന് അവിടെ നിന്ന് എന്തെങ്കിലും കേട്ടിട്ട് വരും, ദെൻ അവരത് ഇവിടെ കൊണ്ടുവന്നിട്ട് മിസ്പ്രൊനൗൺസ് ചെയ്യും. ഓക്കെ, മിസ്പ്രൊനൗൺസ് ചെയ്യുകയോ മിസ്ഇന്റർപ്രറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യും. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പുതിയ വേർഡ്സ് ഫോം ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? സോൾജേഴ്സ് മാത്രമല്ല, ഒരു ഫോറിൻ ലാംഗ്വേജിലെ ചില ടേംസ് മിസ്പ്രൊനൗൺസ് ചെയ്യുമ്പോൾ, നമ്മൾ അതിനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യുമ്പോഴൊക്കെ പുതിയ വേർഡ്സ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ, വളരെ ഫേമസ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണിത്. ഓക്കെ, സി ഗുഡ് ബൈ, ദിവസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ആരോടെങ്കിലും ഒക്കെ പറയുന്ന വേർഡാണ്. ഓക്കെ, ബൈ, ഗുഡ് ബൈ, ഇങ്ങനെ നമ്മൾ പറയാറുണ്ട്. ദിവസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴെങ്കിലും ആരോടെങ്കിലും പറയാറുണ്ട്. ഓക്കെ, സോ എവിടെ നിന്നാണ് ഈ ഗുഡ് ബൈ എന്ന് പറയുന്ന ടേം ഉണ്ടായത്? ആക്ച്വലി അത് ഗോഡ് ബി വിത്ത് എ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ ഫ്രേസ് ആയിരുന്നു. ഓക്കെ, ഗോഡ് ബി വിത്ത് എ, നിന്നോടൊപ്പം ദൈവം ഉണ്ടായിരിക്കട്ടെ എന്നായിരുന്നു അർത്ഥം. ഓക്കെ, സോ ഈ ലാറ്റിൻ ഫ്രേസ് കേട്ട ആൾക്കാര് അതിനെ മിസ്പ്രൊനൗൺസ് ചെയ്ത് പിന്നീട് എവല്യൂഷൻ സംഭവിച്ചിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഗുഡ് ബൈ എന്ന് പറയുന്ന ടേമിലേക്ക് എത്തിയത്. ഓക്കെ, മനസ്സിലായോ? എന്താണ് കറപ്ഷൻ അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാല്? Corruption or misunderstanding refers to the process by which a word comes into being. എങ്ങനെയാ വരുന്നത്? മിസ്ഹിയറിംഗ് കാരണം, മിസ്ഇന്റർപ്രിട്ടേഷൻ കാരണം, അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് വഴിയോ പുതിയൊരു വേർഡ് എക്സിസ്റ്റൻസിൽ വരും. ഓക്കെ, സോ ഗോഡ് ബി വിത്ത് എ, ദൈവം നിന്നോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്നുള്ള ലാറ്റിൻ ഫ്രേസ് മിസ്ഹിയർ ചെയ്ത് അതെന്തായി മാറിപ്പോയി? ഗുഡ് ബൈ ആയിട്ട് മാറി. ഓക്കെ, സോ ഇപ്പോഴും പലതിലും ഒരു കസ് വേർഡ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു വേർഡാണ് ബ്ലൈമി. ഓക്കെ, സോ വി ഡോണ്ട് യൂസ് ദാറ്റ് ഇൻ റെഗുലർ കോഴ്സ്, പക്ഷെ പലതിലും ഒരു കസ് വേർഡ് ആണ് ബ്ലൈമി. ഓക്കെ, സോ ദാറ്റ് വാസ് ആക്ച്വലി ഗോഡ് ബ്ലൈൻഡ് മീ. ഓക്കെ, ഗോഡ് ബ്ലൈൻഡ് മീ എന്ന് പറയുന്ന ഫ്രേസ് ആണ് പിന്നീട് ബ്ലൈമി ആയിട്ട് മാറിയത്. ഓക്കെ, പിടികിട്ടുന്നുണ്ടോ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് അപ് ടു ദാറ്റ്? ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? മനസ്സിലായോടാ? Did you understand up to here? Blimey, bloody. Okay, bloody എന്നുള്ള വാക്കും by our lady എന്നായിരുന്നു. Okay, by our lady എന്നായിരുന്നു. ഓക്കെ, അതാണ് പിന്നീട് ബ്ലഡി ആയിട്ട് മാറിയത്. മനസ്സിലായോ? രണ്ടും തമ്മിൽ എന്തോരം അർത്ഥവ്യത്യാസം ഉണ്ടെന്ന് നോക്കിക്കേ. ഓക്കെ, സോ ഒരു വേർഡ് പ്രൊനൗൺസ് ചെയ്യുന്നതിൽ വരുന്ന തെറ്റ്, മിസ്ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം, ഇതൊക്കെ പുതിയ വേർഡ് ഫോർമേഷൻസിന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഇസ് കോൾഡ് as corruption or misunderstanding. ക്ലിയർ ആണോ ഈ കോൺസെപ്റ്റ്? ആണെങ്കിൽ ഒന്ന് കോമന്റ് ചെയ്തേ. Did you understand up to here? മനസ്സിലായോ? കറപ്ഷൻ ഓർ മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്ലിയർ ആയോ? ഇസ് ദാറ്റ് ഓക്കെ? ക്ലിയർ ആണോ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഒന്ന് കോമന്റ് ചെയ്യണേ. കറപ്ഷൻ ഓർ മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്ലിയർ ആയോ? ആ പേരിൽ തന്നെ ഉണ്ട്, മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, തെറ്റായി കേൾക്കുക, അതിനെയാണ് നമ്മൾ കറപ്ഷൻ എന്ന് പറയാ. ഓക്കെ, ക്ലിയർ ആണോ അത്? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഒന്ന് കോമന്റ് ചെയ്യാമോ താഴെ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് അപ് ടു ഹിയർ? ഓക്കെ, ഓക്കെ, ഓക്കെ. ഇനി ഒരു 2 കാര്യങ്ങളും കൂടി നമുക്ക് പഠിക്കാനുള്ളൂ, which I'll be giving you in a short video. Okay, so what is blending? കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, what is blending? See, this is the answer you are expected to write for 5 marks. എന്താ ചെയ്തിരിക്കുന്നത്? ഞാനിവിടെ ബ്ലെൻഡിങ് എന്നുള്ള പ്രോസസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, എന്നിട്ട് ഞാൻ എക്സാമ്പിൾസ് പറഞ്ഞു. ആൻഡ് ഐ ഓൾസോ മെൻഷൻ ദാറ്റ് ഇറ്റ് ഇസ് എ ഹൈലി പ്രൊഡക്റ്റീവ് പ്രോസസ് ഇൻ മോഡേൺ ഇംഗ്ലീഷ്. ഓക്കെ, സോ ഞാൻ ആദ്യം ആ പ്രോസസ്സിനെ ഡിഫൈൻ ചെയ്തു, പിന്നെ ഞാൻ ഹൗ ഇസ് ഇറ്റ് ഡിഫറെന്റ് ഫ്രം കോമ്പൗണ്ടിങ് എന്ന് മെൻഷൻ ചെയ്തു. ദെൻ ഐ റോട്ട് എക്സാമ്പിൾസ് ഫോർ ദാറ്റ്. ഓക്കെ, സി, എന്നിട്ട് ഞാൻ അതിനെ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് എക്സാമ്പിൾസും ആ പ്രോസസ്സിനെ കുറിച്ചും പറഞ്ഞു. ഓക്കെ, സി, നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. ഓക്കെ, ഇവിടെ നിങ്ങൾ കണ്ടോ, വേറെ ഒന്നുമില്ല, വളരെ ഡയറക്റ്റ് ആയിട്ടാണ് ഇത് പോയിരിക്കുന്നത്. ഓക്കെ, ലിംഗ്വിസ്റ്റിക്സിൽ എപ്പോഴും ഡയറക്റ്റ് ആൻസേഴ്സ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ വി ഗോ ആൻഡ് ഡയറക്റ്റ് സെൻസ്. ഓക്കെ, സോ ഇത്ര എഴുതുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അതിനകത്ത് പോയിന്റ്സ് എല്ലാം ഉണ്ടെങ്കിൽ 4.5 അല്ലെങ്കിൽ 5ലേക്ക് നിങ്ങൾ ലാൻഡ് ചെയ്യും. കാരണം അവിടെ നമുക്ക് വേറെ കഥയോ ഇന്റർപ്രിട്ടേഷൻസോ ഒന്നും എഴുതാനില്ലല്ലോ. പ്രോസസ്സ് ഡിഫൈൻ ചെയ്യുക, എക്സാമ്പിൾ എഴുതുക, ഹൗ ഇസ് ഇറ്റ് ഡിഫറെന്റ് ഫ്രം എ സിമിലർ പ്രോസസ് എന്ന് എഴുതുക, അതിനൊരു കൺക്ലൂഷൻ കൊടുക്കുക. യു ഗെറ്റ് either 4.5
or maybe 5. Okay, so ഇത് നിങ്ങൾക്ക് ബാങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ ആണ്. ക്ലിയർ ആണോ ഇതുവരെ? ചോദിച്ചോളൂ, ഡൗട്ട്സ് ചോദിച്ചോളൂ, ഞാൻ ക്ലിയർ ചെയ്തേക്കാം. ഓക്കെ, ആസ് വി സേ നമ്മളിത് ഇനി 2 ദിവസം കൂടെ നിങ്ങൾക്ക് ഈ കോഴ്സ് ബാക്കിയുണ്ട്, ഓപ്പൺ കോഴ്സ് ബാക്കിയുണ്ട്. So we have Srikutin sir and Riya sir coming on the next days. അതും നല്ല സെഷൻസ് തന്നെ ആയിരിക്കും. സോ ഈ സെഷൻസ് എല്ലാം കണ്ടിട്ട് യു ക്യാൻ ജോയിൻ ഫോർ ആർ ബാച്ചസ്. ലോങ് ടേം ബാച്ച് ഉണ്ട്, ക്രാഷ് ബാച്ച് ഉണ്ട്. ലോങ് ടേം ബാച്ച് PhD സ്കോളേഴ്സിനും ടീച്ചേഴ്സിനും ഒക്കെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ബാച്ചാണ്. ക്രാഷ് ആണെങ്കിൽ ആസ് ആർ നെയിം സെസ് പൽപ്പിറ്റ് എന്നാണല്ലോ. അപ്പോൾ ഏറ്റവും കുറഞ്ഞ സമയത്ത് ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ക്രാഷ് ബാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്ലാസ്സസ് എല്ലാം കണ്ടിട്ട് ഈ പറയുന്ന പോലെ സ്കോളർഷിപ്പ് എക്സാം എഴുതുക. എഴുതി കഴിയുമ്പോൾ ഫസ്റ്റ് ആയിട്ട് വരുന്ന ആളിന് ഈ കോഴ്സ് മുഴുവനും നന്നായിട്ട് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ പറഞ്ഞോളൂ, ഡൗട്ട്സ് പറയൂ. എങ്ങനെയാ സെഷൻ, എങ്ങനെയാണോ? ഓക്കെ ആണോ? ഇത്രയും മനസ്സിലായോ? നമുക്കിനി കുറച്ച് ടേംസും കൂടിയേ ബാക്കിയുള്ളൂ. അത് ഐ മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് റീച്ചസ് യു ബിഫോർ ദി എക്സാം ഡേറ്റ്. ഓക്കെ, സോ ഞാനത് ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേക്കാം. അതിനെക്കുറിച്ച് വറീഡ് ആവണ്ട. ബാക്കി ഇന്ന് ഡിസ്കസ് ചെയ്ത പ്രോസസ് എല്ലാം ക്ലിയർ ആണോ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് അപ് ടു ഹിയർ? ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് കോമന്റ് ചെയ്യണേ. ഓക്കെ, ക്ലിയർ ആണോ ഇതുവരെ? Is it okay up to here? ഒന്ന് കമന്റ് ചെയ്യണേ. Is that okay? Yes. So, ma'am, in case of batter, gender term for batsman, is it an example of what? Oh, exactly. See, ഞാൻ ബാറ്റർ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നാവ് എന്നുള്ള അർത്ഥത്തിലാണ് ബാറ്റർ എന്ന് ചിന്തിച്ചത്. ടെക്നിക്കലി ബാറ്റർ is a term for batting. Okay, the person who was doing batting came to be called as batter. പക്ഷെ അത് ബാക്ക് ഫോർമേഷൻ അല്ലടാ, അവിടെ വേർബുമായിട്ട് അസോസിയേറ്റ് തന്നെയാണ്. ബാറ്റിംഗ് ചെയ്യുന്ന ആളാരാണോ അദ്ദേഹം ബാറ്റർ ആണ്. അപ്പൊ അത് ബാക്ക് ഫോർമേഷൻ അല്ല. ഓക്കെ, ബാക്ക് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നൗണിൽ നിന്ന് വേർബ് ഫോം ചെയ്യുവാണെങ്കിൽ അത് ബാക്ക് ഫോർമേഷൻ ആണ്. വേർബിൽ നിന്നാണ് നൗണിലേക്ക് വരുന്നതെങ്കിൽ അത് ബാക്ക് ഫോർമേഷൻ അല്ല കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ടഫ് കുക്കി, ഐ തിങ്ക് ദാറ്റ്സ് ഓക്കെ വിത്ത് യു. ക്ലിയർ ആണോ? ഓക്കെ, വേർബിൽ നിന്നാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അത് ബാക്ക് ഫോർമേഷൻ അല്ല. നൗണിൽ നിന്ന് വേർബിലേക്ക് പോവുകയാണെങ്കിലാണ് അതിനെ ബാക്ക് ഫോർമേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, സോ ക്ലിയർ ആണോ ഇതുവരെ? ഓക്കെ ആണോ? അപ് ടു ഹിയർ ഓക്കെ? Yeah? Okay, so please let me know if there is any doubts. അത് നോർമൽ ഫോർമേഷൻ ആണെടാ, അതിന് വേറെ പേരൊന്നും ഇല്ല. കൺവെൻഷനലി അങ്ങനെയാണ് ഫോം ചെയ്യേണ്ടത്. വേർബിൽ ആ ആക്ട് ചെയ്യുന്ന ആളാരാണോ അതിനെ നൗണിലേക്ക് വരാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിനൊരു റിവേഴ്സ് പ്രോസസ്സ് വന്നപ്പോഴാണ് ബാക്ക് ഫോർമേഷൻ നമ്മൾ മറ്റൊരു ടൈറ്റിൽ കൊടുത്തത്. അല്ലാണ്ട് അതിനൊരു സ്പെസിഫിക് ടേം അങ്ങനെ ഇല്ല. Okay, so there is no specific term mentioned. Conventionally, ഒരു ആക്ട് ചെയ്യുന്ന ആളിനെ നമ്മൾ എന്ത് ചെയ്യും? ലൈക്ക് ബാറ്റ് ചെയ്യുന്ന ആളിനെ ബാറ്റ്സ്മാൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, സോ ആക്ടിൽ നിന്നാണ് നമ്മൾ എപ്പോഴും നൗണിലേക്ക് പോവുക. അങ്ങനെയാണ് കൺവെൻഷനലി സംഭവിക്കേണ്ടത്. അതിനൊരു റിവേഴ്സ് പ്രോസസ്സ് വന്നതുകൊണ്ടാണ് നമ്മൾ ബാക്ക് ഫോർമേഷൻ എന്ന് വിളിച്ചത്. ഓക്കെ, സോ ഓക്കെ ആണോ ക്ലാസ്? സെഷൻ ഓക്കെ ആണോ? ക്ലിയർ ആയോ ഇതുവരെ? ഗ്രോത്ത് ഓഫ് വൊക്കാബുലറി ഓക്കെ ആണോ? Yeah. So we'll discuss the remaining terms in a short video. എക്സാമിന് മുമ്പ് നിങ്ങളിലേക്ക് എത്തും. ഓക്കെ, സോ is that clear? Up to here ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ let's wind up this session. If that's fine, ഓക്കെ ആണെങ്കിൽ നമുക്ക് wind up ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ, there is any doubts, please let me know. Thank you. Otherwise, we are winding up the session. Bye. Good night.
താങ്ക് യു. കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിൽ ഇനി ഇംഗ്ലീഷ് അധ്യാപകരാകാം. യെസ്, കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ് നോട്ടിഫിക്കേഷനോടെ ആർസാമിസിന്റെ നേതൃത്വത്തിൽ പൾപിറ്റ് ഒരുക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച കോർ കോച്ചിങ് 6 മാസം കൊണ്ട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്നു. ഓരോ ഓക്സിനും തീം, സിംബൽസ്, കമ്പാരിസൺ, ക്യാരക്ടർ അനാലിസിസ് തുടങ്ങി 3 to 4 hours ഡീറ്റെയിൽഡ് ക്ലാസ്സസ്, 1-to-1 പേഴ്സണൽ ഡിസ്ക്രിപ്റ്റീവ് മെന്റർ സപ്പോർട്ട്. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന മെന്ററിന്റെ അണ്ടറിൽ വീക്ക്ലി 3 hours ലൈവ് റൈറ്റിംഗ് സെഷൻ, ഗ്രാമർ മിസ്റ്റേക്സ് ടു അനലിറ്റിക്കൽ സ്കിൽ ഡെവലപ്മെന്റ് ഉൾപ്പെടെ എക്സാമിന് ചോദിക്കുമെന്ന് ഉറപ്പുള്ള 1000 പൊട്ടൻഷ്യൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ബാങ്ക് വിത്ത് ആൻസേഴ്സ്. ഓൺലൈൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇനി വീട്ടിൽ നിന്ന് നേരെ കോളേജിലേക്ക്. കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിൽ ഇനി ഇംഗ്ലീഷ് അധ്യാപകരാകാം. യെസ്, കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ് നോട്ടിഫിക്കേഷനോടെ ആർസാമിസിന്റെ നേതൃത്വത്തിൽ പൾപിറ്റ് ഒരുക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച കോർ കോച്ചിങ് 6 മാസം കൊണ്ട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്നു. ഓരോ ഓക്സിനും തീം, സിംബൽസ്, കമ്പാരിസൺ, ക്യാരക്ടർ അനാലിസിസ് തുടങ്ങി 3 to 4 hours ഡീറ്റെയിൽഡ് ക്ലാസ്സസ്, 1-to-1 പേഴ്സണൽ ഡിസ്ക്രിപ്റ്റീവ് മെന്റർ സപ്പോർട്ട്. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന മെന്ററിന്റെ അണ്ടറിൽ വീക്ക്ലി 3 hours ലൈവ് റൈറ്റിംഗ് സെഷൻ, ഗ്രാമർ മിസ്റ്റേക്സ് ടു അനലിറ്റിക്കൽ സ്കിൽ ഡെവലപ്മെന്റ് ഉൾപ്പെടെ എക്സാമിന് ചോദിക്കുമെന്ന് ഉറപ്പുള്ള 1000 പൊട്ടൻഷ്യൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ബാങ്ക് വിത്ത് ആൻസേഴ്സ്. ഓൺലൈൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇനി വീട്ടിൽ നിന്ന് നേരെ കോളേജിലേക്ക്. കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിൽ ഇനി ഇംഗ്ലീഷ് അധ്യാപകരാകാം. യെസ്, കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ് നോട്ടിഫിക്കേഷനോടെ ആർസാമിസിന്റെ നേതൃത്വത്തിൽ പൾപിറ്റ് ഒരുക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച കോർ കോച്ചിങ് 6 മാസം കൊണ്ട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്നു. ഓരോ ഓക്സിനും തീം, സിംബൽസ്, കമ്പാരിസൺ, ക്യാരക്ടർ അനാലിസിസ് തുടങ്ങി 3 to 4 hours ഡീറ്റെയിൽഡ് ക്ലാസ്സസ്, 1-to-1 പേഴ്സണൽ ഡിസ്ക്രിപ്റ്റീവ് മെന്റർ സപ്പോർട്ട്. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന മെന്ററിന്റെ അണ്ടറിൽ വീക്ക്ലി 3 hours ലൈവ് റൈറ്റിംഗ് സെഷൻ, ഗ്രാമർ മിസ്റ്റേക്സ് ടു അനലിറ്റിക്കൽ സ്കിൽ ഡെവലപ്മെന്റ് ഉൾപ്പെടെ എക്സാമിന് ചോദിക്കുമെന്ന് ഉറപ്പുള്ള 1000 പൊട്ടൻഷ്യൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ബാങ്ക് വിത്ത് ആൻസേഴ്സ്. ഓൺലൈൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇനി വീട്ടിൽ നിന്ന് നേരെ കോളേജിലേക്ക്. കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിൽ ഇനി ഇംഗ്ലീഷ് അധ്യാപകരാകാം. യെസ്, കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ് നോട്ടിഫിക്കേഷനോടെ ആർസാമിസിന്റെ നേതൃത്വത്തിൽ പൾപിറ്റ് ഒരുക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച കോർ കോച്ചിങ് 6 മാസം കൊണ്ട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്നു. ഓരോ ഓക്സിനും തീം, സിംബൽസ്, കമ്പാരിസൺ, ക്യാരക്ടർ അനാലിസിസ് തുടങ്ങി 3 to 4 hours ഡീറ്റെയിൽഡ് ക്ലാസ്സസ്, 1-to-1 പേഴ്സണൽ ഡിസ്ക്രിപ്റ്റീവ് മെന്റർ സപ്പോർട്ട്. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന മെന്ററിന്റെ അണ്ടറിൽ വീക്ക്ലി 3 hours ലൈവ് റൈറ്റിംഗ് സെഷൻ, ഗ്രാമർ മിസ്റ്റേക്സ് ടു അനലിറ്റിക്കൽ സ്കിൽ ഡെവലപ്മെന്റ് ഉൾപ്പെടെ എക്സാമിന് ചോദിക്കുമെന്ന് ഉറപ്പുള്ള 1000 പൊട്ടൻഷ്യൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ബാങ്ക് വിത്ത് ആൻസേഴ്സ്. ഓൺലൈൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇനി വീട്ടിൽ നിന്ന് നേരെ കോളേജിലേക്ക്. കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിൽ ഇനി ഇംഗ്ലീഷ് അധ്യാപകരാകാം. യെസ്, കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ് നോട്ടിഫിക്കേഷനോടെ ആർസാമിസിന്റെ നേതൃത്വത്തിൽ പൾപിറ്റ് ഒരുക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച കോർ കോച്ചിങ് 6 മാസം കൊണ്ട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്നു. ഓരോ ഓക്സിനും തീം, സിംബൽസ്, കമ്പാരിസൺ, ക്യാരക്ടർ അനാലിസിസ് തുടങ്ങി 3 to 4 hours ഡീറ്റെയിൽഡ് ക്ലാസ്സസ്, 1-to-1 പേഴ്സണൽ ഡിസ്ക്രിപ്റ്റീവ് മെന്റർ സപ്പോർട്ട്. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന മെന്ററിന്റെ അണ്ടറിൽ വീക്ക്ലി 3 hours ലൈവ് റൈറ്റിംഗ് സെഷൻ, ഗ്രാമർ മിസ്റ്റേക്സ് ടു അനലിറ്റിക്കൽ സ്കിൽ ഡെവലപ്മെന്റ് ഉൾപ്പെടെ എക്സാമിന് ചോദിക്കുമെന്ന് ഉറപ്പുള്ള 1000 പൊട്ടൻഷ്യൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ബാങ്ക് വിത്ത് ആൻസേഴ്സ്. ഓൺലൈൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇനി വീട്ടിൽ നിന്ന് നേരെ കോളേജിലേക്ക്. കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിൽ ഇനി ഇംഗ്ലീഷ് അധ്യാപകരാകാം. യെസ്, കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ് നോട്ടിഫിക്കേഷനോടെ ആർസാമിസിന്റെ നേതൃത്വത്തിൽ പൾപിറ്റ് ഒരുക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച കോർ കോച്ചിങ് 6 മാസം കൊണ്ട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്നു. ഓരോ ഓക്സിനും തീം, സിംബൽസ്, കമ്പാരിസൺ, ക്യാരക്ടർ അനാലിസിസ് തുടങ്ങി 3 to 4 hours ഡീറ്റെയിൽഡ് ക്ലാസ്സസ്, 1-to-1 പേഴ്സണൽ ഡിസ്ക്രിപ്റ്റീവ് മെന്റർ സപ്പോർട്ട്. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന മെന്ററിന്റെ അണ്ടറിൽ വീക്ക്ലി 3 hours ലൈവ് റൈറ്റിംഗ് സെഷൻ, ഗ്രാമർ മിസ്റ്റേക്സ് ടു അനലിറ്റിക്കൽ സ്കിൽ ഡെവലപ്മെന്റ് ഉൾപ്പെടെ എക്സാമിന് ചോദിക്കുമെന്ന് ഉറപ്പുള്ള 1000 പൊട്ടൻഷ്യൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ബാങ്ക് വിത്ത് ആൻസേഴ്സ്. ഓൺലൈൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇനി വീട്ടിൽ നിന്ന് നേരെ കോളേജിലേക്ക്. കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിൽ ഇനി ഇംഗ്ലീഷ് അധ്യാപകരാകാം. യെസ്, കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ് നോട്ടിഫിക്കേഷനോടെ ആർസാമിസിന്റെ നേതൃത്വത്തിൽ പൾപിറ്റ് ഒരുക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച കോർ കോച്ചിങ് 6 മാസം കൊണ്ട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്നു. ഓരോ ഓക്സിനും തീം, സിംബൽസ്, കമ്പാരിസൺ, ക്യാരക്ടർ അനാലിസിസ് തുടങ്ങി 3 to 4 hours ഡീറ്റെയിൽഡ് ക്ലാസ്സസ്, 1-to-1 പേഴ്സണൽ ഡിസ്ക്രിപ്റ്റീവ് മെന്റർ സപ്പോർട്ട്.
നിങ്ങൾ സെലക്ട് ചെയ്യുന്ന മെൻറ്ററിൻ്റെ അണ്ടറിൽ വീക്ക്ലി 3 hours ലൈവ് റൈറ്റിംഗ് സെഷൻ, ഗ്രാമർ മിസ്റ്റേക്സ് ടു അനലിറ്റിക്കൽ സ്കിൽ ഡെവലപ്മെന്റ് ഉൾപ്പെടെ. എക്സാമിന് ചോദിക്കുമെന്ന് ഉറപ്പുള്ള 1000 പൊട്ടൻഷ്യൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ബാങ്ക് വിത്ത് ആൻസേഴ്സ്. ഓൺലൈൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇനി വീട്ടിൽ നിന്ന് നേരെ കോളേജിലേക്ക്. കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിൽ ഇനി ഇംഗ്ലീഷ് അധ്യാപകരാകാം. യെസ്, കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ് നോട്ടിഫിക്കേഷനോടെ ആർസാമിസിന്റെ നേതൃത്വത്തിൽ പൾപിറ്റ് ഒരുക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച കോർ കോച്ചിങ് 6 മാസം കൊണ്ട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്നു. ഓരോ ഓപ്ഷനും തീം, സിംബൽസ്, കമ്പാരിസൺ, ക്യാരക്ടർ അനാലിസിസ് തുടങ്ങി 3 to 4 hours ഡീറ്റെയിൽഡ് ക്ലാസ്സസ്, 1-to-1 പേഴ്സണൽ ഡിസ്ക്രിപ്റ്റീവ് മെന്റർ സപ്പോർട്ട്. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന മെൻറ്ററിൻ്റെ അണ്ടറിൽ വീക്ക്ലി 3 hours ലൈവ് റൈറ്റിംഗ് സെഷൻ, ഗ്രാമർ മിസ്റ്റേക്സ് ടു അനലിറ്റിക്കൽ സ്കിൽ ഡെവലപ്മെന്റ് ഉൾപ്പെടെ. എക്സാമിന് ചോദിക്കുമെന്ന് ഉറപ്പുള്ള 1000 പൊട്ടൻഷ്യൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ബാങ്ക് വിത്ത് ആൻസേഴ്സ്. ഓൺലൈൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇനി വീട്ടിൽ നിന്ന് നേരെ കോളേജിലേക്ക്. കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിൽ ഇനി ഇംഗ്ലീഷ് അധ്യാപകരാകാം. യെസ്, കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ് നോട്ടിഫിക്കേഷനോടെ ആർസാമിസിന്റെ നേതൃത്വത്തിൽ പൾപിറ്റ് ഒരുക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച കോർ കോച്ചിങ് 6 മാസം കൊണ്ട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്നു. ഓരോ ഓപ്ഷനും തീം, സിംബൽസ്, കമ്പാരിസൺ, ക്യാരക്ടർ അനാലിസിസ് തുടങ്ങി 3 to 4 hours ഡീറ്റെയിൽഡ് ക്ലാസ്സസ്, 1-to-1 പേഴ്സണൽ ഡിസ്ക്രിപ്റ്റീവ് മെന്റർ സപ്പോർട്ട്. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന മെൻറ്ററിൻ്റെ അണ്ടറിൽ വീക്ക്ലി 3 hours ലൈവ് റൈറ്റിംഗ് സെഷൻ, ഗ്രാമർ മിസ്റ്റേക്സ് ടു അനലിറ്റിക്കൽ സ്കിൽ ഡെവലപ്മെന്റ് ഉൾപ്പെടെ. എക്സാമിന് ചോദിക്കുമെന്ന് ഉറപ്പുള്ള 1000 പൊട്ടൻഷ്യൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ബാങ്ക് വിത്ത് ആൻസേഴ്സ്. ഓൺലൈൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇനി വീട്ടിൽ നിന്ന് നേരെ കോളേജിലേക്ക്. കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിൽ ഇനി ഇംഗ്ലീഷ് അധ്യാപകരാകാം. യെസ്, കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ് നോട്ടിഫിക്കേഷനോടെ ആർസാമിസിന്റെ നേതൃത്വത്തിൽ പൾപിറ്റ് ഒരുക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച കോർ കോച്ചിങ് 6 മാസം കൊണ്ട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്നു. ഓരോ ഓപ്ഷനും തീം, സിംബൽസ്, കമ്പാരിസൺ, ക്യാരക്ടർ അനാലിസിസ് തുടങ്ങി 3 to 4 hours ഡീറ്റെയിൽഡ് ക്ലാസ്സസ്, 1-to-1 പേഴ്സണൽ ഡിസ്ക്രിപ്റ്റീവ് മെന്റർ സപ്പോർട്ട്. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന മെൻറ്ററിൻ്റെ അണ്ടറിൽ വീക്ക്ലി 3 hours ലൈവ് റൈറ്റിംഗ് സെഷൻ, ഗ്രാമർ മിസ്റ്റേക്സ് ടു അനലിറ്റിക്കൽ സ്കിൽ ഡെവലപ്മെന്റ് ഉൾപ്പെടെ. എക്സാമിന് ചോദിക്കുമെന്ന് ഉറപ്പുള്ള 1000 പൊട്ടൻഷ്യൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ബാങ്ക് വിത്ത് ആൻസേഴ്സ്. ഓൺലൈൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇനി വീട്ടിൽ നിന്ന് നേരെ കോളേജിലേക്ക്. കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിൽ ഇനി ഇംഗ്ലീഷ് അധ്യാപകരാകാം. യെസ്, കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ് നോട്ടിഫിക്കേഷനോടെ ആർസാമിസിന്റെ നേതൃത്വത്തിൽ പൾപിറ്റ് ഒരുക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച കോർ കോച്ചിങ് 6 മാസം കൊണ്ട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്നു. ഓരോ ഓപ്ഷനും തീം, സിംബൽസ്, കമ്പാരിസൺ, ക്യാരക്ടർ അനാലിസിസ് തുടങ്ങി 3 to 4 hours ഡീറ്റെയിൽഡ് ക്ലാസ്സസ്, 1-to-1 പേഴ്സണൽ ഡിസ്ക്രിപ്റ്റീവ് മെന്റർ സപ്പോർട്ട്. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന മെൻറ്ററിൻ്റെ അണ്ടറിൽ വീക്ക്ലി 3 hours ലൈവ് റൈറ്റിംഗ് സെഷൻ, ഗ്രാമർ മിസ്റ്റേക്സ് ടു അനലിറ്റിക്കൽ സ്കിൽ ഡെവലപ്മെന്റ് ഉൾപ്പെടെ. എക്സാമിന് ചോദിക്കുമെന്ന് ഉറപ്പുള്ള 1000 പൊട്ടൻഷ്യൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ബാങ്ക് വിത്ത് ആൻസേഴ്സ്. ഓൺലൈൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇനി വീട്ടിൽ നിന്ന് നേരെ കോളേജിലേക്ക്. കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിൽ ഇനി ഇംഗ്ലീഷ് അധ്യാപകരാകാം. യെസ്, കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ് നോട്ടിഫിക്കേഷനോടെ ആർസാമിസിന്റെ നേതൃത്വത്തിൽ പൾപിറ്റ് ഒരുക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച കോർ കോച്ചിങ് 6 മാസം കൊണ്ട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്നു. ഓരോ ഓപ്ഷനും തീം, സിംബൽസ്, കമ്പാരിസൺ, ക്യാരക്ടർ അനാലിസിസ് തുടങ്ങി 3 to 4 hours ഡീറ്റെയിൽഡ് ക്ലാസ്സസ്, 1-to-1 പേഴ്സണൽ ഡിസ്ക്രിപ്റ്റീവ് മെന്റർ സപ്പോർട്ട്. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന മെൻറ്ററിൻ്റെ അണ്ടറിൽ വീക്ക്ലി 3 hours ലൈവ് റൈറ്റിംഗ് സെഷൻ, ഗ്രാമർ മിസ്റ്റേക്സ് ടു അനലിറ്റിക്കൽ സ്കിൽ ഡെവലപ്മെന്റ് ഉൾപ്പെടെ. എക്സാമിന് ചോദിക്കുമെന്ന് ഉറപ്പുള്ള 1000 പൊട്ടൻഷ്യൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ബാങ്ക് വിത്ത് ആൻസേഴ്സ്. ഓൺലൈൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇനി വീട്ടിൽ നിന്ന് നേരെ കോളേജിലേക്ക്. കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിൽ ഇനി ഇംഗ്ലീഷ് അധ്യാപകരാകാം. യെസ്, കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ് നോട്ടിഫിക്കേഷനോടെ ആർസാമിസിന്റെ നേതൃത്വത്തിൽ പൾപിറ്റ് ഒരുക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച കോർ കോച്ചിങ് 6 മാസം കൊണ്ട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്നു. ഓരോ ഓപ്ഷനും തീം, സിംബൽസ്, കമ്പാരിസൺ, ക്യാരക്ടർ അനാലിസിസ് തുടങ്ങി 3 to 4 hours ഡീറ്റെയിൽഡ് ക്ലാസ്സസ്, 1-to-1 പേഴ്സണൽ ഡിസ്ക്രിപ്റ്റീവ് മെന്റർ സപ്പോർട്ട്. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന മെൻറ്ററിൻ്റെ അണ്ടറിൽ വീക്ക്ലി 3 hours ലൈവ് റൈറ്റിംഗ് സെഷൻ, ഗ്രാമർ മിസ്റ്റേക്സ് ടു അനലിറ്റിക്കൽ സ്കിൽ ഡെവലപ്മെന്റ് ഉൾപ്പെടെ. എക്സാമിന് ചോദിക്കുമെന്ന് ഉറപ്പുള്ള 1000 പൊട്ടൻഷ്യൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ബാങ്ക് വിത്ത് ആൻസേഴ്സ്. ഓൺലൈൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇനി വീട്ടിൽ നിന്ന് നേരെ കോളേജിലേക്ക്.
കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിൽ ഇനി ഇംഗ്ലീഷ് അധ്യാപകരാകാം. യെസ്, കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ് നോട്ടിഫിക്കേഷൻ ഉടൻ. ആർസാമിസിന്റെ നേതൃത്വത്തിൽ പൾപിറ്റ് ഒരുക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച കോർ കോച്ചിങ്. 6 മാസം കൊണ്ട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്നു. ഓരോ ഓക്സിനും തീം, സിംബൽസ്, കമ്പാരിസൺ, ക്യാരക്ടർ അനാലിസിസ് തുടങ്ങി 3 to 4 hours ഡീറ്റെയിൽഡ് ക്ലാസ്സസ്. 1-to-1 പേഴ്സണൽ ഡിസ്ക്രിപ്റ്റീവ് മെന്റർ സപ്പോർട്ട്. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന മെന്ററിന്റെ അണ്ടറിൽ വീക്ക്ലി 3 hours ലൈവ് റൈറ്റിംഗ് സെഷൻ, ഗ്രാമർ മിസ്റ്റേക്സ് ടു അനലിറ്റിക്കൽ സ്കിൽ ഡെവലപ്മെന്റ് ഉൾപ്പെടെ. എക്സാമിന് ചോദിക്കുമെന്ന് ഉറപ്പുള്ള 1000 പൊട്ടൻഷ്യൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ബാങ്ക് വിത്ത് ആൻസേഴ്സ്. ഓൺലൈൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇനി വീട്ടിൽ നിന്ന് നേരെ കോളേജിലേക്ക്. കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിൽ ഇനി ഇംഗ്ലീഷ് അധ്യാപകരാകാം. യെസ്, കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ് നോട്ടിഫിക്കേഷൻ ഉടൻ. ആർസാമിസിന്റെ നേതൃത്വത്തിൽ പൾപിറ്റ് ഒരുക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച കോർ കോച്ചിങ്. 6 മാസം കൊണ്ട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്നു. ഓരോ ഓക്സിനും തീം, സിംബൽസ്, കമ്പാരിസൺ, ക്യാരക്ടർ അനാലിസിസ് തുടങ്ങി 3 to 4 hours ഡീറ്റെയിൽഡ് ക്ലാസ്സസ്. 1-to-1 പേഴ്സണൽ ഡിസ്ക്രിപ്റ്റീവ് മെന്റർ സപ്പോർട്ട്. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന മെന്ററിന്റെ അണ്ടറിൽ വീക്ക്ലി 3 hours ലൈവ് റൈറ്റിംഗ് സെഷൻ, ഗ്രാമർ മിസ്റ്റേക്സ് ടു അനലിറ്റിക്കൽ സ്കിൽ ഡെവലപ്മെന്റ് ഉൾപ്പെടെ. എക്സാമിന് ചോദിക്കുമെന്ന് ഉറപ്പുള്ള 1000 പൊട്ടൻഷ്യൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ബാങ്ക് വിത്ത് ആൻസേഴ്സ്. ഓൺലൈൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇനി വീട്ടിൽ നിന്ന് നേരെ കോളേജിലേക്ക്. കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിൽ ഇനി ഇംഗ്ലീഷ് അധ്യാപകരാകാം. യെസ്, കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ് നോട്ടിഫിക്കേഷൻ ഉടൻ. ആർസാമിസിന്റെ നേതൃത്വത്തിൽ പൾപിറ്റ് ഒരുക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച കോർ കോച്ചിങ്. 6 മാസം കൊണ്ട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്നു. ഓരോ ഓക്സിനും തീം, സിംബൽസ്, കമ്പാരിസൺ, ക്യാരക്ടർ അനാലിസിസ് തുടങ്ങി 3 to 4 hours ഡീറ്റെയിൽഡ് ക്ലാസ്സസ്. 1-to-1 പേഴ്സണൽ ഡിസ്ക്രിപ്റ്റീവ് മെന്റർ സപ്പോർട്ട്. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന മെന്ററിന്റെ അണ്ടറിൽ വീക്ക്ലി 3 hours ലൈവ് റൈറ്റിംഗ് സെഷൻ, ഗ്രാമർ മിസ്റ്റേക്സ് ടു അനലിറ്റിക്കൽ സ്കിൽ ഡെവലപ്മെന്റ് ഉൾപ്പെടെ. എക്സാമിന് ചോദിക്കുമെന്ന് ഉറപ്പുള്ള 1000 പൊട്ടൻഷ്യൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ബാങ്ക് വിത്ത് ആൻസേഴ്സ്. ഓൺലൈൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇനി വീട്ടിൽ നിന്ന് നേരെ കോളേജിലേക്ക്. കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിൽ ഇനി ഇംഗ്ലീഷ് അധ്യാപകരാകാം. യെസ്, കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ് നോട്ടിഫിക്കേഷൻ ഉടൻ. ആർസാമിസിന്റെ നേതൃത്വത്തിൽ പൾപിറ്റ് ഒരുക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച കോർ കോച്ചിങ്. 6 മാസം കൊണ്ട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്നു. ഓരോ ഓക്സിനും തീം, സിംബൽസ്, കമ്പാരിസൺ, ക്യാരക്ടർ അനാലിസിസ് തുടങ്ങി 3 to 4 hours ഡീറ്റെയിൽഡ് ക്ലാസ്സസ്. 1-to-1 പേഴ്സണൽ ഡിസ്ക്രിപ്റ്റീവ് മെന്റർ സപ്പോർട്ട്. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന മെന്ററിന്റെ അണ്ടറിൽ വീക്ക്ലി 3 hours ലൈവ് റൈറ്റിംഗ് സെഷൻ, ഗ്രാമർ മിസ്റ്റേക്സ് ടു അനലിറ്റിക്കൽ സ്കിൽ ഡെവലപ്മെന്റ് ഉൾപ്പെടെ. എക്സാമിന് ചോദിക്കുമെന്ന് ഉറപ്പുള്ള 1000 പൊട്ടൻഷ്യൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ബാങ്ക് വിത്ത് ആൻസേഴ്സ്. ഓൺലൈൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇനി വീട്ടിൽ നിന്ന് നേരെ കോളേജിലേക്ക്. കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിൽ ഇനി ഇംഗ്ലീഷ് അധ്യാപകരാകാം. യെസ്, കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ് നോട്ടിഫിക്കേഷൻ ഉടൻ. ആർസാമിസിന്റെ നേതൃത്വത്തിൽ പൾപിറ്റ് ഒരുക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച കോർ കോച്ചിങ്. 6 മാസം കൊണ്ട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്നു. ഓരോ ഓക്സിനും തീം, സിംബൽസ്, കമ്പാരിസൺ, ക്യാരക്ടർ അനാലിസിസ് തുടങ്ങി 3 to 4 hours ഡീറ്റെയിൽഡ് ക്ലാസ്സസ്. 1-to-1 പേഴ്സണൽ ഡിസ്ക്രിപ്റ്റീവ് മെന്റർ സപ്പോർട്ട്. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന മെന്ററിന്റെ അണ്ടറിൽ വീക്ക്ലി 3 hours ലൈവ് റൈറ്റിംഗ് സെഷൻ, ഗ്രാമർ മിസ്റ്റേക്സ് ടു അനലിറ്റിക്കൽ സ്കിൽ ഡെവലപ്മെന്റ് ഉൾപ്പെടെ. എക്സാമിന് ചോദിക്കുമെന്ന് ഉറപ്പുള്ള 1000 പൊട്ടൻഷ്യൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ബാങ്ക് വിത്ത് ആൻസേഴ്സ്. ഓൺലൈൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇനി വീട്ടിൽ നിന്ന് നേരെ കോളേജിലേക്ക്. കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിൽ ഇനി ഇംഗ്ലീഷ് അധ്യാപകരാകാം. യെസ്, കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ് നോട്ടിഫിക്കേഷൻ ഉടൻ. ആർസാമിസിന്റെ നേതൃത്വത്തിൽ പൾപിറ്റ് ഒരുക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച കോർ കോച്ചിങ്. 6 മാസം കൊണ്ട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്നു. ഓരോ ഓക്സിനും തീം, സിംബൽസ്, കമ്പാരിസൺ, ക്യാരക്ടർ അനാലിസിസ് തുടങ്ങി 3 to 4 hours ഡീറ്റെയിൽഡ് ക്ലാസ്സസ്. 1-to-1 പേഴ്സണൽ ഡിസ്ക്രിപ്റ്റീവ് മെന്റർ സപ്പോർട്ട്. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന മെന്ററിന്റെ അണ്ടറിൽ വീക്ക്ലി 3 hours ലൈവ് റൈറ്റിംഗ് സെഷൻ, ഗ്രാമർ മിസ്റ്റേക്സ് ടു അനലിറ്റിക്കൽ സ്കിൽ ഡെവലപ്മെന്റ് ഉൾപ്പെടെ. എക്സാമിന് ചോദിക്കുമെന്ന് ഉറപ്പുള്ള 1000 പൊട്ടൻഷ്യൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ബാങ്ക് വിത്ത് ആൻസേഴ്സ്. ഓൺലൈൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇനി വീട്ടിൽ നിന്ന് നേരെ കോളേജിലേക്ക്. കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിൽ ഇനി ഇംഗ്ലീഷ് അധ്യാപകരാകാം. യെസ്, കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ് നോട്ടിഫിക്കേഷൻ ഉടൻ. ആർസാമിസിന്റെ നേതൃത്വത്തിൽ പൾപിറ്റ് ഒരുക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച കോർ കോച്ചിങ്. 6 മാസം കൊണ്ട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്നു. ഓരോ ഓക്സിനും തീം, സിംബൽസ്, കമ്പാരിസൺ, ക്യാരക്ടർ അനാലിസിസ് തുടങ്ങി 3 to 4 hours ഡീറ്റെയിൽഡ് ക്ലാസ്സസ്. 1-to-1 പേഴ്സണൽ ഡിസ്ക്രിപ്റ്റീവ് മെന്റർ സപ്പോർട്ട്. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന മെന്ററിന്റെ അണ്ടറിൽ വീക്ക്ലി 3 hours ലൈവ് റൈറ്റിംഗ് സെഷൻ, ഗ്രാമർ മിസ്റ്റേക്സ് ടു അനലിറ്റിക്കൽ സ്കിൽ ഡെവലപ്മെന്റ് ഉൾപ്പെടെ.
എക്സാമിന് ചോദിക്കുമെന്ന് ഉറപ്പുള്ള 1000 പൊട്ടൻഷ്യൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ബാങ്ക് വിത്ത് ആൻസേഴ്സ്. ഓൺലൈൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇനി വീട്ടിൽ നിന്ന് നേരെ കോളേജിലേക്ക്. കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിൽ ഇനി ഇംഗ്ലീഷ് അധ്യാപകരാകാം. യെസ്, കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ് നോട്ടിഫിക്കേഷൻ ഉടൻ. ആർസാമിസിന്റെ നേതൃത്വത്തിൽ പൾപിറ്റ് ഒരുക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച കോർ കോച്ചിങ് 6 മാസം കൊണ്ട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്നു. ഓരോ ഓക്സിനും തീം, സിംബൽസ്, കമ്പാരിസൺ, ക്യാരക്ടർ അനാലിസിസ് തുടങ്ങി 3 to 4 hours ഡീറ്റെയിൽഡ് ക്ലാസ്സസ്, 1-to-1 പേഴ്സണൽ ഡിസ്ക്രിപ്റ്റീവ് മെന്റർ സപ്പോർട്ട്. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന മെന്ററിന്റെ അണ്ടറിൽ വീക്ക്ലി 3 hours ലൈവ് റൈറ്റിംഗ് സെഷൻ, ഗ്രാമർ മിസ്റ്റേക്സ് ടു അനലിറ്റിക്കൽ സ്കിൽ ഡെവലപ്മെന്റ് ഉൾപ്പെടെ. എക്സാമിന് ചോദിക്കുമെന്ന് ഉറപ്പുള്ള 1000 പൊട്ടൻഷ്യൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ബാങ്ക് വിത്ത് ആൻസേഴ്സ്. ഓൺലൈൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇനി വീട്ടിൽ നിന്ന് നേരെ കോളേജിലേക്ക്. കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിൽ ഇനി ഇംഗ്ലീഷ് അധ്യാപകരാകാം. യെസ്, കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ് നോട്ടിഫിക്കേഷൻ ഉടൻ. ആർസാമിസിന്റെ നേതൃത്വത്തിൽ പൾപിറ്റ്